Welcome to KAS Mentor, where your dream job is just another reality. If you are not subscribed yet, you are missing out. ഇന്നലെ നിങ്ങൾ ഒരു ഓറിയന്റേഷൻ ക്ലാസ്സിന് അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും. അത് മെനി എക്സാമുമായിട്ട് ബന്ധപ്പെട്ടിട്ട് KS മെന്റർ സംഘടിപ്പിച്ച ഒരു ഓറിയന്റേഷൻ ആയിരുന്നു. ആ ഓറിയന്റേഷനിൽ നിങ്ങൾ സാധ്യത ഉള്ള എല്ലാ ഗവൺമെന്റ് ഓപ്പർച്യൂണിറ്റീസ് അവസരങ്ങളെ കുറിച്ചും വ്യക്തമായി മനസ്സിലാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അതിന്റെ സിലബസിനെ കുറിച്ചും വ്യക്തമായി നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഓരോ എക്സാംസിനും ഓരോ സിലബസ് ആണ്. ഇതുവരെ ഉണ്ടായിരുന്ന ഒരു മെത്തേഡ് വെച്ചിട്ട് അല്ലെങ്കിൽ മെത്തഡോളജി വെച്ചിട്ട് അതിന്റെ ഒരു പാറ്റേൺ ഏകദേശം സിമിലർ ആയിരുന്നു. ഇനി അങ്ങോട്ട് നാഷണൽ റിക്രൂട്ട്മെന്റ് ഏജൻസി എന്ത് സിലബസ് പുറത്തേക്ക് വിടും? കേരള PSC ഓൾറെഡി ഒരു സിലബസ് ലോവർ ഡിവിഷൻ ക്ലർക്കിന് വേണ്ടിയിട്ട് ഒരു പ്രിലിമിനറി എക്സാമിന്റെ സിലബസ് പുറത്ത് വിട്ടിട്ടുണ്ട്. അതിന്റെ ഒരു വെയിറ്റേജ് നമുക്കറിയാം. അതിൽ മാത്തമെറ്റിക്സ് എത്ര വെയിറ്റേജ് ഉണ്ട്, ബാക്കി GK എത്ര വെയിറ്റേജ് ഉണ്ട്, കറണ്ട് അഫയേഴ്സിന് എത്ര വെയിറ്റേജ് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ഇപ്പോഴുണ്ട്. നാഷണൽ റിക്രൂട്ട്മെന്റ് ഏജൻസിയുടെ എക്സാംസിന്റെ വെയിറ്റേജ് എങ്ങനെ ആയിരിക്കും എന്നുള്ളത് കഴിഞ്ഞ കാല എക്സാംസിന്റെ ഒരു മാനറിലായിരിക്കും എന്നുള്ള നിഗമനത്തിലാണ് ഇപ്പോൾ എല്ലാവരും എത്തിയിരിക്കുന്നത്. അതിന്റെ സൂചനകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നാഷണൽ റിക്രൂട്ട്മെന്റ് ഏജൻസി അടുത്ത വർഷം തൊട്ടായിരിക്കും എക്സാംസ് കണ്ടക്ട് ചെയ്യുക, അതിന്റെ സിലബസ് പുറത്തേക്ക് വിടുക. ഇപ്പോ സെൻട്രൽ ഗവൺമെന്റിന്റെ ഏറ്റവും അടുത്ത് നടക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ നടക്കുന്ന എക്സാം എന്ന് പറയുന്നത് RRBയുടെ NTPC എക്സാം ആണ്. NTPC എക്സാമിന്റെ സിലബസ് ഓൾറെഡി നിങ്ങളുടെ കയ്യിലുണ്ട്. അപ്പൊ അതിലെ മാത്സിന്റെ വെയിറ്റേജ്, GKയുടെ വെയിറ്റേജ്, സയൻസ് ജനറൽ സയൻസിന്റെ വെയിറ്റേജ് എത്രയാണ് എന്നുള്ളത്, കറണ്ട് അഫയേഴ്സിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ള കാര്യം നിങ്ങൾക്ക് വ്യക്തമാണ്. പിന്നെ നിങ്ങളുടെ കയ്യിലുള്ളത് കേരള PSC നടത്താൻ പോകുന്ന എക്സാംസിന്റെ സിലബസ് ആണ്. ഈ രണ്ട് കാര്യങ്ങളാണ് നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്നതായിട്ട് ഉള്ളത്. അത് മാത്രമല്ല, കേരളത്തിലും ഇന്ത്യയിലും ഒരു വർഷം നടത്തുന്ന അല്ലെങ്കിൽ നടക്കുന്ന എല്ലാ എക്സാംസിന്റെയും, ഡിഗ്രി ലെവൽ എക്സാംസിന്റെയും മറ്റ് ലോവർ ഗ്രേഡ് എക്സാംസ്, ഗ്രൂപ്പ് D മുതൽ ഗ്രൂപ്പ് A വരെയുള്ള അല്ലെങ്കിൽ ഗ്രൂപ്പ് B വരെയുള്ള എക്സാംസിന്റെ ഒരു ഓറിയന്റേഷൻ ആണ് നിങ്ങൾ ഇന്നലെ കണ്ടത്. അപ്പൊ അതിൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും ഏതൊക്കെ എക്സാം ഒരു വർഷം ഇന്ത്യയിൽ നടക്കും എന്നുള്ളത്. ഗവൺമെന്റ് എക്സാം അല്ലെങ്കിൽ പബ്ലിക് എക്സാംസ്, ഡിഗ്രി ഹോൾഡേഴ്സിന് ഏതൊക്കെ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റും, +2 ഹോൾഡേഴ്സിന് ഏതൊക്കെ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റും. ജനറലി ഇന്ന് ഇന്ത്യയിലെ ഡിഗ്രി ഹോൾഡേഴ്സിന്റെ എണ്ണം വളരെ കൂടുതലാണ്. നമുക്ക് 100% ഡിഗ്രി ഹോൾഡേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം ഒരു പുതിയ ജനറേഷൻ, ന്യൂ ജനറേഷൻ. അപ്പൊ ആ ന്യൂ ജനറേഷൻ എല്ലാത്തരം എക്സാംസും എഴുതുന്നുണ്ട്. ഗ്രൂപ്പ് D എക്സാം മുതൽ ഗ്രൂപ്പ് A എക്സാം വരെയുള്ള എക്സാംസ് എഴുതുന്നുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ RRBയുടെ ഗ്രൂപ്പ് D എക്സാം ഡിസംബർ 15 മുതൽ അല്ലെങ്കിൽ ഡിസംബർ മാസത്തിൽ നടക്കാൻ പോകുന്നു. ആ എക്സാം മുതൽ UPSCയുടെ സിവിൽ സർവീസ് എക്സാം വരെയുള്ള എല്ലാ എക്സാംസും ഡിഗ്രി ഹോൾഡേഴ്സ് എഴുതുന്നുണ്ട്. ഒരു പ്രൊഫഷണൽ ഡിഗ്രി ഹോൾഡർ ആണെങ്കിൽ, എസ്പെഷ്യലി എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ആണെങ്കിൽ ഇതിന്റെ സാധ്യത അല്ലെങ്കിൽ അവരുടെ എക്സാം അറ്റൻഡ് ചെയ്യാനുള്ള സാധ്യത ഇരട്ടിയാണ്. ഒരു സാധാരണ ഡിഗ്രി ഹോൾഡേഴ്സ് എഴുതുന്ന എക്സാമിന്റെ ഇരട്ടി എക്സാംസ് ഒരു എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് എഴുതുന്നുണ്ട്. അപ്പോൾ അത് ഡിഫറെന്റ് കാറ്റഗറിയാണ്. അപ്പൊ അതിലെല്ലാം ഈ പറയുന്ന എല്ലാ എക്സാംസിലും ഒരു പ്രധാനപ്പെട്ട വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ടൊരു ഫാക്ടറായി കാണുന്നത് മാത്സ് ആണ്, മെന്റൽ എബിലിറ്റി ആൻഡ് ആപ്റ്റിറ്റ്യൂഡ്. അപ്പൊ അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് 2-3 എക്സാമെങ്കിലും എഴുതിയിട്ടുള്ള അല്ലെങ്കിൽ ഒരു എക്സാമെങ്കിലും എഴുതിയിട്ടുള്ള നിങ്ങൾക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വ്യക്തമായി അറിയാൻ പറ്റും എന്താണ് മെന്റൽ എബിലിറ്റി ആൻഡ് ആപ്റ്റിറ്റ്യൂഡിന്റെ ഇമ്പോർട്ടൻസ്, സിഗ്നിഫിക്കൻസ് എന്താണ്. നമ്മുടെ രാജ്യത്ത് നടക്കുന്ന എക്സാമുകളിൽ അത് ചിലപ്പോൾ എൻട്രൻസ് എക്സാംസ് ആയിരിക്കാം, കൂടുതലും ജോബ് ഓറിയന്റഡ് അല്ലെങ്കിൽ എംപ്ലോയ്മെന്റിന് വേണ്ടിയിട്ടുള്ള എക്സാംസ്. അതിലെല്ലാം നമുക്ക് ഈ മെന്റൽ എബിലിറ്റി ആൻഡ് ആപ്റ്റിറ്റ്യൂഡ് ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടർ ആയിട്ട് വരുന്നത് കാണാൻ പറ്റും. ഒരു ആവറേജ് നമുക്ക് പറഞ്ഞാൽ ഒരു 20% ക്വസ്റ്റ്യൻസ് മാത്സിൽ നിന്ന് അല്ലെങ്കിൽ മെന്റൽ എബിലിറ്റിയിൽ നിന്ന് ചോദിക്കാറുണ്ട്. ഈ മെന്റൽ എബിലിറ്റി ആൻഡ് ആപ്റ്റിറ്റ്യൂഡ് 2 സെക്ഷനാണ് മാത്സിനകത്തെ. ഒന്ന് റീസണിങ് സെക്ഷൻ, മറ്റൊന്ന് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്. നിങ്ങൾക്കറിയാം ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ അത് കാൽക്കുലേഷൻ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് ആണ്. അതിന് നിങ്ങളുടെ അനലിറ്റിക്കൽ എബിലിറ്റി മെഷർ ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ആ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും റീസണിങ്ങിനകത്ത് കാണാൻ കഴിയുന്നത്. നിങ്ങൾ റീസണിങ്ങിലെ ചില ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ടായിരിക്കും. സെൻസ് ഓഫ് ഡയറക്ഷൻ, ബ്ലഡ് റിലേഷൻഷിപ്പ്, ക്ലോക്ക്, കലണ്ടർ തുടങ്ങിയ അല്ലെങ്കിൽ
ഫിഗേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ, കംപ്ലീറ്റ് ദ സീരീസ് അല്ലെങ്കിൽ നമ്പർ സീരീസ്, ലെറ്റർ സീരീസ്, ആനോളജി, കോഡിങ്, ഡീകോഡിങ്, ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നിങ്ങൾ റീസണിങ്ങിനകത്ത് കണ്ടിട്ടുണ്ടായിരിക്കും. അതെല്ലാം നിങ്ങളുടെ അനലിറ്റിക്കൽ എബിലിറ്റിയുമായിട്ട് ബന്ധപ്പെടുത്തി ചോദിക്കാവുന്ന അല്ലെങ്കിൽ അതിനെ മെഷർ ചെയ്യുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ആ റീസണിങ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനിൽ ലെവൽ 1, ലെവൽ 2, ലെവൽ 3 അങ്ങനെ പല ലെവലിലെ ചോദ്യങ്ങൾ ചോദിക്കാം. നിങ്ങളിപ്പോ ഗ്രൂപ്പ് ഡി എക്സാം എഴുതാൻ പോവുകയാണ്, RRBയുടെ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, അപ്പൊ അതിലെ റീസണിങ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ലെവൽ 1 അല്ലെങ്കിൽ 0 ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ നമ്മൾ മെനി എക്സാം ഫോക്കസ് ചെയ്യുമ്പോൾ എല്ലാ ലെവലിലുള്ള ചോദ്യങ്ങളും അറ്റൻഡ് ചെയ്യാൻ പ്രാപ്തരായിരിക്കണം. എന്ന് പറഞ്ഞാൽ നമ്മൾ നിരന്തരമായി റിഗ്രസ് ആയിട്ട് നമ്മളത് വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുക ഒരു മെത്തേഡാണ്. മറ്റൊന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. ബൈ പ്രാക്ടീസിലൂടെ മാത്രമാണ് നമുക്ക് മെന്റൽ എബിലിറ്റി ആൻഡ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഡീൽ ചെയ്യാൻ പറ്റുന്നത്. ഈ പ്രാക്ടീസിന് തൊട്ട് മുമ്പ് നമുക്ക് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ അല്ലെങ്കിൽ പ്രൈമറി ഫാക്ടർ എന്ന് പറയുന്നത് കോൺസെപ്റ്റ് ആണ്. എങ്ങനെയാണ് നമ്മൾ മിനിമം ടൈം കൊണ്ട് മാക്സിമം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ മാക്സിമം ഏരിയാസ് കവർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള ചോദ്യം. അപ്പൊ അത് നമ്മൾ KS മെന്റർ ഒരു കോൺസെപ്റ്റ് ഓറിയന്റഡ് മാനറിലൂടെ ഡീൽ ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ മെന്റൽ എബിലിറ്റി ആൻഡ് ആപ്റ്റിറ്റ്യൂഡിനെ കുറിച്ചാണ് കൂടുതലും ഡിസ്കസ് ചെയ്യുന്നത്. മറ്റ് സബ്ജക്റ്റുകൾ വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് വ്യക്തമായി ഓരോ അധ്യാപകർ അല്ലെങ്കിൽ ഓരോ സാർമാർ അത് ഡീൽ ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെന്റൽ എബിലിറ്റി ആൻഡ് ആപ്റ്റിറ്റ്യൂഡിന്റെ റോൾ നമ്മുടെ എക്സാംസിൽ എന്താണ്, അതിന്റെ സിഗ്നിഫിക്കൻസ്, അതുമായിട്ട് ബന്ധപ്പെടുത്തി ചോദിക്കാൻ സാധ്യതയുള്ള ഏരിയാസ് ഏതൊക്കെയാണ്, അതിന്റെ സിലബസിന്റെ മാനർ, എന്തൊക്കെ ടോപ്പിക്സ് ആണ് ആ സിലബസിനകത്തുള്ളത്. മറ്റൊന്ന്, നമ്മളൊരു ഡെമോൺസ്ട്രേഷൻ ക്ലാസ് കൂടെ ഇതിന്റെ അവസാന ഘട്ടത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യ ഘട്ടത്തിൽ ഇതിന്റെ ഓവറോൾ ഇൻട്രൊഡക്ഷനും അതിന്റെ വെയിറ്റേജും അതിനകത്ത് വരുന്ന സബ് ടോപ്പിക്സുമാണ് ആദ്യ ഘട്ടത്തിൽ ഡീൽ ചെയ്യുന്നത്. രണ്ടാം ഘട്ടത്തിൽ നമുക്ക് ഇതിലെ മർമ്മപ്രധാനമായിട്ടുള്ള അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് മെന്റൽ എബിലിറ്റിയിലെ ന്യൂക്ലിയസ് ആയിട്ടുള്ള ചില ചാപ്റ്റേഴ്സ് ഉണ്ട്. ആ ചാപ്റ്ററിലെ ചില ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പൊ അതിന് നിങ്ങൾ ആൻസർ ചെയ്യുക. എല്ലാം സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഇത്തരം ക്വസ്റ്റ്യൻസ്. ഇങ്ങനെ ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കുമെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ. അപ്പൊ എനിവേ നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോവാം. നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും ആർഗ്യുമെന്റ് ഉണ്ടെങ്കിൽ പറയാം. അപ്പൊ ഞാനിതൊരു ഡിസ്കഷൻ മാനറിലാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ അല്ലേ? എല്ലാവരും ക്ലിയർ ആണല്ലോ? ഓഡിബിൾ ആണല്ലോ വോയിസ്? നോക്കൂ, UPSC എക്സാം ആണ് നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യുന്നത്, നിങ്ങളുടെ സിവിൽ സർവീസ് എക്സാം. ഈ സിവിൽ സർവീസ് എക്സാമിൽ മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി റോൾ എന്താണ്? അത് പേപ്പർ 2, അതായത് CSAT എന്ന് പറയുന്ന ഒരു എക്സാം ഉണ്ട്. പ്രിലിമിനറി എക്സാം എഴുതാൻ പോകുമ്പോൾ ആഫ്റ്റർനൂണിൽ നിങ്ങൾക്ക് നടക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ എഴുതാൻ പോകുന്ന CSAT എക്സാം. ആ CSAT എക്സാമിൽ മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റിക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോളുണ്ട്. അതിനകത്ത് 200ഓളം ചോദ്യങ്ങളുണ്ട്. ആ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് നിങ്ങൾ 33% മാർക്ക് സ്കോർ ചെയ്യണം. 33% മാർക്ക് സ്കോർ ചെയ്താൽ മാത്രമേ നിങ്ങൾ പ്രിലിമിനറി ക്വാളിഫൈ ആവുള്ളൂ. ഈ CSAT ഒരു ക്വാളിഫയിങ് പേപ്പറാണ്. നിങ്ങൾ 33%-ന് മുകളിൽ എത്ര മാർക്ക് സ്കോർ ചെയ്താലും അതൊന്നും പ്രിലിമിനറിയുടെ ഓവറോൾ കട്ട് ഓഫിനെ ബാധിക്കില്ല. എന്നാൽ അറ്റ്ലീസ്റ്റ് 33% നിങ്ങൾ സ്കോർ ചെയ്തിരിക്കണം, അത് മസ്റ്റാണ്. നിങ്ങളിപ്പോ പേപ്പർ ഫസ്റ്റിന് എത്ര മാർക്ക് സ്കോർ ചെയ്താലും പേപ്പർ സെക്കൻഡിന്, അതായത് പ്രിലിമിനറി എക്സാമിന്റെ CSAT പേപ്പറിൽ 33%-നേക്കാൾ കുറവ് മാർക്കാണ് സ്കോർ ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾ ഓവറോൾ പ്രിലിമിനറി എക്സാം ക്വാളിഫൈ ആകില്ല. അപ്പൊ അതിനർത്ഥം നിങ്ങൾ ഇതിനകത്തുള്ള 66 ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം തരണം അല്ലെങ്കിൽ കൊടുക്കണം, വിത്തൗട്ട് നെഗറ്റീവ് ആൻസർ. ഇപ്പൊ 200 ചോദ്യത്തിൽ 66 എന്ന് പറയുന്നത് ഒരു 33% ആണ്. 200 മാർക്കിന് 33% ആണ്. അപ്പൊ അത് നിങ്ങൾ സ്കോർ ചെയ്യണം. അപ്പൊ ഇതിനകത്ത് വരുന്ന ടോപ്പിക്സിൽ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, കാൽക്കുലേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ്, റീസണിങ്, പിന്നെ റീഡിംഗ് കോംപ്രഹെൻഷൻ, ഈ 3 കാര്യങ്ങളാണ് ഈ CSAT-നകത്തുള്ളത്. ഇതിൽ റീഡിംഗ് കോംപ്രഹെൻഷൻ 50% to 60%, 50% മുതൽ 60% വരെ ചോദിക്കാം. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് റീസണിംഗിൽ ഒരു 40%, ചിലപ്പോൾ 50% വരെ ചോദിക്കാം. എന്താണ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് റീസണിംഗ് എന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം.
അതിനകത്ത് വരുന്ന ടോപ്പിക്സ് എന്താണെന്ന് കൂടെ പഠിച്ചാൽ മാത്രം മതി. അതിന്റെ ഡെഫിനേഷൻ ഒന്നും പഠിക്കണ്ട. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്തിനാണ്, റീസണിങ് എന്തിനാണെന്നുള്ളത് നിങ്ങളുടെ അനലിറ്റിക്കൽ കപ്പാസിറ്റി ഡീൽ ചെയ്യുന്ന വേണ്ടിയിട്ടാണ് ഇത്തരം ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ ഇത്തരം ടോപ്പിക്സ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അനാലിസിസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടോ? മിക്കവാറും ഈ പറയുന്ന ഗ്രൂപ്പ് എ എക്സാമുകളിൽ നിങ്ങളുടെ അനലിറ്റിക്കൽ കപ്പാസിറ്റിയാണ് കൂടുതൽ ചെക്ക് ചെയ്യുന്നത്. ഗ്രൂപ്പ് ബി, സി, ഡിയിലേക്കൊക്കെ വരുമ്പോൾ നിങ്ങളുടെ കാൽക്കുലേഷൻ കപ്പാസിറ്റി കൂടെ ചെക്ക് ചെയ്യും. നിങ്ങളുടെ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി കൂടെ ചെക്ക് ചെയ്യും. ഗ്രൂപ്പ് ഡിയിൽ പൂർണ്ണമായും നിങ്ങളുടെ കാൽക്കുലേഷൻ കപ്പാസിറ്റി ചെക്ക് ചെയ്യുന്നതായിരിക്കും. കാൽക്കുലേഷൻ ന്യൂമറിക്കൽ കാൽക്കുലേഷൻ, അതാണ് ഉദ്ദേശിക്കുന്നത്. റീഡിംഗ് കോംപ്രഹെൻഷൻ ഇംഗ്ലീഷുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അതാണ്. അതിൽ അനലിറ്റിക്കൽ കപ്പാസിറ്റി തന്നെയാണ് ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയുമാണ് UPSC എക്സാമിൽ മാത്സ് ആൻഡ് എബിലിറ്റിയുടെ റോളിനെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, അപ്പൊ ഇതാണ് UPSC യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന CSAT, അതായത് സിവിൽ സർവീസ് എക്സാമിന്റെ പേപ്പർ 2. അപ്പൊ അതിനകത്ത് വരുന്ന ടോപ്പിക്സ് നോക്കൂ. ഞാൻ ഈ റൈറ്റ് സൈഡിൽ നോക്കിയാൽ മതി, നിങ്ങളുടെ റൈറ്റ് സൈഡിൽ കാണാൻ പറ്റും. കോംപ്രഹെൻഷൻ, ഇന്റർപേഴ്സണൽ സ്കിൽസ്, ലോജിക്കൽ റീസണിങ്, അനലിറ്റിക്കൽ എബിലിറ്റി, ഡിസിഷൻ മേക്കിംഗ് ആൻഡ് പ്രോബ്ലം സോൾവിംഗ്, ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ, ബേസിക് ന്യൂമറസി എന്ന് പറയുമ്പോൾ നിങ്ങൾ 10ാം തരം വരെ 10th ലെവൽ വരെ പഠിച്ചിട്ടുള്ള എല്ലാ മാത്തമാറ്റിക്സ് പ്രോബ്ലംസും ബേസിക് ന്യൂമറിക്കൽ അല്ലെങ്കിൽ ന്യൂമറസിക്കകത്ത് വരും. അപ്പൊ അതില് നിങ്ങൾ കേട്ടിട്ടുണ്ട് പെർസെന്റേജ്, റേഷ്യോ, വർക്ക് ആൻഡ് ടൈം, ബോട്ട് ആൻഡ് സ്ട്രീംസ് തുടങ്ങി ഒരുപാട് ട്രെയിനിന്റെ പ്രോബ്ലംസ്, ടൈം ആൻഡ് ഡിസ്റ്റൻസിന്റെ പ്രോബ്ലംസ്, അങ്ങനെ ഇൻട്രസ്റ്റ്, പലിശയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ, ഇതെല്ലാം ബേസിക് ന്യൂമറിക്കകത്ത് വരും. മെന്റൽ എബിലിറ്റി എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കോഡിങ്, ഡീകോഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ, ബ്ലഡ് റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ, ഇതൊക്കെയാണ് മെന്റൽ എബിലിറ്റിക്കകത്ത് വരുന്നത്. അപ്പൊ ഇതാണ് UPSC IAS അല്ലെങ്കിൽ സിവിൽ സർവീസ് എക്സാമിന്റെ പ്രിലിമിനറി എക്സാമിൽ CSAT-നുള്ള റോള്, ഇമ്പോർട്ടൻസ്. ഓക്കെ, അതിന്റെ വെയിറ്റേജ് മാറിക്കൊണ്ടിരിക്കും. നമ്മൾ വെയിറ്റേജിനെ കുറിച്ച് കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നില്ല, കാരണം നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല വെയിറ്റേജ് എന്ന് പറയുന്നത്. ഈ പറയുന്ന സബ് ടോപ്പിക്സിന്റെ വെയിറ്റേജ് നമുക്കറിയാം. ഓവറോൾ ടോപ്പിക്കിന്റെ വെയിറ്റേജ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇതിനകത്തുള്ള സബ് ടോപ്പിക്സ് ഉണ്ടല്ലോ, അതിന്റെ വെയിറ്റേജ് നമുക്ക് അധികം പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. ടൈമിൽ എത്ര ക്വസ്റ്റ്യൻ ചോദിക്കും, അല്ലെങ്കിൽ ബ്ലഡ് റിലേഷൻഷിപ്പിൽ എത്ര ചോദ്യം ചോദിക്കും. പക്ഷെ ഈ ഏരിയസ് എല്ലാം കവർ ചെയ്യുന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഓക്കെ, എല്ലാം നമ്മൾ ഈക്വൽ ഇമ്പോർട്ടൻസോട് കൂടി, ഓരോ ടോപ്പിക്സിന് ഈക്വൽ ഇമ്പോർട്ടൻസോട് കൂടി പഠിക്കണം. മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി പഠിക്കുമ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റിയിലെ ഓരോ സബ് ടോപ്പിക്സും വ്യത്യസ്തങ്ങളല്ല. ഇതെല്ലാം ഈക്വൽ ഒന്ന് തന്നെയാണ്. അതിനെ ഒരു ചെയിൻ ആക്കി നിർത്തിക്കൊണ്ട് നിങ്ങൾ പഠിക്കണം. ലിങ്ക് ചെയ്ത് പഠിക്കണം ഓരോ സബ് ടോപ്പിക്സും. എന്ന് പറഞ്ഞാൽ ഒരു ടോപ്പിക്കിന്റെ തുടർച്ചയാണ് മറ്റ് ടോപ്പിക്കുകൾ എന്ന മാനറിൽ തന്നെ നിങ്ങൾ പഠിക്കണം. ഓരോന്നിനെയും സെപ്പറേറ്റ് എടുത്ത് പഠിക്കുന്ന ഒരു മെത്തഡോളജി ഫോളോ ചെയ്യാൻ പാടില്ല. അതിനർത്ഥം നിങ്ങൾ ഒരു ദിവസം മാത്സിന്റെ എല്ലാ ടോപ്പിക്കിൽ നിന്നുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്തിരിക്കണം. മോഡൽ എക്സാം അല്ലെങ്കിൽ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാ ദിവസവും ഡിസ്കസ് ചെയ്യണം അല്ലെങ്കിൽ സോൾവ് ചെയ്യണം. അപ്പോൾ ഒരു ദിവസം നിങ്ങൾ പെർസെന്റേജിലെ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നു, ആ ദിവസം പെർസെന്റേജിലെ ക്വസ്റ്റ്യൻ മാത്രം സോൾവ് ചെയ്യാൻ പാടില്ല. അതിനോടൊപ്പം ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, വർക്ക് ആൻഡ് ടൈം ആൻഡ് ഡിസ്റ്റൻസ്, ട്രെയിൻ, അതിലെ പ്രോബ്ലംസ് എല്ലാം നിങ്ങൾ സോൾവ് ചെയ്യണം. അപ്പോൾ അതിനർത്ഥം എന്താണ്? നിങ്ങൾ ഈ ഓരോ ടോപ്പിക്സിനും ഓരോ ഫോർമുലാസ് പഠിക്കുന്ന മെത്തേഡ് ഒഴിവാക്കണം എന്നുള്ളതാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഓരോ ഫോർമുലാസ് മാറ്റിയിട്ട് ഏതെങ്കിലും ഒരു കോർ നോഡൽ പോയിന്റ് ഓഫ് ദ ആപ്റ്റിറ്റ്യൂഡ്, ആ ചാപ്റ്റർ നിങ്ങൾ ഫോക്കസ് ചെയ്യണം. ആ ചാപ്റ്ററിന്റെ തുടർച്ചയായിരിക്കണം മറ്റ് ചാപ്റ്റേഴ്സ് എല്ലാം. അപ്പൊ ആ ചാപ്റ്റർ പഠിച്ചാൽ അല്ലെങ്കിൽ ആ സബ് ടോപ്പിക്ക് പഠിച്ചാൽ ബാക്കി എല്ലാത്തിലും അത് അപ്ലൈ ചെയ്യാൻ കഴിയണം. അപ്പൊ അത്തരത്തിലുള്ള ഒരു കോൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള മാനറാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞാൽ റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ, പെർസെൻറ്റേജ്, ഈ രണ്ട് ടോപ്പിക്സ് മാത്രം പഠിച്ചാൽ മതി. നിങ്ങൾക്ക് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിലെയും മെന്റൽ എബിലിറ്റിയിലെയും എല്ലാ പ്രോബ്ലംസും നിങ്ങൾക്ക് ഡീൽ ചെയ്യാൻ പറ്റും. നിങ്ങൾ ആകെ പഠിക്കേണ്ടത് എന്താണ്? പെർസെൻറ്റേജും റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ. ഈ രണ്ട് സബ് ടോപ്പിക്സ് മാത്രമാണ് നിങ്ങൾ ഈ മൊത്തം ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് റീസണിങ് എന്ന് പറയുന്ന ടോപ്പിക്സിന് അല്ലെങ്കിൽ ആ ഒരു സബ്ജക്റ്റിൽ പഠിക്കേണ്ട ഈ രണ്ട് ചാപ്റ്ററാണ്. അപ്പൊ ഇതിൽ ഏകദേശം നമുക്കൊരു ഊഹം പറയുകയാണെങ്കിൽ ഒരു 50ഓളം ചാപ്റ്റർ അല്ലെങ്കിൽ 45ഓളം ചാപ്റ്റർ ആണ് ഈ റീസണിങ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിനകത്ത് വരുന്നത്. അതിനകത്ത് റീസണിങ് ഒരു 25 ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് 25, മൊത്തം 50 ചാപ്റ്റർ. ഈ 50 ചാപ്റ്റർ ഡീൽ ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത് ത്രൂ റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ ആൻഡ് പെർസെൻറ്റേജ്. ഞാൻ ഈ പറയുന്ന രണ്ട് ചാപ്റ്ററിലൂടെ
ഇതാണ് ഈ പറയുന്ന 50 ചാപ്റ്ററിന്റെ മീഡിയം, അല്ലെങ്കിൽ ഈ 50 ചാപ്റ്ററിലേക്ക് എത്താണ്ട് ചൂണ്ട് പലക എന്ന് പറയുന്നത് പെർസെൻറ്റേജ്, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ. പിന്നെ ഈ 50 ചാപ്റ്റേഴ്സ് ഉണ്ടല്ലോ, ഈ പറയുന്ന ബൾക്ക്, ഇതിന് ഓരോ എക്സാമിനും ഓരോ വെയിറ്റേജ് ആണെന്ന് കൂടെ മനസ്സിലാക്കുക. അപ്പൊ വെയിറ്റേജ് അനുസരിച്ച് നമ്മൾ ഓരോ ലെവൽ ക്വസ്റ്റ്യൻസ് ഡീൽ ചെയ്യും. ഏത് ലെവൽ 1 ആകട്ടെ, 2 ആകട്ടെ, 3 ആകട്ടെ, ഹയർ ലെവൽ ആകട്ടെ, ഏത് ലെവൽ എക്സാം ആയാലും നമ്മുടെ കോൺസെപ്റ്റ് സെയിം ആണ്. പക്ഷേ കോംപ്ലക്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും, മൾട്ടിപ്പിൾ സ്റ്റെപ്സ് ആവശ്യമുള്ള ചോദ്യങ്ങളായിരിക്കും ഈ ലെവൽ ഹയർ എന്ന് പറയുന്നത്. ലെവൽ 2 എന്ന് പറയുമ്പോൾ നമ്മൾ പ്രത്യക്ഷത്തിൽ തന്നെ കണ്ടുകൊണ്ട് തന്നെ നമ്മൾ ആൻസറിലേക്ക് എത്തും. ആ ഒരു വ്യത്യാസമേ ഉള്ളൂ. വ്യത്യസ്തങ്ങളായിട്ടുള്ള കോൺസെപ്റ്റ് അല്ല, കോൺസെപ്റ്റ് സെയിം ആണ്. പക്ഷെ ലെവൽ മാറുന്നതനുസരിച്ച് നമ്മുടെ സോൾവിങ് ടൈം, നമ്മൾ ഈ ക്വസ്റ്റ്യൻ പ്രോബ്ലം അല്ലെങ്കിൽ പ്രോബ്ലം സോൾവ് ചെയ്യാൻ ആവശ്യമുള്ള സമയം, അതിനാണ് മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്താൽ മാത്രം മതി. ആ സമയം നമ്മളൊന്ന് ഹാൻഡിൽ ചെയ്യണം. ടൈം ഹാൻഡിൽ ചെയ്യുന്നതാണ് ഈ ഹയർ ലെവൽ പ്രോബ്ലംസ് ഹാൻഡിൽ ചെയ്യാൻ അല്ലെങ്കിൽ ഡീൽ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. അപ്പോൾ സമയമാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഇഷ്യൂ. കോൺസെപ്റ്റ് സെയിം ആണ്. ഓക്കെ, അപ്പൊ ഞാൻ ഈ പറഞ്ഞു വന്നത് UPSCയുടെ എക്സാമുകളിൽ CSATന്റെ റോളാണ്. UPSC തന്നെ എക്കണോമിക് സർവീസ് എക്സാം ഉണ്ട്, എഞ്ചിനീയറിംഗ് സർവീസ് എക്സാം ഉണ്ട്. അതിലെല്ലാം CSATന് ഒരു ഇമ്പോർട്ടന്റ് റോളുണ്ട്, മാത്സിന് ഒരു ഇമ്പോർട്ടന്റ് റോളുണ്ട്. എഞ്ചിനീയറിംഗ് സർവീസ് എക്സാം എഴുതിയവർക്കറിയാം, അതിനകത്ത് മാത്സ് അല്ലെങ്കിൽ മെന്റൽ എബിലിറ്റിക്ക് ഒരു ചോദ്യങ്ങൾ കണ്ടുവരുന്നു. അതുപോലെ തന്നെ ഗേറ്റിന്റെ എക്സാം, ഗ്രാജുവേറ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എക്സാം, അത് ടെസ്റ്റ് ഇൻ എഞ്ചിനീയറിംഗ്. അപ്പൊ അത് എഴുതിയവർക്കറിയാം, അതിൽ 20% മാർക്ക് അല്ലെങ്കിൽ ഏകദേശം 15 മാർക്കോളം, ആ ഒരു 15 to 20 നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി എന്ന് വരുന്നു. ഞാൻ ഈ പറഞ്ഞ എക്സാം എല്ലാം ഇന്ന് ഇന്ത്യയിൽ നടത്തുന്ന ഏറ്റവും ടോപ്പ് ലെവൽ എക്സാംസ് ആണ്. മറ്റ് കുറെ എൻട്രൻസ് എക്സാം ഉണ്ട്, കാറ്റ് പോലെയും മാറ്റ് പോലെയും മറ്റ് എൻട്രൻസ് എക്സാംസ്. അപ്പൊ അത് ജോലിക്ക് വേണ്ടിയിട്ടല്ല, കോഴ്സിന് വേണ്ടിയിട്ടാണ്. ഞാൻ പറഞ്ഞ ഈ ഗേറ്റ്, എഞ്ചിനീയറിംഗ് സർവീസ്, സിവിൽ സർവീസ്, എക്കണോമിക് സർവീസ്, ഫോറസ്റ്റ് സർവീസ് തുടങ്ങിയ എക്സാംസ് എല്ലാം ജോബിന് വേണ്ടിയിട്ടാണ്. നമ്മളൊരു ഹയർ അതോറിറ്റിയായി മാറാൻ വേണ്ടിയിട്ടുള്ള എക്സാംസ് ആണ്. അപ്പൊ അതിലെല്ലാം ഈ മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി ഉണ്ട്. പക്ഷെ അവിടെ ചോദിക്കുന്ന മാത്സ് എന്ന് പറയുന്നത് കൂടുതലും അനലിറ്റിക്കൽ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. കാൽക്കുലേഷൻ കുറവായിരിക്കും. ഓക്കെ, അത് മനസ്സിലാക്കുക. പക്ഷെ കോൺസെപ്റ്റ് ഒക്കെ സെയിം ആണ്, നമ്മൾ പഠിക്കുന്ന കോൺസെപ്റ്റ് സെയിം ആണ്. ലെവൽ കുറച്ച് മാറുന്നു എന്നേ ഉള്ളൂ. ഈ ഹയർ അതോറിറ്റിയിലേക്ക് പോകാൻ ആവശ്യമായിട്ടുള്ള എക്സാംസ്, ആ എക്സാംസിൽ ലെവൽ കുറച്ച് മാറുന്നു എന്നുള്ളൂ. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ഈ പറയുന്ന ഹയർ ലെവൽ എക്സാമിനെ കുറിച്ച് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ സൂചിപ്പിക്കാനുള്ള മറ്റൊരു കാര്യം, നമുക്കറിയാം റെയിൽവേ സർവീസ് എക്സാം ഉണ്ട്. അത് അടുത്ത വർഷം തൊട്ട് പ്രാബല്യത്തിൽ വരും എന്നുള്ള സൂചനകൾ ഇപ്പോഴുണ്ട്, IRMSന്റെ എക്സാംസ്. അപ്പൊ അതിലും റെയിൽവേ സർവീസ് എക്സാമിലും ഈ ഒരു റിഫ്ലക്ഷൻ ഉണ്ടാവും. മാത്സിന്റെ അല്ലെങ്കിൽ മെന്റൽ എബിലിറ്റിയുടെ റിഫ്ലക്ഷൻ ഉറപ്പായും ഉണ്ടാവും. ഓക്കെ, അപ്പൊ നമുക്കിത് ഈ പറയുന്ന ടോപ്പിക് അൺഅവോയ്ഡബിൾ ആണ്, ഒരു എക്സാമിൽ നിന്നും മാറ്റി നിർത്താൻ പറ്റാത്തൊരു ടോപ്പിക്കാണ്. അപ്പൊ ഇതൊന്നും നിങ്ങൾ ഭംഗിയായിട്ട് പഠിച്ചാൽ എല്ലാ എക്സാമിലും നമുക്കിത് ഉപകാരപ്രദമാണ്. ആ ഒരു മെത്തഡോളജിയിലാണ് നമ്മൾ വരുന്ന ക്ലാസ്സുകൾ അല്ലെങ്കിൽ ഇത് ഈ ഒരു കോഴ്സിലെ ഓരോ ക്ലാസ്സുകളും ഡീൽ ചെയ്യുന്നത്. അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കുക. ഞാനിങ്ങനെ തുടർച്ചയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, ഈ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ കമന്റ് ചെയ്യുക. അപ്പൊ ഡിസ്കഷൻ ആകുമ്പോഴേ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പറ്റുള്ളൂ. ചിലപ്പോൾ ഈ നിങ്ങൾ കമന്റ് ചെയ്യുന്ന ഒരു പോയിന്റ് ആയിരിക്കാം വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഒരു പോയിന്റ്, ഞാൻ ചിലപ്പോൾ വിട്ടുപോയ പോയിന്റ് ആയിരിക്കാം. അപ്പൊ അതിനെക്കുറിച്ച് നിങ്ങളുടെ അറിവ് തരാൻ എനിക്ക് കഴിയും. ആ ഒരു പോയിന്റ് നിങ്ങൾ തരികയാണെങ്കിൽ അത് ലിങ്ക് ചെയ്തുകൊണ്ട് കൂടുതൽ നോളജ് അതുമായിട്ട് ബന്ധപ്പെടുത്തി എനിക്ക് തരാൻ കഴിയും. അല്ലാത്ത പക്ഷം ഞാൻ ആ ഒരു പോയിന്റ് വിട്ടുപോകും. ഓക്കെ, കൂടെ ഞാൻ എക്സ്പെക്ട് ചെയ്യാണ്. ഓക്കെ, അടുത്ത സൈഡിലേക്ക് പോകും. നോക്കൂ, ഇതൊരു ആവറേജ് സെൻട്രൽ ഗവൺമെന്റ് എക്സാം അല്ലെങ്കിൽ CHSL ചോദിക്കാൻ പറ്റുന്ന ഒരു സിലബസ് ആണ് നിങ്ങളുടെ ഈ സ്ലൈഡിൽ കാണുന്നത്. അപ്പൊ ഈ സിലബസിനെ നമുക്ക് 4ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഒന്ന് ജനറൽ ഇന്റലിജൻസ്, മറ്റൊന്ന് അവയർനെസ്, മൂന്നാമത്തത് അതായത് നാലാമത്തത് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോംപ്രഹെൻഷൻ. അപ്പൊ ഇതിൽ നമുക്ക് 2 മാറ്റി നിർത്താം. ഒന്ന് അവയർനെസ്, മറ്റൊന്ന് ഇംഗ്ലീഷിന് വെയിറ്റേജ് ഉണ്ട്. ഈ പറയുന്ന 4 ഈക്വൽ വെയിറ്റേജ് ആണ്. ഇപ്പോ റെയിൽവേ എക്സാമിന് വരുമ്പോ മാറ്റാം,
നമുക്കൊരു ആവറേജ് കേസിൽ പറഞ്ഞാൽ 25 അങ്ങനെ 25% നാലായിട്ട് ഒരു ആവറേജ് കേസ് സ്റ്റഡിയാണ്. അപ്പോൾ എന്താണ് ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗിൽ വരുന്ന ടോപ്പിക്സ് എന്ന് നിങ്ങൾക്ക് പറ്റുന്നുണ്ട്. ഇത്തരം എക്സാം ഈ ഗ്രൂപ്പ് ബി ഗ്രൂപ്പ് സി എക്സാം ഉണ്ടല്ലോ, അതിൽ ജനറൽ സയൻസിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഒരു 10-12ഓളം ചോദ്യങ്ങൾ ജനറൽ സയൻസിലേക്ക് പോയി. ബാക്കി ഒരു 13 ചോദ്യമാണ് നിങ്ങളുടെ മറ്റ് ഹ്യൂമാനിറ്റി സബ്ജക്ട് മുഴുവനും നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. അപ്പൊ നിങ്ങൾ അത് ഫോക്കസ് ചെയ്യണം. ഏതിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്? കട്ട് ഓഫ് എന്തായാലും ഒരു 80 85 ആ ഒരു റേഞ്ചിലായിരിക്കും കട്ട് ഓഫ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഒരു 50% 60% നമ്മൾ ഇന്ന് ഡീൽ ചെയ്യുന്ന മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റിയിലേക്ക് പോയി കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ടോട്ടൽ മാർക്കിന്റെ സിംഹഭാഗം മേജർ ഷെയർ എന്തിലേക്ക് പോയി? മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റിയിലേക്ക് പോയി. പിന്നെ ഉള്ളത് ഞാൻ ഈ പറഞ്ഞ ജനറൽ അവയർനെസ്, അതിന്റെ അകത്ത് മേജർ പോർഷൻ സയൻസിലേക്ക്, ജനറൽ സയൻസിലേക്ക് പോയി. ഓക്കെ, പിന്നെയുള്ള 25% ആണ് ഇംഗ്ലീഷ്. അപ്പൊ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇംഗ്ലീഷിലായതുകൊണ്ട് മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റിയുടെ ചോദ്യങ്ങൾ ഡീൽ ചെയ്യാൻ പാടല്ലേ എന്നുള്ളൊരു ചോദ്യം നിങ്ങൾക്ക് ഉണ്ടാകാം. പലർക്കും അത് ഫേസ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മുടെ ഈ സമയവും നമ്മൾ ഈ ചോദ്യം വായിച്ചെടുക്കുന്ന സമയവും അത് കാൽക്കുലേറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയവും തമ്മിൽ ബന്ധമുണ്ട്. എത്രയും പെട്ടെന്ന് ചോദ്യം മനസ്സിലാക്കിയാൽ അത്രയും പെട്ടെന്ന് നമുക്ക് ആൻസറിലേക്ക് പോവാം. ചോദ്യത്തിൽ അവ്യക്തത ഉണ്ടെങ്കിൽ നമ്മുടെ ആൻസർ ചെയ്യാനുള്ള സമയം കൂടി വരും. അത് നമ്മുടെ ഓവറോൾ കട്ട് ഓഫിനെ ബാധിക്കും, നമ്മുടെ മാർക്കിനെ ബാധിക്കും, നമ്മുടെ ജോലിയെ ബാധിക്കും. അപ്പോൾ അതിനൊരു ഗുണപരമായ മാറ്റമാണ്, ചേഞ്ച് ആണ് സെൻട്രൽ ഗവൺമെന്റ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. റീജിയണൽ ലാംഗ്വേജിൽ കൂടെ എക്സാംസ് നടത്താം എന്നുള്ളതാണ്. നമ്മുടെ കേരളത്തിലെ ആവറേജ് സ്റ്റുഡന്റ് എടുക്കുമ്പോൾ അവർക്ക് മലയാളത്തിൽ ഇത്തരം മാത്സിലെ പ്രോബ്ലംസ് അല്ലെങ്കിൽ റീസണിങ്ങിലെ പ്രോബ്ലംസ് കണ്ടാൽ വളരെ പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ കഴിയും. അപ്പോൾ ആ ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കുന്നത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് റീജിയണൽ ലാംഗ്വേജിലാണെങ്കിൽ, മാതൃഭാഷ മലയാളം ആയതുകൊണ്ട് നമ്മൾ എല്ലാവരും മനസ്സിലാക്കുന്നത്, അതായത് ഒരു ഭൂരിപക്ഷം കുട്ടികളും മനസ്സിലാക്കുന്നത് നമ്മുടെ ഭാഷയിലാണ്, മലയാളത്തിലാണ് നമ്മൾ ചിന്തിക്കുന്നത്, മലയാളത്തിലാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ മലയാളത്തിൽ റീജിയണൽ ലാംഗ്വേജിലൂടെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുള്ളൂ, കോൺസെപ്റ്റ് പഠിക്കുക, ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കുക ഈസിയാണ്. കാരണം നമ്മുടെ ലാംഗ്വേജിലൂടെ ക്വസ്റ്റ്യൻ ഉണ്ട്. മലയാളം അറിഞ്ഞൂടാത്തവർക്ക് ഇംഗ്ലീഷിൽ നോക്കാം. ഓക്കെ, അപ്പൊ അങ്ങനെ അതുകൂടെ ഉള്ളത് കൊണ്ട് ഗുണപരമായൊരു കാര്യമാണെന്ന് ഞാൻ നോട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങളത് നോട്ട് ചെയ്യുക. ഓക്കെ, നോക്കൂ, ജനറൽ ഇന്റലിജൻസിൽ എന്തൊക്കെ ടോപ്പിക്സ് ഉണ്ടെന്ന് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. അതിലൊരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന ടോപ്പിക് ഉണ്ട്. ഈ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ അത് ലെറ്ററുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള, അതായത് ആൽഫബറ്റ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. ഒരു ഗ്രൂപ്പായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നതുണ്ട്. അതുപോലെ തന്നെ ഒരു നമ്പർ കാറ്റഗറി, നമ്പർ സീരീസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നതുണ്ട്. അങ്ങനെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്. അനലോഗി എന്ന് പറയാം. ഈക്വൽ ആയിട്ടുള്ള അല്ലെങ്കിൽ സെയിം ആയിട്ടുള്ള ഒന്ന് എന്നുള്ള അർത്ഥത്തിൽ, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒന്ന് അർത്ഥത്തിൽ അനോളജീസ് ഉണ്ട്. കോഡിങ്, ഡീകോഡിങ്, ഒരു നമ്പറിനെ ലെറ്ററാക്കി ലെറ്ററിനെ നമ്പറാക്കി മാറ്റുന്നത്. പിന്നെ പസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ഫിഗറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില ലൈൻസും സ്ക്വയറും സർക്കിളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ചില നമ്പർ മിസ്സിംഗ് ആയിരിക്കും. അപ്പൊ അത്തരം പസിലുകൾ, അല്ലെങ്കിൽ ചില ലൈൻസ് മിസ്സിംഗ് ആയിരിക്കും, ജോമെട്രി മിസ്സിംഗ് ആയിരിക്കും. ഓക്കെ, മാട്രിക്സ് അഡ്വാൻസ്ഡ് ടോപ്പിക്കാണ്. മാട്രിക്സ് കഴിഞ്ഞ കാല ചോദ്യങ്ങളിൽ കണ്ടിട്ടില്ല. നമുക്ക് തീർച്ചയായും മെട്രിക്സ് ഡീൽ ചെയ്യാം. മെട്രിക്സ് ഒരു ലീനിയർ അൽജിബ്രയ്ക്കകത്ത് വരുന്ന ഒരു ടോപ്പിക്കാണ് മെട്രിക്സ്. അതുപോലെ വേർഡ് ഫോർമേഷൻ, വെൻ ഡയഗ്രം നിങ്ങൾ കേട്ടിട്ടുണ്ട്. വെൻ ഡയഗ്രം നിങ്ങൾ മാത്സിൽ ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടായിരിക്കാം. +2 മാത്സ് ഒക്കെ പഠിച്ചിട്ടുള്ളവർ ഉറപ്പായും പഠിച്ചിട്ടുണ്ടായിരിക്കും. അല്ലാത്തവർ 10ാം ക്ലാസ്സിലെ NCERT ടെക്സ്റ്റ് ബുക്ക് നോക്കിയാൽ നിങ്ങൾക്ക് വെൻ ഡയഗ്രം കാണാൻ പറ്റും. വെൻ ഡയഗ്രം, ഇന്റർസെക്ഷൻസ്, യൂണിയൻ തുടങ്ങിയ കാര്യങ്ങൾ വരുന്ന ഒരു ഏരിയ. സെറ്റ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് സബ്ജക്റ്റ് ഉണ്ട്, അതിനകത്ത് വെൻ ഡയഗ്രം നിങ്ങൾ ഡീൽ ചെയ്തിട്ടുണ്ടായിരിക്കും. അല്ലാത്തവർ റീസണിങ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ വെൻ ഡയഗ്രം കണ്ടിട്ടുണ്ടായിരിക്കും. അതൊരു കോമൺ കാര്യമാണ് വെൻ ഡയഗ്രം. ഇപ്പോൾ 40% പേര് മാത്സിന് ജയിച്ചു, 50% പേര് ഇംഗ്ലീഷിന് ജയിച്ചു, 10% ഇംഗ്ലീഷിന് മാത്സിന് ജയിച്ചു എങ്കിൽ നമുക്ക് വെൻ ഡയഗ്രം വരച്ച് അതിനകത്ത് ഇംഗ്ലീഷ് മാത്രം ജയിച്ചവർ എത്രയാണ്, മാത്സ് മാത്രം ജയിച്ചവർ എത്രയാണെന്നുള്ള ഒരു പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ അതാണ് വെൻ ഡയഗ്രമായിട്ട് ബന്ധപ്പെടുത്തി പറയാവുന്നത്. അതുപോലെ ഡയറക്ഷൻ, സെൻസ്, ഡിസ്റ്റൻസ്. ഇപ്പൊ ഒരാള് സൗത്തിലേക്ക് ഇത്ര കിലോമീറ്റർ പോയി, നോർത്തിലേക്ക് ഇത്ര കിലോമീറ്റർ പോയി, ഇപ്പൊ അയാളുടെ പൊസിഷൻ എവിടെയാണ്, അത്തരം ചോദ്യങ്ങൾ. ബ്ലഡ് റിലേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇപ്പൊ ഈ ഫോട്ടോ കാണുന്ന, അല്ലെങ്കിൽ
ഈ ചിത്രത്തിൽ കാണുന്ന വ്യക്തിയുടെ അച്ഛന്റെ സഹോദരന്റെ മകനാണ് അതിനടുത്ത് നിൽക്കുന്നത് എങ്കിൽ ഈ അടുത്ത് നിൽക്കുന്ന രണ്ടുപേരും തമ്മിലുള്ള ബന്ധം എന്താണ്, റിലേഷൻ എന്താണ്? അപ്പൊ അത്തരം ചോദ്യങ്ങൾ ബ്ലഡ് റിലേഷനിനകത്ത് വരാം. പിന്നെ സീരീസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പൊ അതിനകത്ത് നമ്പർ സീരീസ്, ലെറ്റർ സീരീസ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, അരിത്തമെറ്റിക് സീരീസ്, ജോമെട്രിക്കൽ സീരീസ്. അപ്പൊ അതിന്റെ ഒരു റിഫ്ലക്ഷൻ ആണ് സീരീസിനകത്ത് വരുന്നത്. മൾട്ടിപ്പിൾ സീരീസ് ഉണ്ട്, സീരീസിനകത്ത് സീരീസ് വരാം. അപ്പോൾ സീരീസ് എന്ന് പറഞ്ഞാൽ രണ്ട് നമ്പേഴ്സ്, അഡ്ജസ്റ്റന്റ് ആയിട്ടുള്ള രണ്ട് നമ്പേഴ്സ് തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്, അല്ലെങ്കിൽ അഡ്ജസ്റ്റന്റ് ആയിട്ടുള്ള രണ്ട് ലെറ്റേഴ്സ് തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്, അല്ലെങ്കിൽ ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ലെറ്റേഴ്സോ നമ്പേഴ്സോ ആയിട്ട് ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. അത്തരം റിലേഷൻഷിപ്പിൽ ഫോം ആകുന്ന അതാണ് നമ്പർ സീരീസ് അല്ലെങ്കിൽ ലെറ്റർ സീരീസ്. ഇനി നമ്പർ സീരീസും ലെറ്റർ സീരീസും മിക്സ് ചെയ്ത് വരാം, മിക്സഡ് സീരീസ് വരാം. അപ്പൊ അത്തരം ചോദ്യങ്ങളും ഇന്റലിജൻസ് അല്ലെങ്കിൽ റീസണിങ് എന്ന് പറയുന്ന ടോപ്പിക്കിനകത്തുണ്ട്. പിന്നെ ഉള്ളത് വെർബൽ റീസണിങ് ആണ്. വെർബൽ റീസണിങ്ങിനകത്ത് ചില ഇംഗ്ലീഷ് വേർഡ്സ് വരാം. അപ്പൊ അതിന്റെ മീനിങ് അറിഞ്ഞിരിക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വൊക്കാബുലറി കൂടെ അറിയേണ്ടി വരും. നോൺ വെർബൽ റീസണിങ്ങിൽ ആ വൊക്കാബുലറി അറിയേണ്ട ആവശ്യമില്ല. അതിനകത്ത് നമ്പേഴ്സ് ആയിരിക്കും നോൺ വെർബൽ റീസണിങ്ങിനകത്ത്. ക്രിട്ടിക്കൽ തിങ്കിങ്, അതിനകത്ത് ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ വരാം, പിന്നെ സീറ്റിംഗ് അറേഞ്ച്മെന്റ് വരാം, അങ്ങനെയുള്ള ചോദ്യങ്ങൾ. ഇമോഷണൽ ആൻഡ് സോഷ്യൽ ഇന്റലിജൻസ്, അപ്പൊ അത് കോംപ്രഹെൻഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഇമോഷണൽ ആൻഡ് സോഷ്യൽ ഇന്റലിജൻസിനകത്ത് വരുന്ന കോംപ്രഹെൻഷൻ. നിങ്ങൾ ഈ CSAT കോംപ്രഹെൻഷൻ ഒരു പാസേജ് തന്നിട്ട് അതിനകത്തുള്ള കാര്യങ്ങൾ ആൻസർ ചെയ്യുക എന്നുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. അതുപോലെ തന്നെ ഇമോഷണൽ ആകത്ത് നിങ്ങൾ ഇമോഷണൽ ഇന്റലിജൻസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങളും ഉണ്ടാകാം. പക്ഷെ ഇതിന്റെയൊക്കെ വെയിറ്റേജ് ഉണ്ട്, ഇമ്പോർട്ടൻസ് ഉണ്ട്. ഞാൻ ഈ പറയുന്ന ടോപ്പിക്സുകളിലെല്ലാം ഇമ്പോർട്ടന്റ് ടോപ്പിക് ഏത്, അൺഇമ്പോർട്ടന്റ് ടോപ്പിക് ഏത് എന്നുള്ളതുണ്ട്. അതിനെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്താൽ മാത്രമേ അതിൽ ഇമ്പോർട്ടന്റ് ഏത് അൺഇമ്പോർട്ടന്റ് ഏതെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഒരു ഒറ്റ ക്ലാസ് കൊണ്ട് നമുക്ക് ഇതെല്ലാം പഠിക്കാൻ പറ്റില്ല. ഞാൻ പറയുന്നത് ഒരു ഓവറോൾ ഐഡിയ ആണ്, നിങ്ങളത് മനസ്സിലാക്കുക. ഓക്കെ, ഇതൊക്കെയാണ് പഠിക്കാനുള്ളത് എന്നുള്ളത്. ഇതെന്താണെന്ന് നിങ്ങൾ ഇപ്പോൾ മൊത്തം പറയാൻ പറ്റില്ല. ഇതിന്റെ ഒരു രൂപം, ഇതിന്റെ ഒരു സ്ട്രക്ചർ എന്താണെന്നുള്ളതാണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ ഈ റീസണിങ്ങിനകത്ത് ബ്ലഡ് റിലേഷൻഷിപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വെൻ ഡയഗ്രം ഇമ്പോർട്ടൻ്റ് ആണ്, സീരീസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനൊക്കെ നമ്മൾ പ്രൈമറി ഇമ്പോർട്ടൻസ് കൊടുക്കും. എല്ലാ സബ്ജക്റ്റ് എടുക്കുമ്പോഴും അതിനകത്ത് ചില ടോപ്പിക്കുകൾ, ചില സബ് ടോപ്പിക്കുകൾ അതിന് പ്രൈമറി ഇമ്പോർട്ടൻസ് ഉണ്ട്, ചിലതിന് സെക്കൻഡറി ഇമ്പോർട്ടൻസ് ഉണ്ട്, ചിലതിന് ടെറഷറി ഇമ്പോർട്ടൻസ് ഉണ്ട്. എന്തുകൊണ്ട് അങ്ങനെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു? മാത്സിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ആ പ്രൈമറി ടോപ്പിക്കുകളുടെ റോള് മറ്റ് സബ് ടോപ്പിക്കുകളിൽ ഈ പ്രൈമറി ടോപ്പിക്സുകൾ സ്വാധീനം ചെലുത്തുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ ഹിസ്റ്ററി ഡീൽ ചെയ്യുമ്പോൾ അതിൽ മോഡേൺ ഹിസ്റ്ററിക്ക് വലിയ ഇമ്പോർട്ടൻസ് ആണ്. അതുപോലെ തന്നെ അതിനകത്ത് നാഷണൽ മൂവ്മെന്റിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. എന്തുകൊണ്ട് നാഷണൽ മൂവ്മെന്റ് ഇമ്പോർട്ടൻസ് കൊടുക്കുമെന്ന് ചോദിച്ചാൽ ഈ നാഷണൽ മൂവ്മെന്റ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ്. മറ്റു കാര്യങ്ങൾ അറിഞ്ഞില്ല എങ്കിലും എസെൻഷ്യൽ ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് നാഷണൽ മൂവ്മെന്റ്. കാരണം നമ്മുടെ രാജ്യത്തിന്റെ ഇന്റഗ്രേഷന്റെ, നമ്മുടെ രാജ്യത്ത് ഇന്റഗ്രേറ്റ് ചെയ്ത് പോകാൻ ആവശ്യമായിട്ടുള്ള ചില ഘടകങ്ങൾ, ചില വസ്തുതകൾ നാഷണൽ മൂവ്മെന്റിൽ നിന്ന് നമുക്ക് കിട്ടും. അപ്പൊ നമ്മളെ മോറലി സ്വാധീനിക്കാൻ കഴിയുന്ന ഒന്നാണ്. അതുകൊണ്ടാണ് നമ്മളത് കൂടുതൽ പഠിക്കുന്നത്. അപ്പൊ എല്ലാ സബ് ടോപ്പിക്ക് പഠിക്കുന്നതിനകത്തും ഒരു ഉദ്ദേശമുണ്ട്. അപ്പൊ നിങ്ങളൊരു ജോലിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ ജോലിയുമായി ബന്ധപ്പെടുത്താവുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ പ്രതീക്ഷിക്കണം. അപ്പൊ അനലിറ്റിക്കൽ ടൈപ്പ് ഓഫ് ചോദ്യങ്ങൾ കൂടുതൽ UPSC എക്സാമിൽ വരുന്നതിന്റെ പ്രധാന റീസൺ എന്താണ്? നിങ്ങൾ പോളിസി മേക്കേഴ്സ് ആണ് ആയി മാറുന്നത്, നിങ്ങൾ ഡിസിഷൻ മേക്കേഴ്സ് ആയി മാറുന്നു. അപ്പൊ നിങ്ങൾ വിഷണറി ആയിട്ട് മാറുന്നു. അതിനെ ഒരു പേര് തന്നെ ഉണ്ട്, ഇമാജിനീറിംഗ് എന്ന് പറയും. ഇമാജിനീറിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇമാജിൻ ദ ഫ്യൂച്ചർ ആൻഡ് എഞ്ചിനീയേഴ്സ് ഇറ്റ് ബാക്ക് ടു ദ റിയാലിറ്റി. നിങ്ങൾ എന്താണ് ഇമാജിൻ ചെയ്യുന്നത്, അതിനെ റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നുണ്ടോ? അപ്പൊ അത് അനാലിസിസ് ഇല്ലാതെ നിങ്ങൾക്ക് കഴിയില്ല. ഒരു ഡീറ്റെയിൽ അനാലിസിസ് അത്യാവശ്യമാണ്. ആ അനാലിസിസ് ആണ് ചെക്ക് ചെയ്യുന്നത് ഈ പറയുന്ന ക്വസ്റ്റ്യനിലൂടെ അല്ലെങ്കിൽ ഒരു ടോപ്പിക്കിലൂടെ. നിങ്ങളിപ്പോ കോംപ്രഹെൻഷനിൽ നോക്കൂ, അതൊരു പാസേജ് തന്നിട്ട് അതിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കും, എന്നിട്ട് നിങ്ങൾ ആൻസർ ചെയ്യാൻ പറയും. നിങ്ങൾ വിചാരിക്കും ഒരു സാധാരണ ഒരു കഥയോ ഒരു സ്റ്റോറിയോ എന്തൊക്കെ ആയിരിക്കും ചോദ്യമൊന്നും. ഒരിക്കലും ആയിരിക്കില്ല. UPSC സിവിൽ സർവീസ് എക്സാമിലേക്ക് പോയാൽ ആ കോംപ്രഹെൻഷൻ ഹിസ്റ്ററിയിലെ ഏതെങ്കിലും ഒരു പാസേജ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു നാഷണൽ മൂവ്മെന്റുമായിട്ട് ബന്ധപ്പെടുത്തി, അല്ലെങ്കിൽ ജോഗ്രഫിയിലെ ഏതെങ്കിലും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആർട്ടിക്കിളിന്റെ ഒരു ഭാഗമായിരിക്കും. അപ്പൊ ആ പാസേജിന് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്, പാസേജിന് ഒരു സിഗ്നിഫിക്കൻസ് ഉണ്ട്. വെറുതെ ചോദ്യം ചോദിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പാസേജ് ആയിരിക്കില്ല. അപ്പൊ ഓരോ ചോദ്യത്തിനും നിങ്ങളുടെ ജോലിയുമായി ബന്ധപ്പെടുത്തി
അല്ലെങ്കിൽ ബന്ധമുണ്ടെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അപ്പൊ ഇത്രയാണ് എനിക്ക് റീസണിങ് അല്ലെങ്കിൽ ജനറൽ ഇന്റലിജൻസിനകത്ത് ചൂണ്ടിക്കാണിക്കാനുള്ളത്. മറ്റൊന്ന് ജനറൽ അവയർനെസിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല, അതിനെക്കുറിച്ച് നിങ്ങൾ ഓൾറെഡി ഡിസ്കസ് ചെയ്യും അടുത്ത ക്ലാസ്സിൽ, അല്ലെങ്കിൽ ഇന്നലെ ഓറിയന്റേഷനിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും. എനിക്ക് ഫോക്കസ് ചെയ്യാനുള്ള രണ്ട് കാര്യങ്ങളാണ്, ഒന്ന് ഈ റീസണിങ്, മറ്റൊന്ന് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് നോക്കൂ, അതിനകത്ത് നിങ്ങൾ സിംപ്ലിഫിക്കേഷൻസ് പഠിക്കണം, ഇൻട്രസ്റ്റ് പഠിക്കണം, ആവറേജ് പഠിക്കണം, പെർസെന്റ്, ഇതെല്ലാം നിങ്ങൾ ലോവർ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ. പെർസെന്റേജ്, റേഷ്യോ പ്രപ്പോർഷൻ, പ്രോബ്ലംസ് ഓൺ ഏജ്, ഡിസ്റ്റൻസ്, ടൈം, നമ്പർ സിസ്റ്റം, മെൻസറേഷൻ എന്ന് പറഞ്ഞ ജോമെട്രിയുമായിട്ട് ബന്ധപ്പെടുത്തി ചോദിക്കാം. ജോമെട്രിക്കൽ ഫിഗേഴ്സ് ആണ്, അതാണ് മെൻസറേഷൻ. വോളിയം, ഏരിയ, പെരിമീറ്ററുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള ചോദ്യങ്ങൾ. എന്നിട്ട് അതിൽ ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ ചോദിക്കാം. ടൈം ആൻഡ് വർക്ക് ചോദിക്കാം. അൽജിബ്രയുമായി ബന്ധപ്പെടുത്തിയുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. അതായത് ഞാൻ പറയുന്ന അൽജിബ്രയ്ക്കകത്ത് ഇക്വേഷൻസ് ഉണ്ടാകാം, ഇക്വേഷൻസ് സോൾവ് ചെയ്യണം, എക്സിന്റെയും വൈയുടെയും വാല്യൂ കണ്ടുപിടിക്കണം, അങ്ങനെയുള്ള അൽജിബ്രൈക് ഇക്വേഷൻ, ഇക്വാലിറ്റീസ്, അത്തരം ചോദ്യങ്ങൾ. ട്രിഗണോമെട്രി നിങ്ങൾക്കറിയാം, സൈൻ കൊസൈൻ ഒക്കെ വരുന്ന ട്രിഗണോമെട്രി, അതിന്റെ സീരീസ്, അതിന്റെ ട്രിഗണോമെട്രി തന്നെ അൽജിബ്രയുണ്ട്, ട്രിഗണോമെട്രിക്കകത്ത് തന്നെ അൽജിബ്രയുണ്ട്. ജോമെട്രിയായിട്ട് ബന്ധപ്പെടുത്തിയുള്ള ചോദ്യങ്ങൾ, ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസ് ഒക്കെ ഈ ജോമെട്രിക്കകത്താണ് വരുന്നത്. അപ്പൊ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് നിങ്ങൾ രണ്ടായിട്ട് തരംതിരിക്കണം. ഒന്ന് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിന്റെ ഫസ്റ്റ് ലെവൽ, രണ്ട് അഡ്വാൻസ്ഡ് ലെവൽ. അഡ്വാൻസ്ഡ് ലെവൽ എന്ന് പറയുമ്പോൾ അതിനകത്ത് വരുന്നത് ജോമെട്രി, മെട്രിക്സ്, ട്രിഗണോമെട്രി, അൽജിബ്ര, കോർഡിനേറ്റ് ജോമെട്രി, ഇതൊക്കെയാണ് അഡ്വാൻസ്ഡ് ലെവലിനകത്ത് വരുന്നത്. ഫസ്റ്റ് ലെവൽ എന്ന് പറയുമ്പോൾ അതിനകത്ത് മെൻസറേഷൻ, ഡിസ്റ്റൻസ്, ടൈം, പ്രോബ്ലംസ് ഓൺ ഏജ്, റേഷ്യോ പ്രപ്പോർഷൻ, പെർസെന്റേജ്, ആവറേജ് തുടങ്ങിയവയാണ് ഫസ്റ്റ് ലെവലിനകത്ത് വരുന്നത്. ഞാൻ ഇതിലാണ് നിങ്ങളോട് ഫോക്കസ് ചെയ്യാൻ പറഞ്ഞത്. ഈ റേഷ്യോ പ്രപ്പോർഷൻ ആൻഡ് പെർസെന്റേജ്, ഇത് രണ്ടും നിങ്ങൾ ഫോക്കസ് ചെയ്യണം. ഇത് രണ്ടും ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലുള്ള എല്ലാ പ്രോബ്ലംസും നമുക്ക് സോൾവ് ചെയ്യാൻ കഴിയും. അപ്പൊ എന്തൊക്കെയാണ് ഫോക്കസ് ചെയ്യേണ്ടത്? റേഷ്യോ പ്രപ്പോർഷൻ ആൻഡ് പെർസെന്റേജ്, ഈ രണ്ട് ടോപ്പിക്സ് നിങ്ങൾ ഫോക്കസ് ചെയ്യണം. ഈ രണ്ട് ടോപ്പിക്സിന്റെ ഡെഫിനിഷനും അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കോൺസെപ്റ്റ് അറിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ ടോപ്പിക്സും നിങ്ങൾക്ക് ഡീൽ ചെയ്യാം. ഈ പെർസെന്റേജിന്റെ തുടർച്ചയാണ് ഇൻട്രസ്റ്റ്. ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസ് കൂടെ ഉണ്ട് കേട്ടോ. പ്രോഫിറ്റ് ആൻഡ് ലോസ് ഇതെല്ലാം പെർസെന്റേജിന്റെ, പാർട്ട്ണർഷിപ്പ്, ഡിസ്കൗണ്ട്, ഇതെല്ലാം പെർസെന്റേജിന്റെ തുടർച്ചയാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഈ ഒരു സ്ലൈഡിൽ പറയാനുള്ളത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ഓക്കെ അല്ലേ? ഇത് വെർബൽ റീസണിങ്, നോൺ വെർബൽ റീസണിങ്ങുമാണ്. ഇത് CGL ചോദിക്കാം, RRBയിലും ചോദിക്കാം, ബാങ്കിൽ ചോദിക്കാം. എന്താണ് വെർബൽ റീസണിങ്, എന്താണ് നോൺ വെർബൽ റീസണിങ്? നോക്കൂ, നോൺ വെർബൽ റീസണിങ്ങിനകത്ത് വരുന്ന നോക്കൂ, അതെല്ലാം മാത്സ് ഓറിയന്റഡ് ആണ്. പേപ്പർ കട്ടിങ്, എംബഡഡ് ഫിഗേഴ്സ്, ഫിഗർ ഫോർമേഷൻ, ഫിഗർ സീരീസ്, നമ്പർ സീരീസ് വരാം, ക്യൂബ് ആൻഡ് ഡൈസ്, മിറർ ഇമേജ്, വാട്ടർ ഇമേജ് വരാം. മിറർ ഇമേജ് മാത്രമല്ല, വാട്ടർ ഇമേജ് കൂടെ വരാം. വാട്ടർ ഇമേജ്, ഈ മിറർ ഇമേജും വാട്ടർ ഇമേജും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇവിടെ കാണുമ്പോൾ വാട്ടർ ഇമേജ് ഇങ്ങനെ കാണുകയാണെങ്കിൽ അത് മിറർ ഇമേജ്. നമ്മളൊരു മരം നിൽക്കുമ്പോൾ പോണ്ടിൽ നോക്കിയാൽ കിട്ടുന്നത് വാട്ടർ ഇമേജ്. ഒന്നാമത്തത് മിറർ ആണ് കേട്ടോ. ഇത് മിറർ ഇമേജ്, ഇത് വാട്ടർ ഇമേജ്. വാട്ടർ ഇമേജ് ഇങ്ങനെ ആയിരിക്കും കിട്ടുന്നത് അല്ലെ? ഓക്കെ, മിറർ ഇമേജ് ആൻഡ് വാട്ടർ ഇമേജ്, പാറ്റേൺ കംപ്ലീഷൻ, കണ്ടിന്യൂയിങ് ഓഫ് ഫിഗേഴ്സ്. നിങ്ങൾക്ക് ഇത് NDA നാഷണൽ ഡിഫൻസ് അക്കാഡമി നടത്തുന്ന എല്ലാ എക്സാമിലും ഇത് കാണും. UPSCയുടെ കമ്പൈൻഡ് ഡിഫൻസ് സർവീസിൽ നിങ്ങൾക്ക് ഇത് കാണും, ഈ ടോപ്പിക്സ് എല്ലാം കാണും. ഇനി നിങ്ങൾ SSB എക്സാമിന് പോയാൽ, സ്റ്റാഫ് സെലക്ഷൻ ബോർഡിന്റെ എക്സാം, നിങ്ങൾക്ക് +2 കഴിഞ്ഞിട്ടോ ഡിഗ്രി കഴിഞ്ഞിട്ടോ ഈ SSBയുടെ എക്സാമിന് പോവാം. നേവിക്കും എയർഫോഴ്സിനും മറ്റ് ആംഡ് ഫോഴ്സിനൊക്കെ SSB എക്സാം നടത്താറുണ്ട്. അപ്പൊ അതിലെല്ലാം നിങ്ങൾക്ക് ഈ റീസണിങ് കാണാം. വെർബൽ റീസണിങ്ങും നോൺ വെർബൽ റീസണിങ് കാണാൻ പറ്റും. വെർബലിലേക്ക് വന്നാൽ ആൽഫബറ്റ് അനോളജി, അരിത്തമെറ്റിക് റീസണിങ്, ബ്ലഡ് റിലേഷൻഷിപ്പ്, ക്ലാസിഫിക്കേഷൻ, കോഡിംഗ്, ഡിക്കോഡിംഗ്, ഡിസ്റ്റൻസ്, സില്ലോജിസം, പിന്നെ മെട്രിക്സ്, ലോക്കൽ വെൻ ഡയഗ്രാംസ്, മിസ്സിംഗ് നമ്പേഴ്സ്, അതെല്ലാം റിലേഷൻഷിപ്പ് ആണ് കാണിക്കുന്നത്. മിസ്സിംഗ് നമ്പറിൽ ഒരു നമ്പറും മറ്റു നമ്പറുമായിട്ട് റിലേഷൻഷിപ്പ് വെച്ചിട്ട് നമ്മൾ മിസ്സിംഗ് നമ്പർ കണ്ടുപിടിക്കുന്നു. ഇത്രയാണ് ഇന്റലിജൻസ് ആൻഡ് റീസണിങ്ങിനകത്ത്, അല്ലെങ്കിൽ ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ്ങിനകത്ത്
കെ എസിന്റെ കാര്യത്തിലേക്ക് വരാം. കേരള PSC-യിലാണ്. കെ എസിന് ഉറപ്പായിട്ട് മാച്ച് ഉണ്ട്. 15 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 20 ക്വസ്റ്റ്യൻ, 15 to 20 ക്വസ്റ്റ്യൻ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൽ മാത്തമെറ്റിക്സിൽ നിന്നുണ്ട്. അത് ഞാൻ ഈ പറഞ്ഞ ടോപ്പിക്സ് തന്നെയാണ്. അതിൽ ഏറ്റവും കൂടുതൽ അവർ ഫോക്കസ് ചെയ്യുന്നത് എന്താണ്? ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്. കഴിഞ്ഞ എക്സാം, കെ എസിന്റെ ആദ്യത്തെ എക്സാം നോക്കിയാൽ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിന് നിരവധി ചോദ്യങ്ങൾ, ബോട്ട് ആൻഡ് സ്ട്രീംസ്, പൈപ്പ് ആൻഡ് സിസ്റ്റംസ്, ടൈം ആൻഡ് വർക്ക്, പെർസെൻറ്റേജ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, ഇതിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. PSC-യുടെ ഏത് എക്സാം നോക്കിയാലും നമുക്ക് റീസണിങ്ങിന്റെ അധികം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടാവില്ല. റീസണിങ്ങിന്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ കാണുന്ന എവിടെയാണ്? സെൻട്രൽ ഗവൺമെന്റിന്റെ എക്സാംസിലാണ്. കേരള PSC-യുടെ എക്സാമിൽ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, കേരള PSC-യുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഏതെടുത്താലും അതിൽ കാൽക്കുലേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും കാണുന്നത്. കാൽക്കുലേഷൻ, നിങ്ങളുടെ കാൽക്കുലേറ്റിംഗ് കപ്പാസിറ്റി. പക്ഷെ അതിനകത്ത് അനാലിസിസ് ഉണ്ട്, പക്ഷെ അത്രത്തോളം അനലിറ്റിക് ആയിട്ടുള്ള ചോദ്യങ്ങളൊന്നും ഇതുവരെ നമ്മൾ കേരള PSC-യിൽ കണ്ടില്ല. പക്ഷെ ഇനിയുള്ളത് മാറ്റത്തിന്റെ കാലം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനലിറ്റിക്കൽ ടൈപ്പ് ക്വസ്റ്റ്യൻസിന്റെ നമ്പർ കൂടുന്നതായി കാണാൻ കഴിയും. അത് ഇവിടെ നിന്ന് കാണാമെന്ന് ചോദിച്ചാൽ നിങ്ങൾ കേരള PSC-യുടെ ബുള്ളറ്റിൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ഒരു സൂചന കാണാൻ കഴിയുന്നുണ്ട്. എല്ലാ സബ്ജക്റ്റുകളും അനലിറ്റിക്കൽ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് നിങ്ങൾ സ്പോട്ട് ചെയ്യണം. മാറ്റങ്ങളൊക്കെ നിങ്ങൾ സ്പോട്ട് ചെയ്യണം. അത് വെറുതെ ഉണ്ടാകുന്ന മാറ്റങ്ങളല്ല, അത് ബോധപൂർവം ഉണ്ടായ മാറ്റമാണ്. ക്വസ്റ്റ്യൻസിന്റെ കട്ടി കൂട്ടാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ മാറ്റങ്ങളാണ്. ഓക്കെ, എനിവേ ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയുമാണ് ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ്ങിനകത്ത് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇപ്പൊ KS-നകത്ത് അല്ല KS എക്സാമിനകത്ത് റീസണിങ്ങിന് നിന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും, അതിൽ തർക്കമില്ല. ഓക്കെ ഓക്കെ അല്ലേ? ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. നമ്മുടെ സമയം അതിന് അനുവദിക്കാത്തതുകൊണ്ട് ഞാൻ അതിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്. ദ്യുതി എസ് രാജ്, ഡൗട്ട് ഉണ്ടോ? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് നിങ്ങളുടെ കമന്റ് ചെയ്യാൻ പറയുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. പലതും സ്കിപ്പ് ചെയ്യുന്നുണ്ട് ഞാൻ. ഓക്കെ ഓക്കെ, നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോവാം. ഇതൊരു ഗ്രാഫാണ്. ഈ ഒരു ഡയഗ്രത്തില് നിങ്ങൾക്ക് ഓരോന്നിന്റെ വെയിറ്റേജ്, ഈ വെയിറ്റേജ് ഞാൻ ഈ പറയുന്നത് ഒരു ആവറേജ് ആണ്. ഇതേ വെയിറ്റേജ് ആയിരിക്കണമെന്നില്ല കേരള PSC-യുടെ എക്സാം. സെൻട്രൽ ഗവൺമെന്റ് എക്സാമുകളിൽ ഉണ്ടാകുന്ന ടോപ്പിക്കുകൾ, സബ് ടോപ്പിക്സിന്റെ മാർക്കിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടല്ലോ, അതിന്റെ ഒരു വെയിറ്റേജ് ആണ് ഈ കാണിക്കുന്നത്. ഇതിൽ ജോമെട്രിക്ക് വളരെ ഇമ്പോർട്ടൻസ് അവർ കൊടുക്കുന്നുണ്ട്. മറക്കരുത്, ജോമെട്രി എന്ന് പറഞ്ഞാൽ വെറും ജോമെട്രി അല്ല, കോർഡിനേറ്റ് ജോമെട്രിയുടെ ഉണ്ട്. ഓക്കെ, നിങ്ങൾ കമന്റ് ചെയ്തോളൂ, മടിക്കാതെ കമന്റ് ചെയ്തോളൂ, കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ ജോമെട്രി, കോർഡിനേറ്റ്, നിങ്ങളുടെ കമന്റ് ഞാൻ കാണുന്നുണ്ട്. കോർഡിനേറ്റ് ജോമെട്രി ആകാം, സാധാരണ ജോമെട്രി ആകാം. ഓക്കെ, അതുകൊണ്ടാണ് ഈ ഒരു വെയിറ്റേജ് കൂടി വരുന്നത്. ഓക്കെ, കോർഡിനേറ്റ് ജോമെട്രി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, ഫസ്റ്റ് ക്വാഡ്രന്റ്, സെക്കൻഡ് ക്വാഡ്രന്റ്, തേർഡ് ക്വാഡ്രന്റ്, ഫോർത്ത് ക്വാഡ്രന്റ്, അതില് അബ്സിസ് ഉണ്ട്, ഓർഡിനേറ്റ് ഉണ്ട്, എക്സ് ആക്സിസും വൈ ആക്സിസും ഉണ്ട്, അത്തരം കാര്യങ്ങളാണ്. ഓക്കെ, പിന്നെ വരുന്നത് ട്രിഗണോമെട്രി നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഹൈസ്കൂൾ ലെവലിൽ. സൈന്റെയും കൊസൈന്റെയും ഇൻവേഴ്സുകൾ, അല്ലെങ്കിൽ ടാൻജന്റ് എന്താണ്, കൊസീക്കന്റ് എന്താണ്, സീക്കന്റ് എന്താണ്, അപ്പൊ അതിൽ നിന്നുള്ള അൽജിബ്രൈക് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, പിന്നെ ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ ചോദ്യങ്ങളുണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് ഇമ്പോർട്ടൻ്റ്, അൽജിബ്ര ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് ഒരു ഓവറോൾ ഐഡിയ. ഇത് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആണ്. പിന്നെ നമ്മൾ വിട്ടുപോയ ഒരു പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് മിക്സ്ചർ ആൻഡ് അലിഗേഷൻ. മിക്സ്ചർ ആൻഡ് അലിഗേഷൻ പെർസെൻറ്റേജുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്. ഈ മിക്സ്ചർ ആൻഡ് അലിഗേഷന് ചില കൊനഷ്ട് ചോദ്യങ്ങൾ, ചില കോംപ്ലക്സ് ഇൻട്രിക്കേറ്റ് ആയിട്ടുള്ള ചില ചോദ്യങ്ങൾ മിക്സ്ചർ ആൻഡ് അലിഗേഷനിൽ നിന്ന് കണ്ടുവരുന്നു. അപ്പോൾ കൂടുതൽ സ്റ്റുഡൻസും ഈ മിക്സ്ചർ ആൻഡ് അലിഗേഷൻ ഒന്ന് ഡീൽ ചെയ്യാൻ പാടുപെടുന്നുണ്ട്. അപ്പൊ അത് ഒരു പർട്ടിക്കുലർ കോൺസെപ്റ്റിൽ മൂവ് ചെയ്താൽ മാത്രമേ നമുക്ക് മിക്സ്ചർ ആൻഡ് അലിഗേഷനിലെ ചോദ്യങ്ങൾ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അതിനാണ് ഞാൻ പറഞ്ഞത് പെർസെൻറ്റേജും റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷനും ഫോക്കസ് ചെയ്യണം. അത് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഈ കാണിച്ചിരിക്കുന്ന എല്ലാ സബ് ടോപ്പിക്സും ഈസി ആയിട്ട് ഡീൽ ചെയ്യാൻ കഴിയും. ഓക്കെ, പിന്നെ ട്രിഗണോമെട്രിയും കോർഡിനേറ്റ് ജോമെട്രിയൊക്കെ നമ്മൾ അതിന്റെ ഫൗണ്ടേഷൻ സെപ്പറേറ്റ് പഠിക്കേണ്ടതുണ്ട്. ഓക്കെ, എനിവേ നിങ്ങൾക്ക് ഡൗട്ട് ഇല്ലെന്ന് വിചാരിക്കുന്നു. ക്ലിയർ അല്ലേ? ഓക്കെ,
നമ്മൾ ആദ്യം ഫോക്കസ് ചെയ്യുന്നത് RRB NTPC എക്സാം. ഇനി അതിന് വേണ്ടിയിട്ട് ഏകദേശം നമുക്കൊരു 60 ദിവസം വേണമെങ്കിൽ പറയാം. 60 days അതൊരു വലിയ ദിവസമല്ല, നമ്പർ ഓഫ് ഡേയ്സ് കുറവാണ്, വളരെ കുറവാണ്. അപ്പൊ നിങ്ങൾ ആദ്യം ഫോക്കസ് ചെയ്യേണ്ടത് RRB ആണ്. അതിനുശേഷം മറ്റുള്ള എക്സാമിലേക്ക് ഫോക്കസ് ചെയ്യാം. LDC ഫോക്കസ് ചെയ്യുന്നവരുണ്ട്, അത് മുന്നോട്ട് പോവുക. മാത്സ് കൂടുതലായിട്ട് വരുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ നമ്മുടെ ഈ RRBയിലാണ്. ഇപ്പൊ വരാൻ പോകുന്നതിൽ RRB എക്സാമിലാണ്. NTPC നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറി, സ്റ്റേഷൻ മാസ്റ്റർ, ഗുഡ്സ് ഗാർഡ്, ടിക്കറ്റ് കളക്ടർ കം ക്ലർക്ക് തുടങ്ങിയ ഒരുപാട് നിരവധി പോസ്റ്റുകൾ. നിങ്ങൾ പീയൂഷ് ഗോയലിന്റെ ഒരു കമന്റ് നേരത്തെ കണ്ടിട്ടുണ്ടായിരിക്കും, ന്യൂസ് പേപ്പറിലേക്ക് വന്നതാണ്. റെയിൽവേയുടെ വേക്കൻസി ഒരുപാടുണ്ട് എന്നുള്ള കമന്റ്. ഒരുപാട് വേക്കൻസിക്ക് വേണ്ടിയിട്ടാണ്, 1,00,000-ലധികം വേക്കൻസിക്ക് വേണ്ടിയിട്ടാണ് അവർ ഈ ഒരു നോട്ടിഫിക്കേഷൻ കഴിഞ്ഞ വർഷം പബ്ലിഷ് ചെയ്തത്. അപ്പൊ അതിന്റെ എക്സാം ആണ് നടക്കാൻ പോകുന്നത്. വളരെ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്, സുവർണാവസരമാണ് നിങ്ങളുടെ മുന്നിലുള്ളത്. അപ്പൊ അതിന് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് എവിടെയാണെന്നാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. ഇതിൽ റീസണിങ്, അരിത്തമെറ്റിക്, ഇതിലൊരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ഈ ഒരു പാറ്റേൺ അല്ല. ഓക്കെ, ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. നെറ്റ്വർക്ക് പ്രോബ്ലം ആണോ? ഓക്കെ, നോക്കൂ, ഇതാണ് സിലബസ്. ഇതിനകത്ത് നിങ്ങൾക്ക് മാത്തമെറ്റിക്സ് കാണാം കഴിയും. അതുപോലെ ഇതാണ് സിലബസ്. ഇത് ഒഫീഷ്യലി പബ്ലിഷ് ചെയ്ത സിലബസ് ആണ്. എന്തിന്റെ സിലബസ് ആണ്? RRB NTPCയുടെ സിലബസ് ആണ്. CBT 1 ഉണ്ട്, CBT 2 ഉണ്ട്. CBT 1 എന്ന് പറഞ്ഞാൽ പ്രിലിമിനറി ഫസ്റ്റ് എക്സാം, ടയർ 1. അതിലൊരു കട്ട് ഓഫ് ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്തിലേക്ക് പോകും? CBT 2 സെക്കൻഡ് സ്റ്റേജിലേക്ക് പോകും. ചില ആൾക്കാർ ചില ജോബിന് വേണ്ടിയിട്ട് തേർഡ് സ്റ്റേജ് കൂടെ അവർ നിശ്ചയിച്ചിട്ടുണ്ട്. ടൈപ്പിംഗ് സ്കില്ല്, അത്തരത്തിലുള്ള ഓഫീസ് ജോബ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സ്കില്ലുകൾ, ജോബ് ഓറിയന്റഡ് ആയിട്ടുള്ള സ്കില്ലുകൾ അതുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തേർഡ്. അത് ഈസിയാണ്. മിക്കവാറും ടൈപ്പിംഗ് സ്കില്ലാണ് കൂടുതലും കണ്ടുവരുന്നത്. അത് അവർ ചെക്ക് ചെയ്തോളും. ഓക്കെ, അപ്പൊ ഇതിന്റെ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. ഇത് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് 30, ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ് 30, 60 മാർക്ക് മാത്സിൽ 60 മാർക്ക് മാത്സിൽ നിന്നാണ്. ബാക്കി 40 മാർക്കിനകത്ത് വരുന്നത് എന്തൊക്കെ നോക്കൂ? ജനറൽ അവയർനെസ്, അതിനകത്ത് കറണ്ട് അഫയേഴ്സിന് 10 മാർക്ക് മാറ്റിവെച്ച് കഴിഞ്ഞാൽ പിന്നെ 30 മാർക്ക്. ഈ 30 മാർക്കിൽ 10-12 മാർക്ക് സയൻസിന് പോകും. പിന്നെ ഉള്ളത് എന്താണ്? 18 മാർക്ക് അല്ലെങ്കിൽ 15 മാർക്ക്, 15 to 18 മാർക്ക്. ആ മാർക്കിൽ നിന്നാണ് ജോഗ്രഫി, ഹിസ്റ്ററി, മറ്റുള്ള എല്ലാ സബ്ജക്ട്, എക്കണോമിക്സ്, സ്പോർട്സ്, ജനറൽ GK ഉണ്ടല്ലോ, ബുക്സ് ആൻഡ് ഓതേഴ്സ്, അങ്ങനെയുള്ള GK, അത്തരം GKകളൊക്കെ ഈ 18 മാർക്കിൽ നിന്നാണ് വരുന്നത്. ചില ഓർഗനൈസേഷൻസ് അതിന്റെ അത് സ്ഥാപിച്ചത് എവിടെയാണ് എന്നുള്ള ചോദ്യങ്ങൾ എല്ലാം ഈ 18 മാർക്കിൽ നിന്നാണ് വരുന്നത്. ഓക്കെ, അതായത് ഫാക്ട്സ് അബൌട്ട് ഇന്ത്യയും ഫാക്ട്സ് അബൌട്ട് സ്റ്റേറ്റ്സ്, പല സ്റ്റേറ്റുകളുടെ ഫാക്ടുകൾ, അതെല്ലാം ഈ 18 മാർക്കിലാണ് വരുന്നത്. അപ്പൊ നോക്കൂ, നമ്മുടെ സ്റ്റേജ് കിടക്കുന്ന ഈ മാത്സിലാണ്, മാത്സ് ആൻഡ് റീസണിങ്. അപ്പൊ ഇതിലെ ഓരോ ടോപ്പിക്കുകൾ ഞാൻ പറഞ്ഞതാണ്, അതൊന്ന് ഓർമ്മിക്കുക. നമ്പർ സിസ്റ്റം ഉണ്ട്, പെർസെൻറ്റേജ്, മെൻസറേഷൻ, ടൈം ആൻഡ് വർക്ക്, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഒക്കെ മാത്സിന്റെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന സെഷനാണ്, കാൽക്കുലേഷൻ ബേസ്ഡ് ആണ്. റീസണിങ് ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അപ്പൊ ഈ ഒരു സ്ലൈഡ് മറക്കാതിരിക്കുക. ഇതാണ് നമുക്ക് വരാൻ പോകുന്ന ആദ്യത്തെ എക്സാമിന്റെ സിലബസ്, ഡീറ്റെയിൽഡ് സിലബസ്. ഇതൊന്ന് മനസ്സിരുത്തി പഠിക്കുക. സിലബസ് ബൈഹാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായും നമുക്ക് ഇതിലെ ഓരോ ടോപ്പിക്സും പഠിക്കാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും. അപ്പൊ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് സിലബസ് ബൈഹാർട്ട് ചെയ്യുക, സിലബസ് മനഃപ്പാടമാക്കണം. ഓക്കെ അല്ലേ? നെറ്റ്വർക്ക് പ്രോബ്ലം ഇല്ലല്ലോ? ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഈ സിലബസ് UPSC എക്സാമിന്റെ സിലബസ് ആണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത്. ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. UPSC എക്സാമിന്റെ സിലബസ് നോക്കൂ. കോംപ്രഹെൻഷൻ ഇതെല്ലാം ഡിസ്കസ് ചെയ്തതാണ്. ജനറൽ മെന്റൽ എബിലിറ്റി, ബേസിക് ന്യൂമറസി, ഇതെല്ലാം 33% മാർക്ക് വേണം. 66 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യണം ഔട്ട് ഓഫ് 200 അല്ലെ? ഇതെല്ലാം ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, ഡൗട്ട് ഇല്ലല്ലോ? ഇത് UPSC CSC എക്സാമിന്റെ ആണ്, സിവിൽ സർവീസ് എക്സാമിന്റെ CSAT. ഓക്കെ, ക്ലിയർ? ഇതാണ് RRB എക്സാമിന്റെ ഒരു ജോബ് പ്രൊഫൈൽ
നോക്കൂ, ഇതിനകത്ത് 2 ലെവലുണ്ടെന്ന് ഞാൻ പറഞ്ഞു. CBT 1 ഉണ്ട്, CBT 2 ഉണ്ട്. അപ്പോൾ ഓരോന്നിന്റെയും കോമൺ എക്സാം ഏതിനൊക്കെയാണ് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ CBT 2 ഏതൊക്കെയാണ് കോമൺ ആയിട്ടുള്ളത്, സ്കിൽ ടെസ്റ്റ് ഏതൊക്കെ ജോബിന് ആവശ്യമാണെന്നൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ടയർ, അതായത് പ്രിലിമിനറി എക്സാം എല്ലാത്തിനും കോമൺ ആണ്. CBT 2 ആണ് വ്യത്യസ്തങ്ങളായിട്ട് വരുന്നത്. അതുകൂടെ ഒന്ന് നോക്കുക. അപ്പൊ നിങ്ങൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ സ്റ്റേഷൻ മാസ്റ്റർ ഫോക്കസ് ചെയ്യുന്നവരാണ്, ചിലപ്പോൾ ഗുഡ്സ് ഗാർഡ് ഫോക്കസ് ചെയ്യുന്നവരുണ്ട്. അതെല്ലാം അതിന്റെ സാലറി പാക്കേജുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് അവർ ഈ ഓരോ പോസ്റ്റും നിശ്ചയിക്കുന്നത് അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നത്. സാലറി ഹൈ പെയ്ഡ് സാലറിയാണ്. സെൻട്രൽ ഗവൺമെന്റിന്റെ ഏത് പോസ്റ്റ് ആയാലും ഹൈ പെയ്ഡ് സാലറിയാണ്. പ്രത്യേകിച്ച് ഡിഗ്രി ഹോൾഡേഴ്സിന്റെ അല്ലെങ്കിൽ ഡിഗ്രി എക്സാം ക്ലിയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് 60,000-ന് മുകളിൽ ശമ്പളമാണ്. അപ്പൊ അത് വളരെ നിങ്ങളുടെ പ്രൈവറ്റ് ജോബുമായിട്ട് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കൂ. സസ്റ്റൈനബിലിറ്റിയും അതിന്റെ സെക്യൂരിറ്റിയും അതിന്റെ ഫെസിലിറ്റീസും അതിന്റെ സാലറി പാക്കേജും ഒക്കെ ഒന്ന് കമ്പയർ ചെയ്യുമ്പോൾ വളരെ ഗ്യാപ്പ്, വളരെ വ്യത്യാസം നിങ്ങൾക്ക് ഈ പ്രൈവറ്റ് ജോബും ഗവൺമെന്റ് ജോബും തമ്മിൽ, പബ്ലിക് സെക്ടർ ജോബും തമ്മിൽ കാണാൻ കഴിയും. ഒരിക്കൽ പബ്ലിക് സർവീസിലേക്ക് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ എന്താണ്, സേഫാണ് എന്നുള്ള ഒരു മനോഭാവം, ദാറ്റ് വിൽ ഇൻക്രീസ് യുവർ കോൺഫിഡൻസ്. കോൺഫിഡൻസ് ഇംപ്രൂവ് ചെയ്താൽ എന്താ ചെയ്യുക, നിങ്ങളുടെ സക്സസ് ഉണ്ടാവും. അപ്പൊ കോൺഫിഡൻസ് ഇംപ്രൂവ് ചെയ്യിപ്പിക്കുക, സക്സസിലേക്ക് മൂവ് ചെയ്യുക. അപ്പൊ കോൺഫിഡൻസ് ഇംപ്രൂവ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ അറ്റ്മോസ്ഫിയർ സേഫ് ആണെന്ന് തോന്നണം. ആ ഒരു തോന്നൽ ഉണ്ടാക്കിയെടുക്കുക. ആ തോന്നല് ജോലിക്ക് ശേഷം ഉണ്ടാവാം, പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഉണ്ടാവാം. കാരണം നിങ്ങൾ എല്ലാ ടോപ്പിക്സും കവർ ചെയ്യുന്നുണ്ട്, ആൻസർ എല്ലാം കിട്ടുന്നുണ്ട്, മോഡൽ എക്സാമിന് 100% മാർക്ക് കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സേഫ് സോൺ അല്ലെങ്കിൽ സേഫ്നെസ്, കംഫർട്ട്നെസ് തോന്നും. ആ കംഫർട്ട്നെസ് ഉണ്ടായി കഴിഞ്ഞാൽ ഉറപ്പായി നിങ്ങൾക്ക് എന്തിലേക്ക് കോൺഫിഡൻസ് ഇംപ്രൂവ് ചെയ്യും. നിങ്ങളുടെ സക്സസ് ഇന്നെവിറ്റബിൾ ആണ്, അല്ലെങ്കിൽ തീർച്ചയായും ഉണ്ടാകുന്നതാണ് സക്സസ്. ഓക്കെ, അപ്പോ ഈ കംഫർട്ട് എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് അൺബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻസ് ഉണ്ടാകാം, പലർക്കും ഉണ്ടാവാം. അൺബാലൻസ്ഡ് സിറ്റുവേഷൻസ് ഉണ്ടാകുന്നതിന്റെ പ്രധാന കാരണം കംഫർട്ട്നെസ് കൂട്ടാൻ വേണ്ടിയിട്ടാണെന്ന് ഇവിടെ ഓർമ്മിക്കുക. നമ്മുടെ ലൈഫിൽ അൺബാലൻസ് എന്തെങ്കിലും ഉണ്ടാകില്ല, ഇംപെർഫെക്ഷൻസോ അല്ലെങ്കിൽ ഡിസ്റ്റർബൻസോ എന്തെങ്കിലും ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കോൺഫിഡൻസ് ഇംപ്രൂവ് ചെയ്യിപ്പിക്കാനുള്ള എക്സ്പീരിയൻസ് ആയിട്ട് അതിനെ കാണണം, അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ ആയിട്ട് കോൺഫിഡൻസ് ഇംപ്രൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് ഇത്തരം ഡിസ്റ്റർബൻസ് എന്നുകൂടെ നിങ്ങൾ മനസ്സിലാക്കണം. അതിൽ നിന്ന് നിങ്ങൾ കംഫർട്ട്നെസ് കണ്ടെത്തണം, ആ ഡിസ്റ്റർബൻസിൽ നിന്ന് നിങ്ങൾ കംഫർട്ട് ലെവൽ കണ്ടെത്തണം, കോൺഫിഡൻസ് ഇംപ്രൂവ് ചെയ്യിപ്പിക്കണം. അത്തലാണ് നമുക്ക് ആവശ്യം. ഓക്കെ, എനിവേ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ നിങ്ങളുടെ പഠനം, നിങ്ങൾ ഒരു കാര്യം കൂടെ ഓർമ്മിക്കുക, പഠനം റാപ്പിഡായി നടക്കും എന്ന് നിങ്ങൾ വിചാരിക്കരുത്. റാപ്പിഡായിട്ട് നിങ്ങളുടെ എല്ലാ ടോപ്പിക് എന്ന് റാപ്പിഡ് ചേഞ്ച് വിൽ ലീഡ് ടു ഫെയിലുവർ. നിങ്ങൾ റാപ്പിഡ് പഠിച്ചെടുക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് ലീഡ് ടു ഫെയിലുവർ. അത് അൾട്ടിമേറ്റ് സക്സസിലേക്ക് പോവില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. നമ്മുടെ ഉണ്ടാകുന്ന എല്ലാ റാപ്പിഡ് ചേഞ്ചും വിൽ ലീഡ് ടു ഫെയിലുവർ. ഒരു അത് ലീഡ് ചെയ്യും. ഗ്രാജുവൽ ചേഞ്ച് ആണെങ്കിൽ ഉറപ്പാണ് ദാറ്റ് ലീഡ്സ് ടു സക്സസ്. ഗ്രാജുവൽ ആയിട്ടുള്ള ചേഞ്ച്, നിങ്ങളുടെ കപ്പാസിറ്റി, എഫിഷ്യൻസി ഗ്രാജുവൽ ആയിട്ട് ചേഞ്ച് ചെയ്യുന്നു, ഡേ ബൈ ഡേ ചേഞ്ച് ചെയ്യുന്നു. സാർ ഇനി എന്നാ അടുത്ത റിക്രൂട്ട്മെന്റ് നടത്തുന്ന അടുത്ത റിക്രൂട്ട്മെന്റിന്റെ കാര്യം IRMS ഒരു നോട്ടിഫിക്കേഷനിൽ നിന്നായിരിക്കും നമുക്ക് കിട്ടുന്നത്. IRMS എന്ന് പറഞ്ഞാൽ പുതിയൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് റെയിൽവേ എക്സാം നടത്താൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ടാണ് നാഷണൽ റിക്രൂട്ട്മെന്റ് ഏജൻസി സെൻട്രൽ ഗവൺമെന്റ് ഉണ്ടാക്കിയത്. അപ്പൊ അടുത്ത വർഷം മാത്രമേ നമുക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ഐഡിയ കിട്ടുള്ളൂ. ഉറപ്പായും കണക്ഷൻ പോകുന്നുണ്ട്. ഓക്കെ, ഉറപ്പായും അടുത്ത വർഷം നാഷണൽ റിക്രൂട്ട്മെന്റ് ഏജൻസി ഒരു പ്രിലിമിനറി എക്സാം കണ്ടക്ട് ചെയ്യും. ആ പ്രിലിമിനറി എക്സാം പാസ്സായി കഴിഞ്ഞാൽ, നിങ്ങൾക്ക് അതിൽ സ്കോർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരുന്ന RRBയുടെ എക്സാം, SSCയുടെ എക്സാം, ബാങ്കിന്റെ എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ഇപ്പോ അപ്ലൈ ചെയ്തിട്ടില്ലാത്തവർ, RRB അപ്ലൈ ചെയ്തിട്ടില്ലാത്തവർ ഫോക്കസ് ചെയ്യേണ്ടത് അടുത്ത വർഷം നടക്കാൻ പോകുന്ന നാഷണൽ റിക്രൂട്ട്മെന്റ് ഏജൻസിയുടെ എക്സാം ആയിരിക്കണം. അതിൽ ഹൈ സ്കോർ നേടുക. ഹൈ സ്കോർ നേടുന്നതനുസരിച്ച് നിങ്ങൾക്ക്
ഓരോ ലെവലിലേക്ക് ചില കോമ്പറ്റീഷൻസ് ഉണ്ടാവുമല്ലോ. SSC എക്സാം എഴുതേണ്ട കോമ്പറ്റീഷൻ ആയിരിക്കില്ല RRB എക്സാമിന്റെ കോമ്പറ്റീഷൻ. മീഡിയ റിലേറ്റഡ് എക്സാം ഈ നാഷണൽ റിക്രൂട്ട്മെന്റ് മീഡിയ ഒരു പബ്ലിക് ഓഫീസ് അല്ല. ദൂരദർശനിലെ വളരെ ചെറിയ, എനിക്ക് അതാണോ ഉദ്ദേശിക്കുന്നത്? ദൂരദർശൻ ആണോ ഉദ്ദേശിക്കുന്നത്? പ്രിന്റ് മീഡിയ ആണോ ഉദ്ദേശിക്കുന്നത്? പ്രിന്റ് മീഡിയ ആൻഡ് മറ്റ് മീഡിയാസ് ആണോ ഉദ്ദേശിക്കുന്നത്? നിത്യ, പ്രിയ. അപ്പോ നമ്മുടെ മീഡിയാസ് ഒക്കെ കൂടുതലും പ്രൈവറ്റ് ഏജൻസീസ് ആണ് അല്ലെ? കാരണം മീഡിയ നമ്മുടെ ജനാധിപത്യത്തിൽ ഒരു പില്ലർ ആയതുകൊണ്ട്, പ്രിന്റ് ആൻഡ് ഇലക്ട്രോണിക് ഒരു പില്ലർ ആയതുകൊണ്ട് ഗവൺമെന്റിനോട് ചേർന്ന് നിൽക്കുന്നതല്ല. മീഡിയയുടെ റോൾ എന്ന് പറഞ്ഞാൽ ഓപ്പോസിഷനാണ്. അപ്പൊ അതുകൊണ്ട് പബ്ലിക് സെക്ടറിൽ നമ്പർ ഓഫ് മീഡിയ, പ്രിന്റ് മീഡിയയും ഇലക്ട്രോണിക് മീഡിയയുടെ എണ്ണം കുറവല്ലേ? അതുകൊണ്ട് തന്നെയാണ് വേക്കൻസിയും കുറവാണ്. പക്ഷെ നിങ്ങൾ ഈ നാഷണൽ റിക്രൂട്ട്മെന്റ് ഏജൻസിയുടെ സ്കോർ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ഐഡന്റിറ്റി കാർഡാണിത്. അടുത്ത് നടക്കാൻ പോകുന്ന NRA എക്സാമിന് നാഷണൽ റിക്രൂട്ട്മെന്റ് ഏജൻസിയുടെ സ്കോർ നിങ്ങളുടെ ഐഡന്റിറ്റി കാർഡാണ്. നിങ്ങൾക്ക് പ്രൈവറ്റ് ഫേമിലേക്ക് പോവാം ഈ സ്കോർ കാർഡ് കൊണ്ട്. എനിക്ക് ഇത്രയും സ്കോർ ഉണ്ട് എന്നുള്ളത് നിങ്ങളുടെ ക്വാളിറ്റി നിശ്ചയിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു എൻട്രൻസ് തരുന്ന, എവിടെയും കയറി ചെല്ലാൻ പറ്റുന്ന ഒന്നാണ്. അപ്പൊ അതില് ഒരു സ്കോർ എങ്ങനെ നേടും, നാഷണൽ റിക്രൂട്ട്മെന്റ് ഏജൻസിയുടെ സ്കോർ എങ്ങനെ നേടും എന്നുള്ളതായിരിക്കണം നിങ്ങളുടെ ചോദ്യം. നിങ്ങൾ ഇമാജിൻ ചെയ്യേണ്ടത് ഇതിനകത്തുള്ള സിലബസിനെ കുറിച്ചാണ്. നാഷണൽ റിക്രൂട്ട്മെന്റ് ഏജൻസിയിലെ സിലബസ് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. എന്നിട്ടാണ് നിങ്ങൾ ആ സ്കോർ നേടുന്നതിനെ കുറിച്ചും ജോലി നേടുന്നതിനെ കുറിച്ചും മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പൊ സിലബസ് അനുസരിച്ച് പഠിക്കുക എന്നുള്ളതാണ് നമ്മുടെ എയിം. ഓക്കെ, അപ്പോ അതിനെ ഫോക്കസ് ചെയ്യുക, ഓരോ സബ്ജക്റ്റിലും ഫോക്കസ് ചെയ്യുക, വായിക്കുക. ഓക്കെ, അപ്പോൾ അത് ഞാൻ പറഞ്ഞത് പ്രൈവറ്റിലും പബ്ലിക്കിലും നമുക്ക് ഈ സ്കോർ കൊണ്ട് ഗുണമുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഓക്കെ ഓക്കെ സാർ, ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാതെ ആ എക്സാം എഴുതാൻ പറ്റും? രാജ്യത്ത് ഡിഗ്രി ഹോൾഡേഴ്സിനും +2 ഹോൾഡേഴ്സിനും SSLC പാസ്സായവർക്കും സെപ്പറേറ്റ് എക്സാം നടക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഡിഗ്രി ബേസ് ലെവലിലുള്ള ഡിഗ്രി ലെവൽ എക്സാംസ് അറ്റൻഡ് ചെയ്യാം. +2 സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ +2 ലെവൽ എക്സാം അറ്റൻഡ് ചെയ്യാം. അത്രേ ഉള്ളൂ. ഓക്കെ, ഞാൻ ഈ പറഞ്ഞ NTPC എന്ന് പറഞ്ഞാൽ ഡിഗ്രി ലെവൽ എക്സാം ആണ്. നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറി, SSCയുടെ CGL തുടങ്ങിയ എക്സാംസ്, UPSC, ഫോറസ്റ്റ് സർവീസ് എക്സാം, റെയിൽവേ സർവീസ് എക്സാം, ഇതെല്ലാം എക്കണോമിക് സർവീസ് എക്സാം, എഞ്ചിനീയറിംഗ് സർവീസ് എക്സാം, ഇതെല്ലാം ഗ്രാജുവേഷൻ ഉള്ളവർക്കാണ്. ഓക്കെ, ഇത്രയാണ് എനിക്ക് ഈ സ്ലൈഡിൽ പറയാനുള്ളത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ക്ലിയർ അല്ലേ? ഓക്കെ, നമുക്ക് കുറച്ച് മോഡൽ ക്വസ്റ്റ്യനിലേക്ക് പോകേണ്ടതുണ്ട്. നിങ്ങൾക്ക് ഇനി ഒരു 1 മണിക്കൂർ കൂടെ ഉണ്ടാവും, 12 മണി വരെയാണ്. ഇത്രയാണ് നിങ്ങൾക്ക് മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി, റീസണിങ്, ജനറൽ ഇന്റലിജൻസ് തുടങ്ങിയ ഈ ടോപ്പിക് ഉണ്ടല്ലോ. മാത്സ് നമുക്ക് മൊത്തത്തിൽ പറയാം, വെറുതെ ഇങ്ങനെ റീസണിങ്, മെന്റൽ എബിലിറ്റി എന്ന് പറയണം. മാത്സ് ആണ്, ഇത് മുഴുവൻ കണക്കാണ്. അപ്പൊ അങ്ങനെ മാത്സ് എന്ന് നമുക്ക് പറയാം, മാത്തമെറ്റിക്സ് എന്ന് പറയാം. അപ്പൊ ഇതിനകത്ത് ഒരു ഓറിയന്റേഷൻ തരാൻ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓറിയന്റേഷൻ കൂടിപ്പോയാലും പ്രശ്നമാണ്. നിങ്ങൾ എന്താണ് ഫോക്കസ് ചെയ്യേണ്ടത്? ഓറിയന്റേഷനേക്കാൾ ഉപരി അതത് എക്സാമിന്റെ സിലബസുകളാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. നിങ്ങളുടെ മനസ്സിലുണ്ടാവേണ്ടത് സിലബസ് എന്താണെന്നുള്ളത്, സിലബസ് ബൈഹാർട്ട് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ ആദ്യം ചെയ്യേണ്ടത്. ആദ്യത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് സിലബസ്, നിങ്ങൾ എഴുതാൻ പോകുന്ന എക്സാമിന്റെ സിലബസ് ബൈഹാർട്ട് ചെയ്യുക. ആ സിലബസുമായിട്ട് ബന്ധപ്പെടുത്തി നിങ്ങൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ ഒന്ന് ഓർമ്മിക്കുക, ഒന്ന് മെമ്മറൈസ് ചെയ്യുക, ഒന്ന് അനലൈസ് ചെയ്യുക. ഓക്കെ, അത്രേ ഉള്ളൂ. NRA സിലബസ് ഇതുപോലെ തന്നെ ആയിരിക്കില്ലേ? ഉറപ്പായി NRA സിലബസ്, നാഷണൽ റിക്രൂട്ട്മെന്റ് ഏജൻസിയുടെ സിലബസ്, പ്രിലിമിനറി എക്സാമിന്റെ സിലബസ് അതൊരു അമാൽഗമാണ്. അമാൽഗമേഷൻ ഓഫ് SSC, RRB, ബാങ്ക്, UPSC. UPSC നമുക്ക് വിടാം, കാരണം UPSC സെപ്പറേറ്റ് എക്സാം ആണ്. UPSC നടത്തുന്നത് സെപ്പറേറ്റ് പ്രിലിമിനറി എക്സാം, സെപ്പറേറ്റ് മെയിൻ എക്സാം ആണ്. അതുകൊണ്ട് മറ്റു 3 എക്സാം ഉണ്ടല്ലോ, RRB, SSC, ബാങ്ക്, ഇത് 3ന്റെ ഒരു അമാൽഗമായിരിക്കും NRA എക്സാം, നാഷണൽ റിക്രൂട്ട്മെന്റ് ഏജൻസി നടത്താൻ പോകുന്ന എക്സാം. അതിൽ ഇംഗ്ലീഷിന്റെ സ്വാധീനം ഉണ്ടാകാം, ഉണ്ടാകാതിരിക്കാം. പക്ഷെ മാത്സിന്റെ സ്വാധീനം ഉറപ്പായും 100%, 101% മാത്സ് ഒരു ഹെവി സംഭവമായിരിക്കും. ഒരു വെയിറ്റേജ് കൂടിയ ഒരു സബ്ജക്റ്റ് തന്നെ ആയിരിക്കും
ഓക്കെ, NRA സ്കോർ, അതിനെക്കുറിച്ച് ഇതുവരെ വളരെയധികം കൃത്യമായ അല്ലെങ്കിൽ വസ്തുനിഷ്ഠമായ വ്യക്തത വന്നിട്ടില്ല. പക്ഷെ അതിൽ വ്യക്തത വന്ന ഒരൊറ്റ കാര്യമുണ്ട്. പബ്ലിക് സർവീസുകൾ, സെൻട്രൽ ഗവൺമെന്റ് എല്ലാ പബ്ലിക് സർവീസ് എക്സാംസുകളിലും NRA സ്കോർ നിർബന്ധമായിരിക്കും എന്നുള്ള കാര്യം. ചില പ്രൈവറ്റ് കമ്പനീസ് NRA സ്കോർ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാമെന്ന് വന്നിട്ടുണ്ട്. പക്ഷെ അതിന്റെ ഒരു നമ്മളൊന്ന് മുൻകൂട്ടി കണ്ടാൽ ഇതൊരു നമ്മളൊരു കാഴ്ചപ്പാടാണ്. വരുന്ന കാൻഡിഡേറ്റ്സിന്റെ എണ്ണം കൂടുമ്പോൾ പ്രൈവറ്റ് ഫേംസ് അവർക്ക് എക്സാം നടത്തുക വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അവർ നേരെ പോവുക NRA സ്കോറിലേക്കായിരിക്കും. അതാണ് രാജ്യത്ത് ആശ്രയിക്കാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട സ്കോർ കാർഡായി നാളെ മാറും എന്നുള്ള കാര്യം നിങ്ങൾ ഇന്നേ മുൻകൂട്ടി കാണണം. അപ്പൊ ആ വിഷനാണ് നിങ്ങൾക്ക് വേണ്ടത്. അപ്പൊ ആ വിഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ NRA സ്കോറിന് വേണ്ടി പരിശ്രമിക്കും, സ്കോർ കിട്ടും. അത് ഉപയോഗിച്ച് നിങ്ങൾ തൽക്കാലം ഒരു പ്രൈവറ്റ് ജോലി കിട്ടുകയാണെങ്കിൽ അതിലേക്ക് കയറും. അവിടെ ഇരുന്നുകൊണ്ട് നിങ്ങൾ സെൻട്രൽ ഗവൺമെന്റ് ഏറ്റവും ചെറിയ ജോലി അല്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകും. അത് കഴിഞ്ഞ് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകും. അങ്ങനെ നിങ്ങൾ ഓരോ ചവിട്ടുപടിയും കടന്ന് മുന്നിലേക്ക് പോകും. ആ ഒരു സിനാരിയാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ആവറേജ് നമ്മളെ ഒരു മിഡിൽ ക്ലാസ് സ്റ്റുഡൻസ് ആണ് നമ്മുടെ സൊസൈറ്റിയിൽ ഏറ്റവും കൂടുതലുള്ളത്. അപ്പൊ അവർ ചിന്തിക്കുന്നത് നമ്മൾ ഡിഗ്രി കഴിയുമ്പോൾ, ഗ്രാജുവേഷൻ കഴിയുമ്പോൾ സ്വന്തം കാലിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ജോലി, അതോടൊപ്പം തന്നെ പഠിക്കാൻ പറ്റുന്നതായിരിക്കണം. അത് കഴിഞ്ഞ് അതിനെ ഹയർ ലെവലിലേക്ക് പോകുന്നു. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ ഹയർ ലെവലിലേക്ക് പോകുന്നു. അതാണ് ഒരാളുടെ ലൈഫ് സൈക്കിളിൽ ഇന്ന് ഒരു മിഡിൽ ക്ലാസ് സ്റ്റുഡന്റിന്റെ ലൈഫ് സൈക്കിൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നാളെയും അത് തന്നെയാണ് നടക്കാൻ പോകുന്നത്. ഓക്കെ ഓക്കെ അല്ലേ നിത്യപ്രിയ? ഓക്കെ അല്ലേ? ക്ലിയർ ആണല്ലോ? ഓക്കെ ഓക്കെ, നമുക്ക് ഒരു ടോപ്പിക് ഡിസ്കസ് ചെയ്യാം. ഇതൊരു ഡെമോൺസ്ട്രേഷൻ ആണ്. ഓക്കെ, നിങ്ങൾക്ക് ആൻസർ ചെയ്യാം ക്വസ്റ്റ്യൻസിന്. ക്ലിയർ ആണല്ലോ? ഓറിയന്റേഷൻ ഞാനിവിടെ നിർത്തുകയാണ്. ഇനി അടുത്ത് നമ്മളൊരു സ്പെസിഫിക് ടോപ്പിക്കിലേക്ക് പോകും. അതായത് മാത്സിന്റെ നോഡൽ ടോപ്പിക് അല്ലെങ്കിൽ മാത്സിന്റെ ന്യൂക്ലിയസ് എന്ന് പറയാൻ പറ്റുന്ന 2 ടോപ്പിക്. ഓക്കെ, അതിലൊരു ടോപ്പിക്കിലേക്ക് നമ്മൾ പോകുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറയാനുണ്ടായിരുന്നു, അത് ഒരുപാട് വിട്ടുപോയി. ഓക്കെ, ആവശ്യം വേണ്ട കാര്യങ്ങളെല്ലാം ഡീൽ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇത്രയും പറഞ്ഞതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള പ്ലാൻ നിങ്ങൾ സെറ്റ് ചെയ്യണമെന്നുള്ളതാണ്. ഇമ്മീഡിയറ്റ് പ്ലാൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും അടുത്ത എക്സാമിന് വേണ്ടിയിട്ട്, ഏറ്റവും ആദ്യം വരുന്ന എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങേണ്ട സമയം അതിക്രമിച്ചു. കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ NTPC എക്സാം ഡിസംബർ 15 ഒരു ഡേറ്റ് ഫിക്സ് ചെയ്ത് 15-ാം തീയതി രാവിലെ എക്സാം നടക്കുന്നു എങ്കിൽ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് 15-ാം തീയതിയാണ് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിലെ ഡേറ്റ്. നിങ്ങൾക്ക് സെന്റർ ട്രിവാൻഡ്രത്ത് ഒരു സെന്റർ അല്ലെങ്കിൽ കേരളത്തിലെ എവിടെയെങ്കിലും ഒരു സെന്റർ ഉണ്ട് എന്നുള്ളത് നിങ്ങളുടെ അതത് ജില്ലയിൽ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, ഒരു പ്രൈവറ്റ് എഞ്ചിനീയറിംഗ് കോളേജോ ഒരു സ്കൂളോ ഒക്കെ ആയിരിക്കാം. അപ്പൊ അവിടെ നിങ്ങളുടെ സെന്റർ ഉണ്ട് എന്ന് മനസ്സിൽ കാണുക. ഡിസംബർ 15-നാണ് എക്സാം. ഡിസംബർ 15-ന്റെ തലേദിവസം ഡിസംബർ 14-ന് നിങ്ങൾ നിങ്ങളുടെ ഈ പറയുന്ന സിലബസ് എല്ലാം കൂടെ റിവൈസ് ചെയ്യുന്ന ഒരു ജോലിയുണ്ട്. നിങ്ങൾ പെട്ടെന്ന് ഓടിച്ചു നോക്കുന്ന ഒരു ധൃതിയിൽ ഇതെല്ലാം ഓടിച്ചു നോക്കുന്ന ഒരു സംഭവം നടക്കുന്നുണ്ട്. അതൊന്ന് ഓർമ്മിച്ച് നോക്കും. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഡിസംബർ 14-ന് വിചാരിക്കും ഡിസംബർ 15-ന് എക്സാം, കുറച്ചുകൂടെ സമയം ഉണ്ടെങ്കിൽ ബാക്കിയൂടെ കംപ്ലീറ്റ് ചെയ്യാമായിരുന്നു എന്നുള്ള ഒരു ചിന്ത നിങ്ങൾക്ക് ഡിസംബർ 14-നകത്ത് വരും. ആ ഒരു ദിവസം നിങ്ങൾക്ക് വരും. അത് നിങ്ങളിപ്പോൾ മുൻകൂട്ടി കാണണം. ഡിസംബർ 14-ന് നിങ്ങൾക്ക് കുറച്ചുകൂടെ സമയം കിട്ടിയിരുന്നുവെങ്കിൽ എന്നൊരു ചിന്ത വന്നാൽ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഡിസംബർ 15-ന് എക്സാം എഴുതാതെ വേറെ നിവൃത്തിയില്ലല്ലോ. അപ്പൊ അത് നിങ്ങൾ ഇപ്പോഴേ കാണണം. അതുകൊണ്ട് എത്രത്തോളം പോർഷൻസ് കവർ ചെയ്യാൻ പറ്റും അത്രത്തോളം ഇപ്പോഴേ കവർ ചെയ്യണം. അപ്പൊ ആ ഒരു റിഗ്രറ്റ് നിങ്ങൾക്ക് ഡിസംബർ 14-ന് വരില്ല. ആ റിഗ്രറ്റ് വരാതെ നോക്കാൻ നിങ്ങൾ ഇപ്പോഴേ അതിനുള്ള സ്റ്റെപ്പ് എടുക്കണം. ഓക്കെ, അതാണ് എനിക്ക് ഈ ഓറിയന്റേഷൻ അവസാനം പറയാനുള്ളത്. ഓക്കെ, ക്ലിയർ ആണോ? ഡൗട്ട് ഇല്ലല്ലോ? ഇനി ഏതെങ്കിലും ജോബിനെ കുറിച്ചോ, നമ്മുടെ രാജ്യത്ത് 2 ടൈപ്പ് ഓഫ് എക്സാംസ് നടക്കുന്നുണ്ട്, ടെക്നിക്കൽ എക്സാമും നോൺ ടെക്നിക്കൽ എക്സാമും. ഇത് കാണുന്ന പലരും ടെക്നിക്കൽ ഗ്രാജുവേഷൻ ഉള്ളവരായിരിക്കും. കാരണം നമ്മുടെ രാജ്യത്ത് ടെക്നിക്കൽ ഗ്രാജുവേറ്റിന്റെ എണ്ണം കൂടി വരുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അപ്പൊ അതിനെക്കുറിച്ച് പാർലമെന്റിൽ ഡീറ്റെയിൽ ആയിട്ടൊരു ഡിസ്കഷൻ വരെ നടക്കുന്നുണ്ട്. എഞ്ചിനീയേഴ്സിന്റെ
സ്കിൽ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, അപ്പൊ അവരെല്ലാം ആശ്രയിക്കുന്നത് പബ്ലിക് സർവീസിനെയാണ്. പബ്ലിക് സർവന്റ് ആകാൻ വേണ്ടിയിട്ടുള്ള അതാണ് അവര് ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, അത് പ്രൈവറ്റിലെ അല്ലെങ്കിൽ പ്രൈവറ്റ് ജോബിന്റെ ഒരു ഇൻസെക്യൂരിറ്റിയോ സസ്റ്റൈനബിലിറ്റി ഇല്ലാത്തതോ ഒക്കെ ആയിരിക്കാം. ഓക്കെ, അതുകൂടെ നിങ്ങൾ മുന്നിൽ കാണുക. അപ്പൊ അത്തരം സിനാരിയോസ് നമ്മുടെ എക്കണോമിക് സിനാരിയോടെ ഒന്ന് മുന്നിൽ കാണണം. ഓക്കെ, അപ്പൊ എത്രത്തോളം നിങ്ങൾ കറണ്ട് അഫയേഴ്സിൽ സ്ട്രോങ് ആവോ അത്രത്തോളം നിങ്ങൾക്ക് കാഴ്ചപ്പാടുകൾ വന്നുകൊണ്ടിരിക്കും. എങ്ങനെ മൂവ് ചെയ്യണം എന്നുള്ള ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാകുന്നത് നിങ്ങളുടെ കറണ്ട് അഫയേഴ്സിലുള്ള ഒരു ബലമാണ്, സ്ട്രെങ്ത് ആണ്. അപ്പൊ കറണ്ടായിട്ട് നടക്കുന്ന കാര്യങ്ങൾ വ്യക്തമായി അറിഞ്ഞിരിക്കുക. ഓക്കെ, ക്ലിയർ ആണല്ലോ? ന്യൂസ് പേപ്പർ റീഡിങ് അൺഅവോയ്ഡബിൾ ആണ്. ഓക്കെ, നമുക്ക് ടോപ്പിക്കിലേക്ക് പോവാം. ഞാൻ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാത്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് പെർസെൻറ്റേജ്. ഓക്കെ, പെർസെൻറ്റേജ് ആൻഡ് റേഷ്യോ, ഈ രണ്ട് ടോപ്പിക്കുമാണ് നിങ്ങൾ ആദ്യം പഠിച്ചിരിക്കേണ്ടത്. ഇതിൽ ആദ്യം പഠിക്കേണ്ടത് പെർസെൻറ്റേജ്, രണ്ടാമത് പഠിക്കേണ്ടത് റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ. ഓക്കെ, ഇനി പെർസെൻറ്റേജ് എന്താണെന്ന് നോക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഒരു മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്യുന്നു, 1000-ൽ 600 മാർക്ക് സ്കോർ ചെയ്യുന്നു. അപ്പൊ നിങ്ങളോട് ചോദിക്കും എത്ര മാർക്കാണ് നിങ്ങൾക്ക് കിട്ടിയത്? അപ്പൊ നിങ്ങൾ പറയും എനിക്ക് 1000-ന് 600 മാർക്കാണ് കിട്ടിയത്. പക്ഷേ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോമില് ഈ ജോലി തരുന്ന ആള് ചോദിക്കുകയാണ് നിങ്ങൾക്ക് എത്ര ശതമാനം മാർക്ക് കിട്ടിയെന്നായിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഈ 600 മാർക്കിനെ എപ്പോഴേക്ക് മാറ്റാൻ ശ്രമിക്കും. അതിനെന്ത് ചെയ്യണം? ഈ പറയുന്ന 1000-ൽ 600-നെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ കിട്ടുന്നത് എന്താണോ അതാണ് നിങ്ങളുടെ ശതമാനം, പെർസെൻറ്റേജ് ഇൻ മാർക്ക് അല്ലെ. മാർക്കിന്റെ പെർസെൻറ്റേജ്, മാർക്കിൻ പെർസെൻറ്റേജ് എന്ന് പറയാം അല്ലെ. പെർസെൻറ്റേജിലുള്ള മാർക്ക് 60% മാർക്ക്. അപ്പൊ ഇതാണ് നമ്മുടെ ശതമാനം. 100-ൽ എത്ര എന്നാണ് അതിന്റെ അർത്ഥം. 1000-ൽ 600 ആണെങ്കിൽ 100-ൽ എത്രയായിരിക്കും? 60 ആയിരിക്കും. അതിനെ നമ്മൾ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞ് പറയുന്നു അല്ലെങ്കിൽ ഡിനോട്ട് ചെയ്യുന്നു. ഇതാണ് അതിന്റെ സിമ്പിൾ പെർസെൻറ്റേജ്. ഓക്കെ, ഇനി നോക്കൂ, 50 ഔട്ട് ഓഫ് 100 എന്ന് പറഞ്ഞാൽ എന്താണ് അതിനർത്ഥം? 50%. ഈ പെർസെൻറ്റേജിനെ നമുക്ക് എന്തിലേക്ക് കൺവേർട്ട് ചെയ്യാം? ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യാം അല്ലെങ്കിൽ റേഷ്യോയിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഇപ്പൊ പെർസെൻറ്റേജിന് രണ്ട് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാം. പെർസെൻറ്റേജിനെ നമുക്ക് ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യാം, അതോടൊപ്പം തന്നെ റേഷ്യോയിലേക്കും കൺവേർട്ട് ചെയ്യാം. എങ്ങനെയാണ് പെർസെൻറ്റേജിനെ ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്? 50% അതിനെ നമുക്ക് ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഫ്രാക്ഷനിലേക്ക് അല്ലെങ്കിൽ ഭിന്നസംഖ്യയിലേക്ക് കൺവേർട്ട് ചെയ്യണം. 100 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 100 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് റിക്വയർഡ് ഫ്രാക്ഷൻ അല്ലെങ്കിൽ ഇക്വലന്റ് ആയിട്ടുള്ള ഫ്രാക്ഷൻ കിട്ടും. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. 50%-നെ ഫ്രാക്ഷനിലേക്ക് മാറ്റിയാൽ 33.33%-നെ ഫ്രാക്ഷനിലേക്ക് മാറ്റിയാൽ 1/3. 25%-നെ ഫ്രാക്ഷനിലേക്ക് മാറ്റിയാൽ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതാണ് അവിടുത്തെ പ്രോസസ്. 1/4. ഇതുപോലെ തന്നെ ഈ ഫ്രാക്ഷനെ തിരിച്ച് പെർസെൻറ്റേജിലേക്ക് മാറ്റാമല്ലോ. 1/4-നെ പെർസെൻറ്റേജിലേക്ക് മാറ്റിയാൽ എന്ത് വരും? ഇൻറ്റു 100 ചെയ്യുക. ഇൻറ്റു 100 ചെയ്യുമ്പോൾ എന്ത് വരും? 25% വരും. അപ്പോൾ ഒരു ഫ്രാക്ഷനെ എങ്ങനെ പെർസെൻറ്റേജിലേക്ക് മാറ്റണം എന്ന് ചോദിച്ചാൽ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഒരു പെർസെൻറ്റേജിനെ എങ്ങനെ ഫ്രാക്ഷനിലേക്ക് മാറ്റണം എന്ന് ചോദിച്ചാൽ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, ഈ ഫ്രാക്ഷനിൽ നിന്ന് റേഷ്യോയിലേക്ക് നമുക്ക് മാറ്റാം. എഴുതിക്കൂടെ? 1/4-ന്റെ ഇക്വലന്റ് ആയിട്ടുള്ള റേഷ്യോ എന്താണ്? 1:4 അല്ലേ. റേഷ്യോ എന്ന് പറഞ്ഞാൽ രണ്ട് ക്വാണ്ടിറ്റീസിന്റെ കമ്പാരിസൺ ആണ്. ഇപ്പോ ഒരു മിക്സ്ചറിനകത്ത് നോക്കൂ, പഞ്ചസാരയും ഷുഗറും മിൽക്കും ഉണ്ടെന്ന് വെക്കുക. ഈ ഷുഗറും മിൽക്കും കൂടെ മിക്സ് ചെയ്തിരിക്കുന്നത് 1:2 അല്ലെങ്കിൽ 1:4 എന്ന റേഷ്യോയിലാണെന്ന് വെക്കാം. 1 യൂണിറ്റ് ഷുഗർ എടുക്കുമ്പോൾ 4 യൂണിറ്റ് മിൽക്ക് എടുത്തിരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഷുഗറും മിൽക്കും തമ്മിലുള്ള റേഷ്യോ 1:4. അപ്പൊ ഈ മിക്സ്ചറിനെ സംബന്ധിച്ചിടത്തോളം ഷുഗറും മിൽക്കും കമ്പോണൻസ് ആണ്, രണ്ട് ക്വാണ്ടിറ്റീസ് ആണ്. ആ ക്വാണ്ടിറ്റീസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് അല്ലേ ഇവിടെ കാണിക്കുന്നത്. അപ്പൊ 4-1, 4 ഭാഗം മിൽക്കും 1 ഭാഗം ഷുഗറുമാണ്. അപ്പൊ മൊത്തം മിക്സ്ചർ എത്ര ഭാഗമാണ്? 5 ഭാഗമാണ്. 5 ഭാഗത്തിൽ 1 ഭാഗം ഷുഗറും 5 ഭാഗത്തിൽ 4 ഭാഗം മിൽക്കുമാണ്. അപ്പൊ അതാണ് ഇതിന്റെ ഒരു പ്രാക്ടിക്കൽ മീനിങ്. അപ്പൊ ഇവിടെ നമ്മൾ 4-1 എങ്ങനെ മാറ്റി? 1:4 എന്നാക്കി മാറ്റി. 1:4 ആണ് 4-1-ന്റെ റേഷ്യോ ഫോം. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോ പെർസെൻറ്റേജിനെയും ഫ്രാക്ഷനിലേക്കും ഫ്രാക്ഷനെ റേഷ്യോയിലേക്കും നമുക്ക് കൺവേർട്ട് ചെയ്യാം. ഇത് തന്നെയാണ് നമ്മൾ ഇനി അങ്ങോട്ട് ഫോക്കസ് ചെയ്യുന്ന ഓരോ മെത്തേഡ്. പെർസെൻറ്റേജ് മെത്തേഡ്, ഫ്രാക്ഷൻ മെത്തേഡ്, റേഷ്യോ മെത്തേഡ്.
ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിലെ എല്ലാ ടൈപ്പ് പ്രോബ്ലംസ് നമ്മൾ ഈ 3 മെത്തേഡിൽ ഏതെങ്കിലും ഒരു മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. ചില പ്രോബ്ലംസിൽ പെർസെൻറ്റേജ് മെത്തേഡ് ഉപയോഗിക്കുന്നതായിരിക്കും ഈസി, ചില പ്രോബ്ലംസിൽ റേഷ്യോ മെത്തേഡ് ആയിരിക്കും ഈസി, ചില പ്രോബ്ലംസിൽ ഫ്രാക്ഷൻ മെത്തേഡ് ആയിരിക്കും ഈസി. ഈ 3 മെത്തേഡ് നിങ്ങൾ ഓർമ്മിക്കുക. ഒന്ന് പെർസെൻറ്റേജ് മെത്തേഡ്, പെർസെൻറ്റേജ് മെത്തേഡ്. രണ്ട് റേഷ്യോ മെത്തേഡ്. 3 ഫ്രാക്ഷൻ മെത്തേഡ്. ക്വസ്റ്റ്യന്റെ ഒരു കോംപ്ലക്സിറ്റി അനുസരിച്ചിട്ട് നമ്മൾ ചിലപ്പോൾ ഫ്രാക്ഷൻ മെത്തേഡ് ഉപയോഗിക്കും, ചിലപ്പോൾ റേഷ്യോ മെത്തേഡ് ഉപയോഗിക്കും, ചിലപ്പോൾ പെർസെൻറ്റേജ് മെത്തേഡ് ഉപയോഗിക്കും. നമ്മൾ ഇവിടെ ഫോർമുലാസ് ഒന്നും ഉപയോഗിക്കുന്നില്ല. നോ ഫോർമുല, ഫോർമുല ഇല്ല. ഫോർമുല ലെസ് ആൻസറിങ് ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. നമ്മുടെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഈ 3 മെത്തേഡിലെയും ആശ്രയിച്ചാണ് നിൽക്കുന്നത്. ഓക്കെ, എനിവേ നിങ്ങൾ പെർസെൻറ്റേജിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ഓരോ പെർസെൻറ്റേജിന് നിങ്ങൾക്ക് ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യാൻ അറിയാം. അതിന്റെ എന്തറിയാം, അതിന്റെ റേഷ്യോ അറിയാം. ഇവിടെ നോക്ക്, ഇവിടെ ഒരു ബാർ കാണുന്നുണ്ട്, 66.6 ബാർ. ഈ ബാർ എന്ന് പറയുന്നത് റിക്കറിംഗ് ഡെസിമൽസിനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ ബാർ എന്ന സിമ്പൽ. 66.6 ബാർ എന്ന് ഉദ്ദേശിക്കുന്നത് 66.66. ഈ 6 എന്ത് ചെയ്യുന്നു, അത് ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നു. ആ ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ആ ഒരൊറ്റ 6 എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ബാർ എന്ന് കാണിക്കും. അപ്പൊ അതിനർത്ഥം അതിനപ്പുറം കുറെ 6 ഉണ്ട് എന്നാണ്. ഓക്കെ, ആ ഇൻഫിനിറ്റിയെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ തന്നെ 33.33 ബാർ. 3 ബാർ എന്ന് പറഞ്ഞാൽ 33.3333 എക്സെട്ര. ഓക്കെ, അത് ഇൻഡിലെസ് ആണ്, റിക്കറിംഗ് ഡെസിമൽസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് അത് ആവർത്തിക്കുന്നു എന്നാണ് അർത്ഥം. ഓക്കെ, ഇത്രയാണ് പെർസെൻറ്റേജിനെ കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ തരാനുള്ളത്. ഓക്കെ, ഡൗട്ട് ഇല്ലല്ലോ? അപ്പൊ ഈ സ്ലൈഡ് നോക്കൂ. ഈ സ്ലൈഡിൽ പറയുന്നത് ഫ്രാക്ഷൻ അതിന് ഇക്വലന്റ് ആയിട്ടുള്ള പെർസെൻറ്റേജുമാണ്. അത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു. ഒരു ഫ്രാക്ഷനെ പെർസെൻറ്റേജിലേക്ക് മാറ്റാൻ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, ഒരു പെർസെൻറ്റേജിനെ ഫ്രാക്ഷനിലേക്ക് മാറ്റാൻ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഈ 2 മെത്തേഡ് നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞു, അല്ലെങ്കിൽ അനലൈസ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ അതിൽ നിന്ന് നിങ്ങൾക്ക് ഇവിടെ ഓക്കെ, അതിൽ നിന്ന് നിങ്ങൾക്ക് ഈ ടേബിൾ ക്ലിയർ ആവും എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, സോ 1% ഈക്വൽ ടു 1/100, 5% 1/20. എങ്ങനെ വന്നു? 5/100, അതാണ് 1/20 അല്ലെ. 10% 1/10, 20% 1/5, 25% 1/4, 33.33 അല്ലെങ്കിൽ 33 and 1/3%. അതാണ് 33.33% എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് 1/3. 50% എന്താണ്? 1/2. 66.66% 2/3 അല്ലെ. 75% 3/4, 100% 1. ഞാൻ വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. എന്താണ് 16.66% ഇക്വലന്റ് ആയിട്ടുള്ള ഫ്രാക്ഷൻ? ആരെങ്കിലും ഒന്ന് കമന്റ് ചെയ്തോളൂ. 16.66% ഇക്വലന്റ് ആയിട്ടുള്ള ഫ്രാക്ഷൻ ഏതാണെന്ന് കമന്റ് ചെയ്യൂ. പെട്ടെന്നാവട്ടെ. ഏതാണ്? കമന്റ് ചെയ്തോളൂ. ആരുമില്ല, കമന്റ് ചെയ്യുന്നില്ല. കമന്റ് കാണാൻ പറ്റുന്നില്ല. ഓക്കെ, എനിവേ ഓക്കെ, 16.66% ഇക്വലന്റ് ആയിട്ടുള്ള ഫ്രാക്ഷൻ എന്ന് പറയുന്നത് 1/6 ആണ്. അതായത് ഈ 33 and 1/3% പകുതിയാണ് 66.66. ഇപ്പൊ 1/3 പകുതി 1/6 ആണ്. ഹാഫ് ഓഫ് 1/3 എന്ന് പറഞ്ഞാൽ 1/6 ആണ്. ഓക്കെ, ഇത്രയുമാണ് പെർസെൻറ്റേജിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ. ഓക്കെ, ഡൗട്ടില്ലല്ലോ? അടുത്ത ഈ ഒരു ചോദ്യം നോക്കൂ. ഈ ചോദ്യം നിങ്ങൾ എങ്ങനെ ആൻസർ ചെയ്യും? ഒന്ന് കമന്റ് ചെയ്തോളൂ. ഓൺലൈനിൽ ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യൂ. ഇതിന്റെ ആൻസർ എത്രയാണെന്ന് കമന്റ് ചെയ്തോളൂ.
ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ ചെയ്യുന്നത്, ഞാനിവിടെ പറയുന്നത് നിങ്ങൾ ഏത് കോൺസെപ്റ്റ് ഫോളോ ചെയ്യണം എന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ ചെയ്യുന്നത് 90% ഓഫ് എ നമ്പർ 60 ആണെങ്കിൽ വാട്ട് ഈസ് ദ നമ്പർ? ഇങ്ങനെ ഒരു ചോദ്യം കേരള PSC ചോദിച്ചിട്ടുണ്ട്. കേരള PSC എക്സാമുകളിൽ ഓക്കെ കാണുന്നുണ്ട്. കേരള PSC എക്സാമുകളിൽ ഇത്തരം ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ മോഡലാണ്. ഓക്കെ, കേരള PSC. അപ്പൊ കേരള PSC കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ഒന്നും പറഞ്ഞില്ല, അതിനെക്കുറിച്ച് പറയാം ഈ സെഷന്റെ എൻഡിൽ, അവസാനം ഞാൻ കേരള PSC കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. ഓക്കെ, 90% of a number is 60. Then what is the number? That is 100%, which is equal to 60 by 90 into 100. 0 cancel. 600 ഭാഗം 9. 600 ഭാഗം 9 അല്ലേ? 66.66. 66.66. ഡൗട്ട് ഉണ്ടോ? ഓക്കെ അല്ലേ? 90%-ൽ നിന്ന് 1% കണ്ടുപിടിച്ചു. 1% എന്ന് പറയുന്നത് എന്താണ്? 60 by 90. 1% കണ്ടുപിടിച്ചിട്ട് 100% കണ്ടുപിടിച്ചു. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. 60 by 90 into 100, ഇതാണ് 100%. 1% കണ്ടുപിടിച്ചിട്ട് 100 കൊണ്ട് മൾട്ടിപ്ലൈ. ഇതിനെ നമ്മൾ പെർസെൻറ്റേജ് മെത്തേഡ് എന്ന് പറയും. പെർസെൻറ്റേജ് മെത്തേഡ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. മനസ്സിലായില്ല? ഓക്കെ, അതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു, ബേസിക് ക്വസ്റ്റ്യൻ ആണ്. മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. ഓക്കെ, നോക്കൂ, ഒരു നമ്പർ, ആ നമ്പർ എത്രയാണെന്ന് നമുക്കറിയില്ല. ആ നമ്പർ എപ്പോഴും 100% ആയിരിക്കും. ആക്ച്വൽ നമ്പർ എന്താണ്? 100% അല്ലേ? തന്നിരിക്കുന്ന ആ നമ്പറിന്റെ 90%, 90 ഭാഗങ്ങളാണ് തന്നിരിക്കുന്നത്. 60. 90% 60 ആണെങ്കിൽ 100% നമ്പർ. ഉറപ്പാണ് അല്ലെ? നമ്പർ എന്ന് പറയാൻ എന്താ? മുഴുവനും അല്ലെ? മുഴുവൻ ഭാഗം കൂടി ചേരുമ്പോഴാണ് ആക്ച്വൽ നമ്പറിലേക്ക് വരുന്നത്. അതിന്റെ 90%, അതിനേക്കാൾ കുറഞ്ഞൊരു നമ്പറാണ് 60 അല്ലെ? അപ്പൊ 60-നേക്കാൾ കൂടുതലായിരിക്കും ആക്ച്വൽ നമ്പർ. 90% 60 ആണെങ്കിൽ 1% എത്രയായിരിക്കും? 90% 60 ആണെങ്കിൽ 1% 60 ഭാഗം 90 ആയിരിക്കും അല്ലെ? അപ്പൊ 1%-ൽ നിന്ന് 100%-ലേക്ക് എത്താനുള്ള വഴി ഈസി അല്ലേ? 1% 60 by 90 ആണെങ്കിൽ 100% 60 by 90 into 100, ഇതാണ് 100%. അപ്പൊ ഇതാണ് നമ്മൾ 66.66 എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ 600 ഭാഗം 90 എന്നാണ് ഇവിടെ വരുന്നത് അല്ലെ? ഈ 0 ക്യാൻസൽ. 600 ഭാഗം 90, സോറി 600 ഭാഗം 9. 600 ഭാഗം 9. ഓക്കെ, 600 ഡിവൈഡഡ് ബൈ 9 എന്ന് പറഞ്ഞാൽ എന്താണ്? 66.66 ആണ്. നമ്പറിന്റെ വാല്യൂ എത്രയാണ്? 66.66. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യന്റെ ആൻസർ ഒന്ന് ചെയ്യൂ. 125%. അക്ഷയ് കൃഷ്ണൻ CK. അനഘ ജയകുമാർ 125%. ഓപ്ഷൻ ഡി ആണ് കമന്റ് ചെയ്തത്. ഓക്കെ, ഗുഡ്. ഓക്കെ, നമുക്ക് ആൻസറിലേക്ക് പോവാം. നോക്കൂ, ഇവിടെ x is 80% of y. വാട്ട് ഈസ് x? ഇത് നമ്മൾ റേഷ്യോ മെത്തേഡ് അല്ലെങ്കിൽ നമ്പർ ന്യൂമറിക്കലായിട്ട് നമ്മൾ ആൻസർ ചെയ്യാം, ഈസി ആയിട്ട് ചെയ്യാം. x എന്ന് പറയുന്നത് 80% of y. 80% of y എന്ന് പറഞ്ഞാൽ അതിനെ നമ്മൾ എന്തിലേക്ക് മാറ്റണം? ഫ്രാക്ഷനിലേക്ക് മാറ്റണം. പെർസെൻറ്റേജിന് എന്തിലേക്ക് മാറ്റണം? ഇവിടെ നമ്മൾ എന്ത് മെത്തേഡല്ല ഉപയോഗിച്ചത്? പെർസെൻറ്റേജ് മെത്തേഡ് അല്ല ഉപയോഗിക്കുന്നത്, റേഷ്യോ മെത്തേഡാണ് അല്ലെങ്കിൽ ഫ്രാക്ഷൻ മെത്തേഡാണ്. 80%-നെ ഫ്രാക്ഷനിലേക്ക് നേരെ കൺവേർട്ട് ചെയ്യുന്നു. 80 by 100 into y ആണ് x എന്ന് പറയുന്നത്. അപ്പൊ x is 80% of y. x is equal to 80 by 100 into y. നമുക്ക് വേണ്ടത് വീണ്ടും ഇതിനെ പെർസെൻറ്റേജിലേക്ക് മാറ്റണം എന്നുള്ളതാണ്. വാട്ട് പെർസെന്റ് ഓഫ് x is y? എക്സിന്റെ എത്ര ശതമാനമാണ് y എന്ന് പറഞ്ഞാൽ y by x into 100 ആണ് നമുക്ക് വേണ്ടത് അല്ലെ? വാട്ട് പെർസെന്റ് ഓഫ് x is y എന്നാണ്. അപ്പൊ y എക്സിന്റെ എത്ര ശതമാനമാണ്? അതിനർത്ഥം എന്താണ്? y by x into 100. അപ്പൊ ഇവിടെ y by x എന്ത് വരും? y by x എന്ത് വരും നോക്കുക. x ഇപ്പുറത്തേക്ക് വരാം, അപ്പൊ ഈ ഭിന്നസംഖ്യ ഫ്രാക്ഷൻ അപ്പുറത്തേക്ക് പോകും. y by x ഈക്വൽ ടു എന്ത് വരും? ഇത് അടുത്ത സൈഡിലേക്ക് പോയാൽ എന്ത് വരും? 10 by 8. 10 by 8 എന്ന് പറഞ്ഞാൽ 5 by 4. സോ y by x എന്ന് പറഞ്ഞാൽ 5 by 4. നമുക്ക് വേണ്ടത് എന്താണ്? വാട്ട് പെർസെന്റ് ഓഫ് x is y? y by x into 100 ആണ്. y by x into 100 എന്ന് വെച്ചാൽ 5 by 4 into 100.
100 4 ക്യാൻസൽ 25. 25 into 5 എത്രയാണ്? 125. So 125 percentage ആണ് ആൻസർ. 125% ആണ് ആൻസർ. ക്ലിയർ അല്ലേ? 125% ആണ് ആൻസർ. ഡൗട്ട് ഉണ്ടോ? ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ഡൗട്ട് ഉണ്ടോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്തത് ഒരു മിക്സഡ് ഫ്രാക്ഷനെ പെർസെൻറ്റേജിൽ എക്സ്പ്രസ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് ഒരു മിക്സഡ് ഫ്രാക്ഷനെ പെർസെൻറ്റേജിലേക്ക് എക്സ്പ്രസ് ചെയ്യുന്നത്? ഏതൊരു ഫ്രാക്ഷനെ നമ്മൾ പെർസെൻറ്റേജിലേക്ക് എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ അതിന് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഈ മിക്സഡ് ഫ്രാക്ഷൻ ഒരു പ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് മാറ്റിയിട്ട് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് ആൻസർ ചെയ്യാം. ഇത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഒരു നമ്പറായിട്ടും ഒരു ഫ്രാക്ഷൻ ആയിട്ടും 3 + 1/4 എന്ന് സ്പ്ലിറ്റ് ചെയ്യാം. 3യുടെ അർത്ഥം എന്താണ്? 300. 1/4ന്റെ അർത്ഥം എന്താണ്? 25. സോ 300 + 25, 325% നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എഴുതാം. ഓക്കെ, ഡൗട്ട് ഉണ്ടോ? റൈറ്റ്, അനക്ക കറക്റ്റ് ആൻസർ. 3 + 1/4 ആണ് എന്ത് പറയുന്നത്? 3 and 1/4. 3യുടെ അർത്ഥം അല്ലെങ്കിൽ 3നെ നമ്മൾ 100% മാറ്റിയാൽ എന്ത് വരും? 300. 1/4നെ പെർസെൻറ്റേജിലേക്ക് മാറ്റിയാൽ 25. അപ്പൊ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് പെർസെൻറ്റേജിലേക്ക് മാറ്റിയിട്ട് വീണ്ടും നമ്മൾ ഇത് ചെയ്യുന്നു, ആഡ് ചെയ്യുന്നു. സോ 300 + 25 ദാറ്റ് ഈസ് ഈക്വൽ ടു 325%. ഇതാണ് ആൻസർ. ക്ലിയർ അല്ലേ? 325%. ഓക്കെ അല്ലേ അനക്ക? ഓക്കെ. If 120 is 20% of a number, then 120% of that number is what? ഓപ്ഷൻ കമന്റ് ചെയ്തോളൂ, പെട്ടെന്ന് കമന്റ് ചെയ്തോളൂ. നമ്മൾ ഇത്തരം ചോദ്യങ്ങൾ ഏറ്റവും മിനിമം ടൈമിൽ കാൽക്കുലേറ്റ് ചെയ്യണം. അതാണ് നമ്മുടെ വളരെ നിസ്സാരമായ ചോദ്യങ്ങൾ നിസ്സാരമായ സമയം കൊണ്ട് നമ്മൾ കണ്ടെത്തണം. അപ്പൊ നിസ്സാരമായ ചോദ്യം എന്ന് പറഞ്ഞ് നമ്മൾ വിട്ടുകളയാൻ പാടില്ല. നിസ്സാരമായ ചോദ്യം എത്രത്തോളം നമ്മൾ മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ അത്രത്തോളം മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്ത ആൻസറിലേക്ക് എത്തണം. കാരണം ഈ നിസ്സാരമായ ചോദ്യങ്ങളുടെ ഒരു കോമ്പിനേഷനാണ് വലിയൊരു കോംപ്ലക്സ് പ്രോബ്ലം. ഓക്കെ ഓക്കെ, നമ്മൾ മാത്സ് പ്രോബ്ലം അനലൈസ് ചെയ്യുമ്പോഴും കോംപ്ലക്സ് പ്രോബ്ലം ചെയ്യുമ്പോഴൊക്കെ നമുക്ക് വേണ്ട ഒരു ഗുണമാണ് പേഷ്യൻസ് എന്ന് പറയുന്നത്, അല്ലെ? പേഷ്യൻസിനെ കുറിച്ച് നിങ്ങൾ ഒരുപാട് കഥകൾ ഇതിനെ കേട്ടിട്ടുണ്ടായിരിക്കും. ബുദ്ധഭിക്ഷുവായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കഥകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ആനന്ദൻ എന്ന് പറയുന്ന ഒരു ശിഷ്യൻ, ബുദ്ധന്റെ ശിഷ്യൻ, ജലം നദിയിൽ നിന്ന് പോയി ഒരുപാട് ദൂരം അകലെയുള്ള അവരുടെ പ്രാർത്ഥനാലയത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു കഥയുണ്ട്. അപ്പോൾ ഒരു തുള്ളി പോലും പുറത്തു പോകാതെ എത്തണം എന്നുള്ള ഒരു നിർദ്ദേശത്തിലാണ് നദിയിലേക്ക് പോകുന്നത്. അപ്പൊ അതിനു വേണ്ടി ശ്രമിച്ചപ്പോ നമുക്കറിയാം, കയ്യിൽ കോരിക്കൊണ്ട് വരുമ്പോൾ ജലത്തുള്ളികളെല്ലാം പുറത്തു പോകുന്നുള്ള കാര്യം അറിയാം. അപ്പൊ അതിന് ചെയ്തത് ഈ ഐസാകുന്നത് വരെ ക്ഷമിച്ചു എന്നുള്ളതാണ്. അപ്പൊ അത് നമ്മൾ ലോജിക്കലി നോക്കുമ്പോൾ കറക്റ്റ് അല്ല. പക്ഷെ അത്രയും എഫേർട്ട് എടുത്തു, എന്നിട്ട് അത് ഐസ് ആയതിനു ശേഷം തിരിച്ച് പ്രാർത്ഥനാലയത്തിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ പേഷ്യൻസ് ലീഡ്സ് ടു സക്സസ് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, so 120 is 20% of a number, then 120% of that number എന്താണ് നോക്കൂ. ഓക്കെ, നിങ്ങൾ ഗൃഹപാഠം സെഷനിൽ കണ്ടിട്ടുണ്ടായിരിക്കും ഇത്തരം ചോദ്യങ്ങൾ. ഓക്കെ, if 120 is 20% of a number, then 120% of that number. ഈസിയാണ്, ഞാൻ പെട്ടെന്ന് ചെയ്യാം. 20% of a number is 120. then 100%. 120യുടെ 5 മടങ്ങാണ് 100%. അപ്പോൾ 20യുടെ 5 മടങ്ങാണ് 100%. അപ്പോൾ 120യുടെ 5 മടങ്ങ് എത്ര വരും? 720. സോറി 720 അല്ല, എത്ര വരും? നമുക്ക് വേണ്ടത് 120% ആണ്, 100% അല്ല. ഓക്കെ, 120%. 120യുടെ 6 ടൈംസ് ആണ് വേണ്ടത്. ഓക്കെ, ക്ലിയർ അല്ലേ?
20% is given 120, 120% 720. കാരണം 20യുടെ 6 ടൈംസ് 120 ആകുന്നു. അപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡിലും അത് തന്നെയാണ് 120യുടെ 6 ടൈംസ്. ഓക്കെ 720. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. What is 20% of 25% of 300? 20% ഇത് ഫ്രാക്ഷൻ മെത്തേഡ് അല്ലെങ്കിൽ റേഷ്യോ മെത്തേഡിൽ ചെയ്യുക. 20% 1/5 ഇൻറ്റു 1/4 ഇൻറ്റു 1/4 ഇൻറ്റു 300. ഇവിടെ 20 വരും. 20 ഡിവൈഡഡ് ബൈ 300 വിച്ച് ഈസ് ഈക്വൽ ടു 15. ഈ ഒരു സ്റ്റെപ്പിന്റെ ആവശ്യമില്ല. ഇവിടെ നോക്കൂ, 20%, 25%, 300. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? 1/20 ഇൻറ്റു 300 എന്ന് എഴുതാം, അല്ലെങ്കിൽ 1/5 ഇൻറ്റു 4 ഇൻറ്റു 300 വിച്ച് മീൻസ് 1/5. 2 സ്റ്റെപ്പിൽ ആൻസറിലേക്ക് എത്തണം. 2 സ്റ്റെപ്പ്. ഓക്കെ, 2 സ്റ്റെപ്പിൽ നിങ്ങൾ ആൻസറിലേക്ക് എത്തണം. ക്ലിയർ? ഓക്കെ, നിങ്ങൾ NTPCയുടെ സിലബസ് കണ്ടപ്പോൾ ശ്രദ്ധിച്ചോ? CBT 2 ക്വസ്റ്റ്യന്റെ എണ്ണം കൂടി, സമയത്തിന്റെ എണ്ണം കൂടിയില്ല. അതേ സമയം തന്നെ CBT 1 അതേ സമയം തന്നെ. അപ്പോൾ ടൈം ഇമ്പോർട്ടന്റ് ആണെന്നുള്ള കാര്യം ഓർമ്മിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, 6th ക്വസ്റ്റ്യൻ. 6th ക്വസ്റ്റ്യനിന്റെ ആൻസർ എത്ര വന്നു നോക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പെട്ടെന്ന് കമന്റ് ചെയ്യാം, ഞാൻ റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ, so if A's income is 25% less than B's income, then what percentage B's income more than A's income? Okay, നോക്കൂ, 25% ലെസ് ദാൻ എന്നാണ് പറയുന്നത്. ഇതിനെ നമ്മൾ നേരെ ഫ്രാക്ഷനിലേക്ക് മാറ്റണം. 1/4 4 ലെസ് ദാൻ എന്നാണ്. അപ്പോൾ 1/4 കുറവാണ്. ഏതിന്റെ ഇൻകം? A's income is 25% less than B's income. B's income. ഈ ബിയുടെ ഇൻകമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടുത്തെ റെഫറൻസ് എന്താണ്? ബി ആണ്. അപ്പോൾ ഈ 4 യൂണിറ്റ് ബിയുടെ ഇൻകമായിട്ട് കൺസിഡർ ചെയ്യാം. ലെറ്റ് us assume B's income is 4 യൂണിറ്റ്. അപ്പോൾ A's income എത്രയായിരിക്കും? 4 കുറവ്. അപ്പോൾ 1 കുറവ്, 3 യൂണിറ്റ് അല്ലേ? 3 യൂണിറ്റ് ആണ് A's income. ബിയുടെ ഇൻകം 4 യൂണിറ്റ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ സെന്റൻസിലേക്ക് പോകും. വാട്ട് പെർസെന്റേജ് ഈസ് B's income മോർ ദാൻ A's income? എയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ബിയുടെ ഇൻകം എത്ര കൂടുതലാണ്? 1 കൂടുതലാണ്. അതിനെ പെർസെന്റേജിലേക്ക് മാറ്റിയാലോ? കമ്പാരിസൺ 3 ആയതുകൊണ്ട് 3 കൂടുതൽ ഇൻറ്റു 100. അപ്പൊ ആൻസർ എന്ത് വരും? 33.33%. 33 and 1/3%. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ഡൗട്ട് ഉണ്ടോ? ക്ലിയർ അല്ലേ? 25% കുറവാണ് എയുടെ ഇൻകം കമ്പയർഡ് ടു ബിസ് ഇൻകം എന്ന് പറഞ്ഞാൽ 4 കുറവാണ്. എയുടെ ഇൻകം ബിയുടെ ഇൻകത്തെക്കാൾ 4 ഭാഗം കുറവാണ്. ഇപ്പൊ മൊത്തം ഉള്ളത് ബിയുടെ ഇൻകം ആയിട്ട് അസ്യൂം ചെയ്യുക. ബിസ് ഇൻകം 4 യൂണിറ്റ് ആണെങ്കിൽ, ദാറ്റ് ഈസ് അസ്യൂം ബിസ് ഇൻകം 4 യൂണിറ്റ് ആണെങ്കിൽ അതിന്റെ 1 ഭാഗം കുറഞ്ഞാൽ എന്ത് കിട്ടും? A's ഇൻകം കിട്ടും. എത്രയാണ്? 3 യൂണിറ്റ്. 1 ഭാഗം എന്ന് പറഞ്ഞാൽ 1, അത് കുറഞ്ഞാലോ? അത് 4 ഭാഗം കുറഞ്ഞാൽ 3 കിട്ടും. ഓക്കെ. അപ്പോ ബിസ് ഇൻകം 4 യൂണിറ്റും A's ഇൻകം 3 യൂണിറ്റുമായിട്ട് അസ്യൂം ചെയ്തു. ഇനി നമുക്ക് വേണ്ടത് ബി 3യേക്കാൾ എത്ര കൂടുതലാണ്? 1 കൂടുതലാണ്. അതിനെ പെർസെന്റേജിലേക്ക് മാറ്റണം. ഏതിന്റെ പെർസെന്റേജ്? ഇൻ ടേംസ് ഓഫ് എ, അല്ലെങ്കിൽ എയിൽ എത്ര പെർസെന്റേജ്, എയുടെ എത്ര പെർസെന്റേജ് കൂടുതലാണ് ബി എന്നാണ് ചോദ്യം. 1/3 ഭാഗം കൂടുതൽ എന്ന് പറഞ്ഞാൽ അതിനെ പെർസെന്റേജിലേക്ക് മാറ്റണം. 1/3 ഇൻറ്റു 100, 33 and 1/3%. അടുത്ത ചോദ്യം, ആൻസർ കമന്റ് ചെയ്തോളൂ. ഇതെല്ലാം പ്രീവിയസ് ഇയർ മോഡൽ ക്വസ്റ്റ്യൻസ് ആണ്. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് കേരള PSC എക്സാം, ഗ്രൂപ്പ് ഡി എക്സാം. ഞാൻ തുടങ്ങുന്നത് ഏറ്റവും ലോ ലെവൽ ക്വസ്റ്റ്യൻ നിന്നാണ് തുടങ്ങുന്നത്. എന്ന് പറഞ്ഞാൽ ഇത്തരം ചോദ്യങ്ങൾ ക്ലറിക്കൽ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്. ക്ലർക്ക് എക്സാമിന് അത് ഗ്രൂപ്പ് ഡി എക്സാം എന്ന് വേണം നമുക്ക് സെൻട്രൽ ഗവൺമെന്റ് എക്സാംസ് നോക്കാം, അതിൽ പറയാം. അതുപോലെ തന്നെ സ്റ്റേറ്റ് ലെവൽ എക്സാംസ്, ക്ലറിക്കൽ എക്സാംസ്. അത്തരം എക്സാമുകളിൽ
ചില ഈ ഡിഗ്രി പാസ്സാവാത്തവരുണ്ടാവും ഈ ഒരു സെഷനകത്ത്. അവർക്ക് എഴുതാൻ പറ്റുന്ന എക്സാം ആണ് LGS, ലാസ്റ്റ് ഗ്രേഡ് സർവന്റ്. കുറച്ച് പേരെങ്കിലും അപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കും. അതൊരു ഗോൾഡൻ ചാൻസ് ആണ് LGS നേടുക എന്നുള്ളത്. നിങ്ങൾക്ക് ഇപ്പോൾ എഴുതാൻ പറ്റുന്ന ഒന്ന്, ഡിഗ്രി ഇല്ലാത്തവർക്ക്. അതിലും മാത്സ് ഒരു ഇമ്പോർട്ടന്റ് റോള് ഉണ്ട്. മലയാളത്തിലാണ് ചോദ്യം എന്നേ ഉള്ളൂ. ഓക്കെ, ഓപ്ഷൻ ബി 20%. അക്ഷയ് കൃഷ്ണൻ, ദേവി SB കമന്റ് ചെയ്തു. ഓക്കെ, ദേവി നോക്കാം. കമന്റ് ചെയ്തോളൂ, ആൻസർ കമന്റ് ചെയ്തോളൂ. ഓക്കെ, നമുക്ക് ആൻസറിലേക്ക് പോവാം. നോക്കൂ, if Nida's salary is 25% more than Smita's salary, then the percentage by which Smita's salary is less than Nida's salary, അല്ലേ? ഓക്കെ, അപ്പൊ ഫൈനലി നമ്മൾ കമ്പയർ ചെയ്യേണ്ടത് നിത സാലറിയുമായിട്ടാണ്. ആദ്യം കമ്പയർ ചെയ്തിരിക്കുന്നതോ സ്മിത സാലറിയുമായിട്ടാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്. ഇപ്പൊ 25% മോർ ദാൻ എന്ന് വെച്ചാൽ 4/1 കൂടുതലാണ്. 4/1 കൂടുതലാണ് അല്ലെ? ആരുടെ സാലറി? നിത സാലറി കമ്പയർഡ് ടു സ്മിത. അപ്പൊ ഇവിടുത്തെ റെഫറൻസ് സ്മിത ആയതുകൊണ്ട് ഈ 4 യൂണിറ്റ് സ്മിതയുടെ സാലറി എന്നും നിതയുടെ സാലറി 5 യൂണിറ്റ് എന്നും എടുക്കാം. കാരണം 4/1 കൂടുതലല്ലേ. അപ്പൊ നിത സാലറി 5, സ്മിത സാലറി 4. അടുത്ത ക്വസ്റ്റ്യനിൽ പറയുന്നത് ഈ സ്മിത സാലറി എത്ര പെർസെൻറ്റേജ് കുറവാണ് കമ്പയർഡ് ടു നിത സാലറി? 1 കുറവാണ്. അത് പെർസെൻറ്റേജിലേക്ക് മാറ്റുമ്പോൾ വിത്ത് റെഫറൻസ് ടു നിത സാലറി. അപ്പൊ 5/1 കുറവാണ് എന്നുള്ളൊരു നിഗമനത്തിലെത്താം. 5/1 കുറവെന്ന അതിന്റെ അർത്ഥം എന്താണ്? പെർസെൻറ്റേജിലേക്ക് മാറ്റാനാണ് ഈ പറയുന്നത് 20%. 5/1 എന്ന് പറഞ്ഞാൽ 20%. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ ആണല്ലോ സർ. മാത്സ് ടൈം എടുത്ത് ചെയ്യാൻ പറ്റൂലൂ, അത്ര സ്പീഡ് പറ്റില്ല. ക്ലാസ് കഴിഞ്ഞ് ഒന്നുകൂടെ കണ്ടാൽ മനസ്സിലാവും. ഓക്കെ ശ്രുതി, നമ്മുടെ എയിം മിനിമം ടൈമിൽ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഈ കോൺസെപ്റ്റ് അറിയാമെങ്കിൽ നമുക്ക് മിനിമം ടൈമിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് കുറച്ച് ആൾക്കാർക്ക് പെട്ടെന്ന് കോൺസെപ്റ്റ് കിട്ടും, കുറച്ച് ആൾക്കാർക്ക് പതിയെ കിട്ടുള്ളൂ. ഈ പെട്ടെന്ന് കോൺസെപ്റ്റ് കിട്ടുന്നവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ ഒരുപാട് പ്രോബ്ലംസ് നേരത്തെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് പെട്ടെന്ന് അവർക്ക് കോൺസെപ്റ്റ് കിട്ടുന്നത്. അല്ലാതെ അവരുടെ കപ്പാസിറ്റി എന്നോ അല്ലെങ്കിൽ ഇന്റലിജൻസ് എന്നോ നമുക്ക് പറയാൻ പറ്റില്ല. അവരുടെ പ്രാക്ടീസാണ് അവർക്ക് ഈ കോൺസെപ്റ്റ് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ പ്രാക്ടീസ് ഇല്ലാത്തവർക്ക് ഇത് കോൺസെപ്റ്റ് കുറച്ച് പതിയെ കിട്ടുള്ളൂ, സ്ലോ ആയിട്ടേ കിട്ടുള്ളൂ, ഗ്രാജുവലി കിട്ടുള്ളൂ. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടത് ഈ പ്രാക്ടീസ് ആയ ആൾക്കാർ എടുക്കുന്ന സമയത്തേക്കാൾ കൂടുതൽ സമയമെടുത്ത് മോർ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. മോർ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ആദ്യത്തെ 4-5 ക്വസ്റ്റ്യൻസിൽ നമുക്ക് കോൺസെപ്റ്റ് ക്ലിയർ ആവില്ല എങ്കിലും അടുത്ത ചോദ്യങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് ആ കോൺസെപ്റ്റിലേക്ക് ഇറങ്ങിപ്പോകാൻ പറ്റും. കാരണം മിക്കവാറും ഏത് കോൺസെപ്റ്റിൽ നമ്മൾ ചെയ്യുമ്പോഴും ആദ്യത്തെ ഒരു 3-4 പ്രോബ്ലംസ് നമുക്ക് തെറ്റാം. ഓക്കെ, ഓക്കെ ശ്രുതി, ഓക്കെ, മനസ്സിലായി. ഓക്കെ, ദിവ്യ പി പറയൂ. ദിവ്യ, എന്താണ്? ഓക്കെ, ഞാനിത് ഒരിക്കലും റിപ്പീറ്റ് ചെയ്യാം. 25% കൂടുതലാണ് നിത സാലറി കമ്പയർഡ് ടു സ്മിത എന്ന് പറഞ്ഞാൽ 4/1 കൂടുതലാണ് നിത സാലറി കമ്പയർഡ് ടു സ്മിത സാലറി. അപ്പോൾ റെഫറൻസ് സ്മിത സാലറി ആയതുകൊണ്ട് 4 യൂണിറ്റ് സ്മിതയുടെ സാലറി ആയിട്ട്, 4 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ അത് ഒരു ക്വാണ്ടിറ്റിയാണ്, അതൊരു റേഷ്യോ ആണ്. അത് റുപ്പീസ് ആകാം, ഡോളർ ആകാം, യൂറോ ആകാം,
ഏത് യൂണിറ്റ് വേണോ ആകാം. ഓക്കെ, ഇപ്പോൾ സ്മിത സാലറി 4 യൂണിറ്റ് എന്ന് എടുത്താൽ നിത സാലറി 4 കൂടുതലാണ്. അപ്പൊ 5 യൂണിറ്റ്, ഒരു ഭാഗം കൂടുമ്പോൾ 5 മാറൂലേ. ഇനി അടുത്ത രണ്ടാമത്തെ ചോദ്യത്തിൽ ഈ സ്മിത സാലറി നിത സാലറിയെ അപേക്ഷിച്ച് റെഫറൻസ് ചെയ്ത് എത്ര കുറഞ്ഞിരിക്കുന്നു എന്നാണ്. 1 അവരുടെ വ്യത്യാസം, കുറവ് അല്ലെ, 1 യൂണിറ്റ് ആണ്. എന്തിൽ 1 കുറവ്? 5-ൽ 1 കുറവ് അല്ലെ. കാരണം റെഫറൻസ് നിത സാലറി ആയതുകൊണ്ട് 5-ൽ 1. ഇത് പെർസെൻറ്റേജിലേക്ക് മാറ്റിയാൽ ആൻസറായി. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇത് വലിയ കാര്യമുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും അല്ല. ഇതെല്ലാം നമ്മൾ ഡെയിലി ലൈഫിൽ കാണുകയോ കേൾക്കുകയോ ഉപയോഗിക്കുകയോ ഒക്കെ ചെയ്യുന്നതാണ്. നിങ്ങൾ അക്കൗണ്ടിങ്ങിലേക്കോ അല്ലെങ്കിൽ ബാങ്കിങ് സ്ഥാപനങ്ങളിലേക്കോ മറ്റ് നിങ്ങളൊരു വീട് വയ്ക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ഇത്തരം ശതമാനത്തിലുള്ള വ്യത്യാസം, കോംപ്ലിക്കേറ്റഡ് പ്രോബ്ലംസ് ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. ഇതെല്ലാം ബേസ് ലെവൽ പ്രോബ്ലംസ് ആണ്. കോൺസെപ്റ്റ് അറിയാൻ വേണ്ടി നമ്മൾ ഒരിക്കലും കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻ എടുത്ത് വെച്ച് ഇതാണ് കോൺസെപ്റ്റ് എന്ന് പറയാറില്ല. നമ്മൾ എന്താ ചെയ്യുക? ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ടോപ്പ് പ്രോബ്ലത്തിൽ നിന്ന് നമ്മൾ കോൺസെപ്റ്റ് ഡിക്ലെയർ ചെയ്യും, ഇതാണ് നമ്മുടെ ഒരു കോൺസെപ്റ്റ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? കോംപ്ലക്സ് പ്രോബ്ലത്തിലേക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് മൂവ് ചെയ്യും. അതാണ് ഇവിടെയും നടക്കുന്നത്. ഗ്രാജുവൽ ആയിട്ടുള്ള ചേഞ്ച് ആണ്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട്. ലെവൽ 1, 2, 3, 4 അങ്ങനെ തന്നെയാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ലെവൽ 1 പ്രോബ്ലം ആദ്യം, ലെവൽ 2 അത് കഴിഞ്ഞ് അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് മുന്നോട്ട് പോവുക. ഓക്കെ, നിങ്ങൾ ഈ പെർസെൻറ്റേജ് ഒക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ടാവും. ക്രിക്കറ്റ് നോക്കുന്നവർക്ക് അറിയാൻ പറ്റും. സ്ട്രൈക്ക് റേറ്റും പിന്നെ ഓവറോൾ റൺ റേറ്റും ഒക്കെ നിങ്ങൾ പെർസെൻറ്റേജിൽ കാണുന്നുണ്ട്. ഇപ്പൊ 50 ഓവർ ഗെയിം ആണെങ്കിൽ, ക്രിക്കറ്റ് ആണെങ്കിൽ, നിങ്ങൾ അതിനകത്ത് ഓരോ 10 ഓവർ കഴിയുമ്പോഴും സ്ട്രൈക്ക് റേറ്റും റൺ റേറ്റും നിങ്ങൾക്ക് അറിയാൻ പറ്റും. പ്രൊജക്റ്റഡ് റൺ റേറ്റ് അറിയാൻ പറ്റും. അപ്പൊ അതെല്ലാം നമ്മൾ അപ്ലൈ ചെയ്യുന്നതാണ്. ഇതൊന്നും അപ്ലൈ ചെയ്യാത്ത ടോപ്പിക്സ് അല്ല. നമ്മുടെ സാധാരണ ജനങ്ങളുടെ ഡെയിലി ലൈഫിൽ അപ്ലൈ ചെയ്യുന്ന മാത്തമെറ്റിക്സ് ആണ് നമുക്ക് ഇത്തരം ചോദ്യങ്ങൾ ഉണ്ടാകുക അല്ലെ. ജോമെട്രി ചോദിക്കുകയാണെങ്കിൽ നമ്മൾ സാധാരണ ലൈഫിൽ അപ്ലൈ ചെയ്യുന്നുണ്ട് ജോമെട്രിയിലെ ക്വസ്റ്റ്യൻസ്. ഹൈറ്റ്സ് ആൻഡ് ഡിസ്റ്റൻസ് ചോദിക്കുമ്പോഴും നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. എത്ര ദൂരം ചരിച്ചാണ് ഏണി ചാരി വെക്കേണ്ടത്, അല്ലെങ്കിൽ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഒരു പർട്ടിക്കുലർ ആംഗിളിൽ നമ്മളൊരു മരത്തിനെ കാണുന്നു എങ്കിൽ ആ മരത്തിന്റെ ഹൈറ്റ് എത്രയാണ് എന്ന് കൺസ്ട്രക്ഷൻ, സിവിൽ എഞ്ചിനീയറിങ്ങിനൊക്കെ പോകുമ്പോൾ, അല്ലെങ്കിൽ ഇത്തരം പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ ഡെയിലി ലൈഫിൽ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും, ഇത്തരം പ്രോബ്ലംസ്. ഓക്കെ, അപ്പൊ ചോദിക്കും ഡിഫറൻഷിയേഷൻ, ഇന്റഗ്രേഷൻ്റെ ഒക്കെ പ്രാക്ടിക്കൽ ഇമ്പോർട്ടൻസ് എവിടെയാണ്? അതിനും പ്രാക്ടിക്കൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. പക്ഷെ അത് സാധാരണ ജനങ്ങൾക്ക് ആവശ്യമില്ല. അതെല്ലാം റിസർച്ച് ഓറിയന്റഡ് ആയിട്ടുള്ള പ്രാക്ടിക്കാലിറ്റിയാണ് അതിനകത്തുള്ളത്. അപ്പൊ എനിവേ ആ ഒരു ആസ്പെക്ട് തന്നെ മുന്നോട്ട് പോവുക. ഓക്കെ, അപ്പൊ ഇതിൽ കാണുന്ന പലർക്കും ക്രിക്കറ്റ് കളിക്കുന്നവരുണ്ടാവും. അപ്പൊ ചില ആൾക്കാരുടെ മെമ്മറി നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. 10 ഓവർ ഗെയിം ആണെങ്കിൽ 6.6 എത്ര റൺ നേടി, 6.4 എത്ര റൺ നേടി, അത് വൈഡ് ആണോ നോബോൾ ആണോ? 10 ഓവർ കഴിയുമ്പോൾ ഓരോ ഓവറിലെയും ഓരോ ബോളിലെയും റണ്ണ് നേടിയത് ആരാണ്, ക്യാച്ച് എടുത്തത് ആരാണ്, അത് ബൗൾഡ് ആണോ, അത് പിന്നെ സിംഗിൾ ആണോ, 6 ആണോ, 4 ആണോ, അങ്ങനെ അനലൈസ് ചെയ്യാറുണ്ട് ക്രിക്കറ്റ് കളിക്കുമ്പോൾ. അതെല്ലാം ഈ മാത്സിന്റെ ഒരു പ്രാക്ടിക്കാലിറ്റി ആണ് അല്ലേ. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ലീനിയർ ഇക്വേഷൻസ് പഠിക്കണം. ലീനിയർ ഇക്വേഷൻസ് SSCയുടെ ടയർ 2 ലീനിയർ ഇക്വേഷൻസ് ചോദിക്കും, കണ്ടിട്ടുണ്ട് ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഇപ്പൊ ലീനിയർ ഇക്വേഷന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ 2 സെക്കൻഡ് ഡിഗ്രി ഇക്വേഷന്റെ ഡിവിഷൻ, 2 സെക്കൻഡ് ഡിഗ്രി ഇക്വേഷന്റെ അഡിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഇതൊന്നും നമുക്ക് ആക്ച്വൽ മെത്തേഡിൽ പോയാൽ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. അവിടെയാണ് നമുക്ക് ടെക്നിക്സ് വേണ്ടത്, ഐഡിയ വേണ്ടത്, കോൺസെപ്റ്റ് വേണ്ടത്. നമ്മൾ സ്കൂൾ ലെവലിലൊക്കെ പഠിക്കുന്നത് ഇത്തരം ടെക്നിക്സ് അതിൽ വെച്ചിട്ടല്ല നമ്മൾ പഠിക്കുന്നത് ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഏതെങ്കിലും ഒരു ഫോർമുല ഡിറൈവ് ചെയ്ത ഫോർമുല വെച്ചിട്ടായിരിക്കും എക്സിന്റെ ബൈ -b + or -√(b²- 4ac/2a) അങ്ങനെയുള്ള ഫോർമുലേസ് ഒക്കെ വെച്ചിട്ടായിരിക്കും നമ്മൾ ഈ ലീനിയർ ഇക്വേഷൻസ് ഒക്കെ സോൾവ് ചെയ്യുന്നത്. പക്ഷെ അത് ഒരു എക്സാം, ജോബ് ഓറിയന്റഡ് എക്സാമിലേക്ക് വരുമ്പോൾ അത്തരം ഫോർമുലേസ് ഉപയോഗിക്കേണ്ട സമയം നമ്മുടെ മുന്നിലില്ല. എത്ര തന്നെ ശ്രമിച്ചാലും നമുക്ക് ആ ഫോർമുലേസ് ഉപയോഗിച്ച് എത്താൻ പറ്റില്ല. ആ ഫോർമുലേസ് ഉപയോഗിച്ച് കിട്ടാത്ത തരത്തിലുള്ള ചോദ്യങ്ങളുമായിരിക്കും. അപ്പൊ ചോദ്യകർത്താവ് പ്രതീക്ഷിക്കുന്നത്
ഇതല്ല. ചോദ്യം ഉണ്ടാക്കുന്ന ആള് തേടുന്നത് ഈ ഉദ്യോഗാർത്ഥിയുടെ കാൻഡിഡേറ്റിന്റെ മറ്റേതോ കപ്പാസിറ്റിയാണ്, അനലിറ്റിക്കൽ ആയിട്ടുള്ള ഒരു കപ്പാസിറ്റി. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, നിങ്ങളുടെ ക്ലാസ്സിൽ ആദ്യം ആൻസർ വിളിച്ച് പറയുന്നത് കുട്ടികളെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. സ്റ്റുഡന്റ് അവര് ഈ കാൽക്കുലേഷൻ ഒന്നും ചെയ്യാതെ തന്നെ പെട്ടെന്ന് ആൻസറിലേക്ക് എത്തുന്ന ഒരു സ്വഭാവമുള്ള കുട്ടികളെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ അവർ ചിന്തിക്കുന്നത് ആ ഒരു അനലിറ്റിക്കൽ വേയിലാണ്. ചില ആൾക്കാർ സബ്സ്റ്റിറ്റ്യൂഷൻ വെച്ചിട്ട് ആൻസറിലേക്ക് എത്തും, 1, 2, 3 ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പൊ അവർ പിക്ക് ചെയ്യുന്ന നമ്പേഴ്സിന് ഒരു പ്രത്യേകത ഉണ്ടായിരിക്കും. ആ നമ്പേഴ്സ് വെച്ചിട്ട് അവർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇക്വേഷൻ സൊല്യൂഷൻ കണ്ടുപിടിക്കും. അപ്പോൾ അത്തരം അനലിറ്റിക്കൽ കപ്പാസിറ്റി ഡെവലപ്പ് ചെയ്യുക, അത്തരത്തിലുള്ള ടെക്നിക്സ് ഫോളോ ചെയ്യുക, അതാണ് നമുക്ക് ഈ എക്സാം ക്രാക്ക് ചെയ്യാനുള്ള ആവശ്യം. ഇത് പ്രത്യേക ഒരു ടെക്നിക്ക് പഠിക്കണമെന്ന് നിർബന്ധമില്ല. കോൺസെപ്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ടെക്നിക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് ആ ടെക്നിക്കിലേക്ക് നമ്മൾ പോവുക തന്നെ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതിന്റെ അടിസ്ഥാനപരമായി നിങ്ങൾ ചിന്തിക്കേണ്ടത്, ഓപ്ഷൻ കാണുമ്പോൾ അതിൽ ആൻസർ ഏതാണെന്നുള്ള ഒരു നിഗമനം, ക്വസ്റ്റ്യന്റെ ഒരു പാർഷ്യൽ ക്വസ്റ്റ്യൻ വായിക്കും. അതായത് ഫസ്റ്റ് വായനയുണ്ടല്ലോ, ചോദ്യം ആദ്യ വായനയിൽ തന്നെ ഈ ഓപ്ഷൻ ശരിയാകാനുള്ള സാധ്യതയുണ്ട് എന്ന് നിങ്ങൾ എത്തണം. അങ്ങനെ ഒരു എബിലിറ്റി കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ 2-3 സ്റ്റെപ്പിൽ കൊണ്ട് തന്നെ ആ ആൻസറിലേക്ക് എത്തും. ആദ്യ വായനയിൽ തന്നെ 2 പ്രാവശ്യം എല്ലാവരും ക്വസ്റ്റ്യൻ വായിക്കും, കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻ. ആദ്യ വായനയിൽ ആൻസർ ഇതാണെന്നുള്ള ഒരു നിഗമനവും, രണ്ടാമത്തെ വായനയിൽ ആൻസർ അതാണെന്ന് നമ്മൾ ഉറപ്പിക്കുകയും ചെയ്യും. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഈ ക്വസ്റ്റ്യൻ ഒന്ന് പെട്ടെന്ന് ചെയ്യൂ. നമുക്കിനി ഒരു 6 മിനിറ്റ് കൂടെ ബാക്കിയുണ്ട്. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഞാൻ കാണുന്നുണ്ട് നിങ്ങളുടെ മെസ്സേജ്, കമന്റ്. ഏത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കുക. അപ്പോൾ നിങ്ങളുടെ ഓരോ ഡൗട്ടും ഓരോ ചാപ്റ്റർ ആയിരിക്കും ഈ ഒരു ക്ലാസ്സിൽ. കാരണം ആ ഡൗട്ടുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഓരോ കമന്റ് ചെയ്യുക, ഓരോന്നും കമന്റ് ചെയ്യുക, നിങ്ങളുടെ ഡൗട്ടുകളെല്ലാം കമന്റ് ചെയ്യുക. ഓക്കെ, പ്രോബ്ലം ചെയ്യുന്നതോടൊപ്പം തന്നെ ഡൗട്ടും കൂടെ കമന്റ് ചെയ്യുക. അപ്പൊ ഇതിന്റെ ആൻസർ കമന്റ് ചെയ്യൂ. കിട്ടിയോ? ഈ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോയി കഴിഞ്ഞാൽ ഇത്തരം ചോദ്യങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് ലെവൽ 1 എന്നേ ഉള്ളൂ, ഫസ്റ്റ് ലെവൽ ക്വസ്റ്റ്യൻ ആണെന്നേ ഉള്ളൂ. പ്രിലിമിനറി എക്സാമിനൊക്കെ കാണാൻ പറ്റുള്ളൂ. കുറച്ചുകൂടെ ടയർ 1, 2 ടയർ 3 ഒക്കെ പോയി കഴിഞ്ഞാൽ ഈ ചോദ്യങ്ങൾ കണ്ടെന്ന് വരില്ല. ഓക്കെ, ശരിക്കും നോക്കാം. നമുക്ക് 400 ആണോ നോക്കാം. 400 ആണോ എന്ന് നിങ്ങൾക്ക് ഒരു അസംഷൻ ഉണ്ടായിരിക്കും, പക്ഷെ അത് ഉറപ്പിക്കണം. അവിടെയാണ് നമ്മുടെ മാർക്ക്. അപ്പോൾ നമ്മൾ വെറുതെ മാത്സിന്റെ ഒരു കാര്യം അതാണ്, നമ്മൾ അപ്രോക്സിമേറ്റ് ആൻസർ അല്ല വേണ്ടത്, നമുക്ക് കൃത്യമായ ആൻസർ ആണ്. കാരണം ഓപ്ഷൻസ് ഒക്കെ നമ്മുടെ കാൽക്കുലേഷൻ തെറ്റുന്ന തരത്തില്, അല്ലെങ്കിൽ കാൽക്കുലേഷൻ തെറ്റിയാൽ കിട്ടുന്ന ഒരു ആൻസർ ഉണ്ടല്ലോ, ആ ആൻസർ ഓപ്ഷനകത്ത് ഉണ്ടാവും. അപ്പൊ നമ്മൾ വിചാരം കാൽക്കുലേഷൻ ശരിയായിരിക്കും എന്നുള്ളതാണ്. അപ്പോ നേരെ ഓപ്ഷനിലേക്ക് പോകും, പക്ഷെ കാൽക്കുലേഷൻ എറർ ഉണ്ടായിരിക്കാം. ഓക്കെ, അപ്പൊ ശരിയായ കാൽക്കുലേഷൻ അത് അത്യാവശ്യമാണ്. നോക്കാം. ഓക്കെ, 80% ഓഫ് എ 50% ഓഫ് ബി. നേരെ നിങ്ങൾ എഴുതേണ്ടത്, ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തരുമ്പോ ഡയറക്റ്റ് ആയിട്ട് ഒരു ഇക്വേഷൻ എഴുതണം. അത് ഞാൻ ഡയറക്റ്റ് ആയിട്ട് ഇപ്പോൾ എഴുതുന്നില്ല, ഒരു സ്റ്റെപ്പ് കൂടെ ഇടാം. ഓക്കെ, 80/100 into A equal to 50/100 into B. ഈ 100ന്റെ ആവശ്യം ഇല്ല, അങ്ങനെ ഒരു സ്റ്റെപ്പ് എഴുതേണ്ട ആവശ്യമില്ല, 100 എഴുതേണ്ട ആവശ്യമില്ല. 80A equal to 50A എന്ന് ഡയറക്റ്റ് എഴുതാം. ഓക്കെ, അല്ലെങ്കിൽ ചില കുട്ടികൾ 8A equal to 5A എന്ന് ഡയറക്റ്റ് എഴുതും. ഓക്കെ, 0 ക്യാൻസൽ. അപ്പൊ ഒന്നാമത്തെ ഇക്വേഷൻ 8A equal to 5B, അതവിടെ നിൽക്കട്ടെ. രണ്ടാമത്തെ ഇക്വേഷൻ നോക്കൂ, B equal to X% of A. B എന്ന് പറയുന്നത് X/100 of A. നമുക്ക് എക്സിന്റെ വാല്യൂ അല്ലേ വേണ്ടത്. ഈ ഇക്വേഷൻ എന്ത് കിട്ടും? B/A കിട്ടും അല്ലേ. B/A എന്ത് വരും?
ബി ബൈ എ ഈക്വൽ ടു 8/5. ഇവിടെ ബി ബൈ എ എന്ത് വരും? ഇവിടെ ബി ബൈ എ ഈക്വൽ ടു x/100 എന്ന് വരും അല്ലെ. ബി ബൈ എ ഈക്വൽ ടു x/100. ഇപ്പൊ രണ്ട് സൈഡിലും ബി ബൈ എ ഉണ്ട്. അപ്പൊ ഈ ബി ബൈ എ നമുക്ക് ഇക്വേറ്റ് ചെയ്യാമല്ലോ. അപ്പൊ 8/5 ഈക്വൽ ടു x/100. ഇത് ക്യാൻസൽ ചെയ്ത് പോവും. ഇവിടെ എത്ര വരും? 20 വരും. അപ്പൊ എക്സിന്റെ വാല്യൂ എന്ത് വരും? ഇത് ക്രോസ് ചെയ്യാം. അപ്പൊ എക്സിന്റെ വാല്യൂ എന്ത് വരും? ഇവിടെ 1 ഉണ്ട്. x ഇൻറ്റു 1 എക്സ് തന്നെയാണ്. 8 ഇൻറ്റു 20 160. 160 ആണ് ആൻസർ. അനഘ റൈറ്റ് ആൻസർ ആണ്. ഓക്കെ, സരിക 160 ആണ് ആൻസർ. 160 ആണ് ആൻസർ. ഡൗട്ട് ഉണ്ടോ? ഓക്കെ, നമുക്ക് ഫൈനൽ ക്വസ്റ്റ്യനിലേക്ക് പോവാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. സരിക ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലോ. ഓക്കെ അല്ലേ? ഫൈനൽ ക്വസ്റ്റ്യൻ. ശ്രുതി പി കമന്റ് ചെയ്തു. എന്ത് പറ്റി ശ്രുതി? 300 ആണോ? 160 അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. 9th ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ആൻസർ കമന്റ് ചെയ്തോളൂ, പെട്ടെന്ന് കമന്റ് ചെയ്തോളൂ. If 8% of x is same as 4% of y, then 20% of x is same as. നമുക്ക് വേണ്ടത് 20% of x അല്ലേ? 20% of x എന്ന് പറഞ്ഞാൽ 20/100 into x ആണ് നമുക്ക് വേണ്ടത്. നമ്മുടെ കയ്യിൽ എന്തുണ്ട്? 8% of x is equal to 4% of y എന്നുണ്ട് അല്ലേ? 4/100 into y എന്ന് പറഞ്ഞാൽ 4%. നമുക്കിവിടെ എന്താണ് വേണ്ടത്? 20% of x ആണ്. എനിവേ ഇവിടെ നിന്ന് എക്സ് കണ്ടുപിടിക്കുക, എന്നിട്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ ഇവിടെ 20x/100 കണ്ടുപിടിക്കുക. 8ഉം 4ഉം ക്യാൻസൽ ആവും, 2 വരും. 20/100x ഈ ഇക്വേഷനിൽ കിട്ടണമെങ്കിൽ ത്രൂ ഔട്ട് എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ഇവിടെ എന്ത് വരും? ഈക്വൽ ടു 10/100 into y. ഇപ്പൊ 20x/100 ഈക്വൽ എന്താണ്? 10y/100 ആണ്. 10y/100. ഈ 10y/100ന്റെ മീനിങ് എന്താണ്? 10% of y. ആ 100 മാറ്റി കഴിഞ്ഞാൽ അത് പെർസെന്റേജ് ആയി മാറും. 10% of y. ഇതാണ് ആൻസർ, 10% of y. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ സൊല്യൂഷനിലേക്ക് എത്തേണ്ടത്. ഇതാണ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ കുറച്ച് ആൾക്കാർക്ക് ഇത് പുതിയതായി തോന്നാം, കൂടുതൽ ആൾക്കാർക്ക് ഇത് കണ്ടിട്ടുണ്ടായിരിക്കും. നിങ്ങൾ സ്കൂൾ ലെവലിലൊക്കെ ഇങ്ങനെ ആയിരിക്കാം ചെയ്തത്. ഓക്കെ, എനിവേ നമ്മൾ ഈ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. 12 മണിയായി. ഇതുവരെയുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. ഓക്കെ, മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റിയുമായിട്ട് ബന്ധപ്പെടുത്തി നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഇപ്പോൾ കമന്റ് ചെയ്യാം. ഇപ്പോൾ ഓക്കെ, ഒരുപാട് ടെക്സ്റ്റ് ബുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഒരുപാട് ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഈ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുന്നതിൽ തെറ്റില്ല. പക്ഷേ മൾട്ടിപ്പിൾ കോൺസെപ്റ്റ് ഫോക്കസ് ചെയ്യാതിരിക്കുക, ഫോളോ ചെയ്തിരിക്കുക. ഫോർമുലാസ് ഫോളോ ചെയ്യരുത്. ഒരുപാട് ഫോർമുലാസ് എഴുതി ബോക്സിലാക്കി കളറൊക്കെ ചെയ്ത് അങ്ങനെ പോകുന്നത്. ഓക്കെ, ഞാനൊരു ഫ്രഷറാണ്. പിക്കപ്പ് ചെയ്യാൻ പറ്റില്ലേ എന്നാണ്. ഓക്കെ ഓക്കെ, തീർച്ചയായിട്ടും എന്ത് പിക്കപ്പ് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മുടെ മാത്സിന്റെ കാര്യം ഞാൻ പറയാം. ഇപ്പൊ ഞാൻ ചെയ്തതൊക്കെ ഒരു തരത്തിൽ ഒരു കോൺസെപ്റ്റ് ഓറിയന്റഡ് ആണ് അല്ലെ? നമ്മൾ ഇത്ര പെർസെന്റ്, 1% ഇത്രയാണെങ്കിൽ 100% എത്ര, ഒരു ഭാഗം ഇത്രയാണെങ്കിൽ 5 ഭാഗം ഇത്ര. ഇതെല്ലാം നിങ്ങൾ സ്കൂൾ ലെവലിൽ കണ്ടിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് ഇതൊന്നും നിങ്ങൾക്ക് പുതുമയുള്ള കാര്യങ്ങളല്ല രാജീവ്. അപ്പോ ഇതിലൊന്നും പുതുതായിട്ടൊന്നുമില്ല. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയും മാത്രം. ഇതിന്
ചോദിച്ചിട്ടുള്ള പഴയ ഇതിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക. ഇതൊക്കെയാണ് ഞാൻ ഈ ചെയ്തതെല്ലാം പ്രീവിയസ് ഇയർ ആണ്. അപ്പൊ ഇതൊക്കെയാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ. ഈ മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയായി കഴിഞ്ഞു. അടുത്ത് ചെയ്യേണ്ടത് ഈ ചോദ്യങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക, ആവർത്തിച്ച് തുടർച്ചയായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെ ബൈ പ്രാക്ടീസിലൂടെ മാത്രമേ നമുക്ക് സ്പീഡ് കിട്ടുള്ളൂ. ഒരാൾ സ്പീഡ് ചെയ്തു എന്ന് വെച്ചിട്ട് അയാളുടെ സ്പീഡിൽ നമുക്ക് ഇന്നോ നാളെയോ ചെയ്യാൻ പറ്റും എന്ന് ധരിക്കരുത്. അയാളത് ഒരുപാട് എഫേർട്ട് എടുത്തിട്ടായിരിക്കാം ആ ഒരു സ്പീഡിലേക്ക് എത്തിയത്. അപ്പൊ നമ്മൾ അത്രത്തോളം എഫേർട്ട് ഇടണം. അയാൾ എത്ര എഫേർട്ട് എടുത്തു എന്ന് നമുക്കറിയില്ല, നമുക്ക് അത് കാണാൻ പറ്റുന്നില്ല അവർ എത്ര എഫേർട്ട് എടുത്തു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, കെമിസ്ട്രിയിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും കാർബൺ എന്ന് പറയുന്ന കോമ്പൗണ്ട് എലമെന്റിനെ കുറിച്ച്. കാർബണിന്റെ ഡിഫറെന്റ് ഫോംസ് ഉണ്ട്. കാർബണിന് ഫോമുണ്ട്, കരിക്കട്ടയുടെ ഫോമുണ്ട്. കാർബണിന് തന്നെ ഡയമണ്ടിന്റെ ഫോമുണ്ട്, അമോർഫസ് കാർബൺ, അങ്ങനെ ഒരുപാട് ഫുള്ളറിൻ ഉണ്ട്. അങ്ങനെ ഒരുപാട് ടൈപ്പ് ഓഫ് കാർബൺ ഉണ്ട്. ഈ കരിക്കട്ട എന്ന് പറയുന്നതും അല്ലെങ്കിൽ ഡയമണ്ട് എന്ന് പറയുന്നത് ഒരേ എലമെന്റിന്റെ ഡിഫറെന്റ് ഫോംസ് ആണ്. എങ്ങനെയാണ് ഈ ഡയമണ്ടായി കരിക്കട്ട മാറിയത്? നിങ്ങൾ കുറച്ച് കോള് അല്ലെങ്കിൽ ചാർക്കോൾ എടുക്കുക. ഈ ചാർക്കോള് ഭൂമിക്കടിയിലേക്ക് കൊണ്ടുവരിക. ഭൂമിക്കടിയിൽ 3000-ലധികം ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറിൽ നിരന്തരമായ പ്രോസസ്സ് നടത്തുകയാണെങ്കിൽ ഒരുപാട് കാലഘട്ടം, ഒരുപാട് ടെമ്പറേച്ചർ ഏറ്റ്, ഒരുപാട് ചൂടേറ്റ് അതിന് ഉറപ്പായും ഡയമണ്ടായി മാറാൻ പറ്റും. അതിനർത്ഥം ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്ക് എത്ര എബിലിറ്റി കുറഞ്ഞ ആളായ, അത് ഇൻബിൽട്ട് അല്ലല്ലോ എബിലിറ്റി, നമുക്ക് പറ്റാത്തൊരു കാര്യമായി കൊള്ളട്ടെ, ബൈ പ്രാക്ടീസ്, തുടർച്ചയായിട്ടുള്ള പ്രാക്ടീസ് പ്ലസ് നമുക്കൊരു എഫേർട്ട് ഫീൽ ചെയ്യും. കാരണം നമ്മൾ ഡീൽ ചെയ്യുന്നത് നമുക്ക് അത്ര സുഖകരമായിട്ടുള്ള ഒരു കാര്യം ആയിരിക്കില്ല. ആദ്യമൊക്കെ വിഷമകരമാണ്, ഉറപ്പാണ്, ഇൻട്രസ്റ്റിംഗ് ആയിരിക്കില്ല. പക്ഷെ അത് എപ്പോഴാണ് ഇൻട്രസ്റ്റിംഗ് ആവുന്നത്? നമ്മൾ അതിൽ ഇൻവോൾവ് ആവുമ്പോഴാണ്. മിക്ക ആൾക്കാർക്കും ഈ കോച്ചിങ്ങിലേക്ക് പോകുമ്പോൾ മിക്ക ആൾക്കാരുടെയും പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർക്ക് ഈ സബ്ജക്റ്റുകൾ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നിട്ടില്ല. സ്കൂൾ കാലങ്ങളിൽ ഇൻട്രസ്റ്റിംഗ് ആവാത്തതുകൊണ്ടാണ് അവർ കോച്ചിങ്ങിലേക്ക് വരുന്നത്. അപ്പൊ നമ്മുടെ എയിം എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റിംഗ് ആക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇൻട്രസ്റ്റിംഗ് ആകണമെങ്കിൽ ആദ്യം നിങ്ങൾ കുറച്ച് എഫേർട്ട് ഇടണം. ഓക്കെ, ആ എഫേർട്ടാണ് ഇമ്പോർട്ടൻറ്റ്. തുടർച്ചയായിട്ട് ഈ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുമ്പോൾ, ആ എഫേർട്ടിലൂടെ ആൻസർ ചെയ്യുമ്പോൾ തുടർച്ചയായി നിങ്ങൾക്ക് ഈ ഒരു പാത്തിലൂടെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നാം. ഓക്കെ, അത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ അഡ്വാൻസ് ലെവലിലേക്ക് പോകേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ ഈ ബേസ് ലെവൽ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തത്. ഓക്കെ, എനിവേ ഞാൻ പറഞ്ഞതിന്റെ ഒരു രത്ന ചുരുക്കം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, കോംപ്ലിക്കേറ്റഡ് ആവണ്ട. ഓക്കെ, എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസ് ക്വസ്റ്റ്യൻസ് പേപ്പർ പ്രാക്ടീസ് ചെയ്യണോ? എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമിന്റെയും പ്രാക്ടീസ് ചെയ്യണം. കാരണം ഓരോ കോമ്പറ്റേറ്റീവ് എക്സാമിന്റെ ലെവൽ വ്യത്യസ്തമാണ്. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ കേരള PSC എക്സാം എഴുതാൻ പോകുമ്പോൾ നിങ്ങൾ ഒരിക്കലും CGLന്റെ ടയർ 3യുടെയോ ടയർ 2ന്റെയോ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് പോകേണ്ട ആവശ്യം ഇല്ല. ആ സമയം കളയേണ്ട ആവശ്യം അവിടെ ഇല്ല. പക്ഷെ നിങ്ങൾ CGL എക്സാം എഴുതുന്നുണ്ടെങ്കിൽ കേരള PSCയുടെ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് തെറ്റില്ല. കാരണം അത് ലെവൽ കുറവാണ്. ഇപ്പൊ LDC എക്സാം ഫോക്കസ് ചെയ്യുന്ന ഒരു കുട്ടി, ആ കുട്ടി CGLന്റെ ക്വസ്റ്റ്യൻ എടുത്ത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നാൽ ആ കുട്ടിക്ക് നഷ്ടപ്പെടുന്ന സമയം പിന്നെ തിരിച്ചു കിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു ടൈം മാനേജ്മെന്റ് കൂടെ നോക്കണം. ആ ടൈം മാനേജ്മെന്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ നിങ്ങളൊരു ഫുൾ ലെങ്ത് പഠനത്തിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ടൈം മാനേജ്മെന്റിനെ സ്വാധീനിക്കുന്ന പല ഘടകങ്ങളുണ്ട്. ഫിസിക്കൽ ഫിറ്റ്നസ്, മെന്റൽ ഫിറ്റ്നസ്, നിങ്ങൾ ഇരിക്കുന്ന സ്ഥലം, പഠിക്കാൻ ഉപയോഗിക്കുന്ന ഏരിയ, അവിടുത്തെ ഓക്സിജന്റെ എമൗണ്ട്. ഞാൻ എന്തുകൊണ്ട് ഇത്രയും മൈക്രോസ്കോപ്പിക്കലായിട്ട് പോകുന്നു എന്ന് ചോദിച്ചാൽ കോമ്പറ്റേറ്റീവ് എക്സാം ആയതുകൊണ്ടാണ്. നിങ്ങളൊരു യൂണിവേഴ്സിറ്റി എക്സാം ആയിരുന്നെങ്കിൽ ഇത്രയും മൈക്രോസ്കോപ്പിക്കായിട്ട് പോകേണ്ട ആവശ്യമില്ല. കോമ്പറ്റേറ്റീവ് എക്സാം ആകുമ്പോൾ നമ്മൾ എപ്പോഴും ഒരു പടി മുന്നിൽ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അപ്പൊ ആ ഒരു സെൽഫിഷ്നെസ് കൂടെ ഓർമ്മിക്കുക. ഓക്കെ സർ, ഏത് ബുക്ക് പ്രാക്ടീസ് ചെയ്യണം? ഞാനൊരു സ്പെഷ്യൽ ബുക്ക് ഇപ്പൊ മെൻഷൻ ചെയ്യുന്നില്ല. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് ഒന്ന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ്. മറ്റ് ബുക്സിലേക്ക് പോവുകയാണെങ്കിൽ ഒരു ബുക്സിന്റെ പേര് ഞാനിപ്പോൾ പറയുന്നില്ല, ക്ലാസ് ഫോളോ ചെയ്യുക എന്നുള്ളതാണ് എനിക്കിപ്പോൾ പറയാൻ പറ്റുള്ളൂ. ഓക്കെ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യുക, കോൺസെപ്റ്റ് പഠിക്കുക. NCERT ടെക്സ്റ്റ് ബുക്ക് ഞാൻ ഉറപ്പായും റെഫർ ചെയ്യും. അത് മറ്റ് സബ്ജക്റ്റിന് വേണ്ടിയിട്ടാണ്. SCERT, NCERT നമ്മുടെ സ്കൂൾ ടെക്സ്റ്റ് ബുക്ക്. ഓക്കെ, മാത്സ് എന്ന് പറയുമ്പോൾ നമ്മളൊരു ടെക്സ്റ്റ് ബുക്കിൽ ഒതുങ്ങുന്നതല്ല. മാത്സിന്റെ തിയറി പഠിക്കണമെന്ന്
നിങ്ങൾ ചിന്തിക്കരുത്. ഞാൻ ഈ തിയറി, മാത്സിന്റെ തിയറി അത്രയും പഠിച്ചു കഴിഞ്ഞിട്ടേ മാത്സിന്റെ പ്രോബ്ലം ചെയ്യൂ എന്നുള്ള വാശി നിങ്ങൾ പിടിക്കരുത്. മാത്സിന്റെ തിയറി പഠിക്കുന്നതിലല്ല മാത്സ് പഠിക്കുന്നത്. മാത്സ് എങ്ങനെ പഠിക്കുന്നു എന്ന് ചോദിച്ചാൽ മാത്സിന്റെ പ്രോബ്ലംസ്, അതിന്റെ സിറ്റുവേഷൻസ്, ഓരോ സന്ദർഭങ്ങളും നമ്മൾ അനലൈസ് ചെയ്ത് സോൾവ് ചെയ്യുന്നതിലാണ് നമ്മൾ മാത്സ് പഠിക്കുന്നത്. അതിലൂടെ മാത്രമേ മാത്സ് പഠിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, വേറെ എന്തെങ്കിലും ഡൗട്ടാ? ഓക്കെ, നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ക്ലിയർ ആണല്ലോ? ഡൗട്ട് ഒന്നുമില്ലല്ലോ? ഓക്കെ, താങ്ക് യു വെരി മച്ച്. അപ്പോൾ മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റിയുടെ ഒരു ഓറിയന്റേഷൻ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. കണ്ടില്ലേ, കേരള PSC തയ്യാറെടുക്കുന്ന ഏതൊരു ഉദ്യോഗാർത്ഥിയുടെയും അവസ്ഥ ഇതാണ്. കേരള PSC മാത്രമല്ല, കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള ഉദ്യോഗങ്ങൾക്കും തയ്യാറെടുക്കുന്നവരുടെ അവസ്ഥ ഇത് തന്നെയാണ്. ഞങ്ങളുടെ ഈ സ്ഥാപനത്തെ കുറിച്ച് നിങ്ങൾ ഇനി കേൾക്കാൻ പോകുന്ന ഓരോ നിമിഷവും നിങ്ങളുടെ ഉദ്യോഗാർത്ഥി അതൊരു വേറൊരു റേഞ്ചിലെത്തിക്കും. മാത്രമല്ല, നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും സോൾവ് ആകും. കേരള PSCയുടെ ചേഞ്ചിങ് പാറ്റേണിൽ ആദ്യമായി നടന്ന KS പരീക്ഷയിൽ ഇത്രയധികം വിദ്യാർത്ഥികളെ ജയിപ്പിക്കാൻ സാധിച്ച ഏക സ്ഥാപനം KS സെന്ററാണ്. ഇതെങ്ങനെ ഞങ്ങൾക്ക് മാത്രം സാധിച്ചു? കേരള PSCയുടെ ചരിത്രത്തിൽ കൺസെപ്റ്റ് ബേസ്ഡ് ടീച്ചിങ് പുതിയ ടെക്നോളജിയുടെ സഹായത്തോടു കൂടി വിദ്യാർത്ഥികളിലേക്ക് എത്തിച്ച ആദ്യ സ്ഥാപനം KS സെന്റർ മാത്രമാണ്. കൃത്യമായ റിപ്പോർട്ട് കാർഡ് അനാലിസിസിലൂടെ ഓരോ ഉദ്യോഗാർത്ഥിക്കും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള മെന്റർഷിപ്പ് കൊടുക്കുന്ന സ്ഥാപനം KS സെന്ററാണ്. UPSC പരീക്ഷയിൽ വരെ വിജയിച്ച ഏറ്റവും മികച്ച ഫാക്കൽറ്റികൾ പഠിപ്പിക്കുന്ന സ്ഥാപനം KS സെന്ററാണ്. KS പരീക്ഷ നടക്കുമോ എന്ന സംശയങ്ങൾ നിലനിന്നിരുന്ന സാഹചര്യത്തിലും ഇപ്പോഴത്തെ ഈ കോവിഡ് സാഹചര്യത്തിലും മുടങ്ങാതെ ഉദ്യോഗാർത്ഥികൾക്കായി ക്ലാസുകൾ നടത്തിയ സ്ഥാപനം KS സെന്ററാണെന്ന് നിങ്ങൾക്കറിയാമോ? മറ്റ് സംസ്ഥാനങ്ങളിലെ പരീക്ഷകളെ കുറിച്ച് കൃത്യമായി പഠിക്കുകയും ആഴത്തിലുള്ള റിസർച്ച് നടത്തുകയും ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം ഇങ്ങനെ തന്നെ ചെയ്യാൻ ഞങ്ങൾക്ക് സാധിച്ചത്. ഇതിനെല്ലാം പുറമെ കേരളത്തിലെ എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും വേണ്ടി ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലൂടെ കൃത്യമായ അറിവ് പകർന്നു കൊടുക്കും. KS പരീക്ഷ, കേരള PSCയുടെ വിവിധ പരീക്ഷകൾ, കേന്ദ്ര സർക്കാരിന്റെ വിവിധ പരീക്ഷകൾ എന്നിവയിലെ മാറ്റം കൃത്യമായി പ്രവചിക്കാനും ഞങ്ങളെ കൊണ്ട് സാധിക്കും. ഈ രീതികളിലൂടെ വിദ്യാർത്ഥികൾക്ക് അറിവ് പകർന്നു കൊടുക്കാൻ മാത്രമല്ല, ഇന്ത്യയിലെ ഏതൊരു പരീക്ഷയ്ക്ക് വേണ്ടി അവരെ സ്വയം പര്യാപ്തരാക്കുന്ന സ്ഥാപനം ഏതാണെന്ന് നിങ്ങൾക്ക് തന്നെ പറയാമല്ലോ. സോ എന്തിനാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്? കം ജോയിൻ KS മെന്റർ.